Hello students, good morning. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞ ഹോൾ ടോപ്പിക്കിൻ്റെ എക്സാമിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in order to measure the period of a simple pendulum using a stop clock, a student repeated the experiment for 10 times and noted down the time for each experiment as 5.1, 4.9, 4.9, 5.15, 4.9, 5.15 and 4.9 seconds. The correct way of expressing the result for this period. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിനകത്ത് കുറേ അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് കുറേ ഡിഫറൻറ്റ് വാല്യൂസ് കിട്ടി. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് കിട്ടിയ വാല്യൂസിൻ്റെ എല്ലാം ആവറേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ആണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ട്രൂ വാല്യൂസിൽ നമുക്കിവിടെ 10 വാല്യൂസ് ഉണ്ട്. അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് A3 plus A4 plus A5 plus A6 plus A7 plus A8 plus A9 plus A10 divided by 10 വരും. ഇപ്പോൾ ഇവിടുത്തെ വാല്യൂസ് ആഡ് ചെയ്യാം. ഇപ്പോൾ 5.1 പ്ലസ് 5 പ്ലസ് 4.9 പ്ലസ് 4.9 പ്ലസ് 5.1 പ്ലസ് 5 പ്ലസ് 4.9 പ്ലസ് 5.1 പ്ലസ് 5 പ്ലസ് 4.9 നമുക്ക് ഡിവൈഡഡ് ബൈ 10 വരും. ഓക്കെ, ഇപ്പോൾ 10 വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കിന് ആവറേജ് നമുക്ക് 5 സെക്കൻഡ്സ് കിട്ടും. അപ്പം ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് വാല്യൂ ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2, അണ്ടർ ദി ആക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് എ പാർട്ടിക്കിൾ ഈസ് എക്സ്പീരിയൻസ് എ കോൺസ്റ്റന്റ് ആക്സലേഷൻ. ദ പവർ ഈസ്, ഇപ്പോൾ പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ വെലോസിറ്റിയാണ്. പവർ ഈസിക്കൽ ഫോഴ്സിൻ്റെ വെലോസിറ്റി. അപ്പോൾ ദാറ്റ് ഈസ് ഫോഴ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി ഈസിക്കൽ യു പ്ലസ് എ ടി ആണ്, യു പ്ലസ് എ ടി. അപ്പോൾ പവർ പ്രൊപ്പോർഷണൽ ടു യു പ്ലസ് എ ടി എന്ന് വരും അല്ലേ, യു പ്ലസ് എ ടി. ഈ യു പ്ലസ് എ ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, എം എക്സ് പ്ലസ് ആണ്. അപ്പോൾ പവർ പ്രൊപ്പോർഷണൽ ടു എന്നാണ് പവർ ഈസ്. ഇപ്പോൾ ഈ ഫോമിൽ എന്ന് പറയുമ്പോഴത്തേക്കും എം എക്സ് പ്ലസ് ഈ ഫോമാണ്. അപ്പോൾ പവർ ഇൻക്രീസസ് വിത്ത് ടൈം ആയിരിക്കും. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ യൂണിഫോം ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ യൂണിഫോംലി ഇൻക്രീസസ് വിത്ത് ടൈം. സോ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ ഇൻക്രീസ് ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 3, എ കോമറ്റ് ഓർബിറ്റ്സ് അറൗണ്ട് സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിച്ച് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് റിമെയിൻ കോൺസ്റ്റന്റ് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ഇറ്റ്സ് മോഷൻ. നമുക്കറിയാം ഇപ്പോൾ സർക്കുലർ മോഷനകത്താണെങ്കിലും അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ മോഷൻ ആണെങ്കിലും അവിടെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും, റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, assuming the mass of Earth to be 10 times the mass of Mars and its radius to be twice the radius of Mars and the acceleration due to gravity on the surface of Earth to be 10 meter per second square, the acceleration due to gravity on surface of Mars is. അപ്പോൾ എർത്തിൻ്റെ മാസ് പറഞ്ഞാൽ മാർസിന് 10 ടൈംസ് ആണ്, റേഡിയസ് ട്വൈസ് ദ റേഡിയസ് ഓഫ് മാർസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം ജി എന്ന് പറയുമ്പോൾ ജി ഈസിക്കൽ ജി എം ബൈ ആർ സ്ക്വയർ ആണ്, ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ജി മാർസ് ബൈ ജി എർത്ത് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് മാർസ് ബൈ മാസ് ഓഫ് എർത്ത് ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ബൈ റേഡിയസ് ഓഫ് മാർസ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ മാസ് ഓഫ് മാർസ് പറയുന്നുണ്ട്, മാസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ 10 ടൈംസ്. അപ്പം മാസ് ഓഫ് മാർസ് ബൈ 10 ഇൻറ്റു മാസ് ഓഫ് മാർസ് ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ട്വൈസ് ആണ്. അപ്പോൾ 2 ഇൻറ്റു ആർ എം ഡിവൈഡഡ് ബൈ ആർ എം ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് 4/10 എന്ന് വരും. ദ ഫോർ ജി എം എത്ര കിട്ടും, ജി എം ഈസ് ഈക്വൽ ടു 4/10 ഇൻറ്റു ജി ഓഫ് എർത്ത് എന്ന് വരും. അപ്പോൾ ഇത് 4/10 ഇൻറ്റു 10 വരും. ആൻസർ നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും, 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, a particle of mass 3 kg attached to a spring with a force constant 48 Newton per meter executes simple harmonic motion on a frictionless horizontal surface. The time period of oscillation of the particle in seconds. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ടിയുടെ ഇക്വേഷൻ ആണ് ടി ഈസിൽ 2 m/k എന്നാണ്, m/k. ഓക്കെ, ഇവിടെ ടി ഈസിൽ 2 മാസ് എത്രയാണ്, മാസ് 3 ആണ്, കെയുടെ വാല്യൂ 48 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ഇൻറ്റു 1/√16 വരും, എന്ന് വെച്ചാൽ 2π/4 വരും. അപ്പോൾ ആൻസർ നമുക്ക് π/2 എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ 2.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. A transverse wave is propagating on a stretched string whose mass per unit length is 32 gram per meter. The tension in the string is 80 Newton. The speed of wave in the string. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ √T/μ എന്നാണ്, √T/μ അല്ലേ. അപ്പോൾ ഇവിടെ മാസ് പെർ ലെങ്ത് പറഞ്ഞു, ടെൻഷൻ 80 ആണ്. ടെൻഷൻ 80, മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 32 gram per meter ആണ്. അപ്പോൾ 32 × 10⁻³ വരും. ഓക്കെ, ഇത് ഇതിപ്പോൾ 10/4 × 1000, 10/4 × 1000 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 2500 റൂട്ട് വരും. സോ ദ ആൻസർ ഈസ് 50 m/s എന്ന് വരും. 50 m/s. ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. Consider the propagation of sound with velocity 330 m/s in a pipe of length 1.5 meter with one end closed and the other end open. The frequency of associated with the fundamental mode. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ് പൈപ്പാണ്. അപ്പോൾ ആ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം V/4L എന്നാണ്. V/4L ഇവിടെ V എന്ന് പറഞ്ഞാൽ 330 ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ 1.5 ആണ്. സോ ഇത് 330/6 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 55 Hz എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. A ball falls from a tabletop with the initial horizontal speed v0 in the absence of air resistance. Which of the following statement is correct? The vertical component of acceleration changes with the time. Horizontal component of velocity does not change with time. നമുക്കറിയാം ഇപ്പോൾ ഇത് എന്താണ്, ഒരു ടേബിൾ ടോപ്പിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷനകത്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഏതായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. A man of mass 60 kg climbed down using an elevator. The elevator had an acceleration of 4 m/s². If the acceleration due to gravity is 10 m/s², the man's apparent weight on his way down. ഇപ്പോൾ ഒരാൾ താഴേക്ക് ക്ലൈംബ് ചെയ്യുകയാണ്, താഴേക്ക് ക്ലൈംബ്സ് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് അപ്പാരൻറ്റ് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ ഈസ് ഈക്വൽ എന്തായിരിക്കും? M × G - A ആയിരിക്കും. ഇവിടെ മാസ് എന്ന് പറഞ്ഞാൽ 60 ആണ്. G 10, എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് 360 Newton എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. A uniform rod of length 1 meter and mass 2 kg is attached to a side support at O as shown in figure. The rod is at equilibrium due to upward force T acting at P. Assume the acceleration due to gravity is 10 m/s². The value of T. ഇപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നമ്മൾ ഈ റോഡിനെ ഒരു വോളിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മളിതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ടെൻഷൻ ആക്ട് ചെയ്യും. ഈ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെയിറ്റ് നമുക്ക് ആക്ട് ചെയ്യുന്ന സെൻട്രൽ മാസിലായിരിക്കും, അത് കറക്റ്റ് നടുക്കായിരിക്കും. അപ്പോൾ ഇവിടെ വെയിറ്റ് ആക്ട് ചെയ്യും, ദാറ്റ് ഈസ് mg. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് L/2 ആയിരിക്കും. ഈ ടെൻഷൻ ആക്ട് ചെയ്യുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ റെഫറൻസ് പോയിന്റ് നോക്കി, ഈ റെഫറൻസ് പോയിന്റ് ഇപ്പോൾ നമ്മൾ ഈ O എന്ന് പറഞ്ഞ റെഫറൻസ് പോയിന്റ് എടുക്കുക. അപ്പോൾ ആ റെഫറൻസ് പോയിന്റ് അബൌട്ടായിട്ട് ടോട്ടൽ ടോർക്ക് എത്ര ആയിരിക്കും? 0. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ ടോട്ടൽ ടോർക്ക് ഈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? mg × L/2 മൈനസ് T × L = 0 എന്ന് വരും. അപ്പോൾ mg/2 = T എന്ന് വരും അല്ലേ. അപ്പോൾ T = മാസ് എത്രയാണ്? മാസ് 2 kg. ജിയുടെ വാല്യൂ 10 ആണ്. /2 എടുക്കുമ്പോൾ നമുക്ക് ആൻസർ 10 Newton എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. Which of the following statements related to stress strain relation is correct? ഇപ്പോൾ സ്ട്രെസ് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെയിൻ, അത് ശരിയല്ല. സ്ട്രെസ് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എബോ ഈൽഡ് പോയിന്റ്, അത് ശരിയല്ല. സ്ട്രെസ് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ഫോർ സ്ട്രെസ് മച്ച് സ്മോളർ ദാൻ അറ്റ് ദ ഈൽഡ് പോയിന്റ്. അപ്പോൾ നമുക്കറിയാം പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ മാത്രമേ എന്താണ് സ്ട്രെസ് സ്ട്രെയിനുമായിട്ട് ലീനിയർ പ്രൊപ്പോർഷണൽ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടുന്നത്? ഇപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് സ്ട്രെയിന്, ഇത് സ്ട്രെസ്സാണ്. അപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിരിക്കും എവിടം വരെ? പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ, ഈൽഡ് പോയിന്റ് വരെ ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പം ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. മാച്ച് ദി ഫോളോയിങ്. ഫസ്റ്റ് വൺ ഐസോതെർമൽ പ്രോസസ്. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് ആകുമ്പോഴത്തേക്കും ΔT എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഐസോബാറിക് ആണെങ്കിൽ എത്രയാണ്? സെയിം പ്രഷർ, അപ്പോൾ ΔP 0 ആയിരിക്കും. പിന്നെ ഐസോകോറിക് ആണെങ്കിൽ ΔV 0 ആയിരിക്കും. അഡയബാറ്റിക് ആണെങ്കിൽ ΔQ 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ.
So answer is option 1. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following statement is correct? Light waves are transverse but sound waves and waves on string are longitudinal. അത് തെറ്റാണ്. നമുക്കറിയാം സ്ട്രിങ്ങിനകത്ത് ഉണ്ടാകുന്ന വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. പിന്നെ സൗണ്ട് വേവ്സ് ആൻഡ് വേവ്സ് ഓൺ എ സ്ട്രിങ് ആർ ട്രാൻസ്വേഴ്സ് ബട്ട് ലൈറ്റ് വേവ്സ് ആർ ലോഞ്ചിറ്റുഡൽ. അതും തെറ്റാണ്. കാരണം വെച്ചാൽ ലൈറ്റ് വേവ്സ് ട്രാൻസ്വേഴ്സ് ആണ്. പിന്നെ ലൈറ്റ് വേവ്സ് ആൻഡ് വേവ്സ് ഓൺ എ സ്ട്രിങ് ആർ ട്രാൻസ്വേഴ്സ് ബട്ട് സൗണ്ട് വേവ്സ് ആർ ലോഞ്ചിറ്റുഡൽ. അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ലൈറ്റും സ്ട്രിങ്ങിനകത്ത് ഉണ്ടാകുന്ന വേവും ട്രാൻസ്വേഴ്സ് ആയിരിക്കും, പക്ഷേ സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റുഡൽ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ. നമുക്കറിയാം ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇലക്ട്രിക് ഫീൽഡും വരും മാഗ്നറ്റിക് ഫീൽഡും വരും. പക്ഷേ ഇ ക്രോസ് ബി, ഇലക്ട്രിക് ഫീൽഡ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും വേവിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ ഇസ് ഗിവൺ ബൈ ഇ ക്രോസ് ബി ആണ്, ഇ ക്രോസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. വാട്ട് വേവ് ലെങ്ത് മസ്റ്റ് ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻ ഹാവ് if a photon in the beam has the same momentum as electron moving at the speed 1.1 × 10⁵ meter per second. അപ്പം ഒരു ഫോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം സെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം ആണെങ്കിൽ h/λ ആണ്. h/λയും ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം m/v ആണ്. നമുക്ക് ഇവിടുന്ന് ലാംഡ കണ്ടുപിടിക്കണം. അപ്പോൾ ലാംഡ ഈസിക്കലി h/m/v എന്ന് വരും. ഇവിടെ h എത്രയാണ്? h എന്ന് പറയുമ്പോൾ 6.6 × 10⁻34. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31. വെലോസിറ്റി 1.1 × 10⁵ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം 6.6 ഇത് 10⁻34 വരും. താഴെയാണെങ്കിൽ 10⁻30 വരും. 10⁻30 30യും 10⁻25 വരും. ഓക്കെ, 10⁻25 വരും. ഓക്കെ, 10⁻25. അപ്പോൾ ഇത് 6.6 നമുക്ക് 20/3 വരും. അപ്പോൾ 20/3 × 10⁻9 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 20/3 നാനോമീറ്റർ എന്ന് വരും. നാനോമീറ്റർ, അത്രയും നാനോമീറ്റർ ആയിരിക്കും ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ഫോർ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് കറണ്ട് ഈസ് ഇൻ മില്ലി ആംബിയർ ആൻഡ് റിവേഴ്സ് കറണ്ട് ഈസ് ഇൻ മൈക്രോ ആംബിയർ. അത് കറക്റ്റ് ആൻസർ ആണ്. പി എൻ ജംഗ്ഷൻ അത് ഫോർവേഡ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മില്ലി ആംബിയറിലും റിവേഴ്സ് കറണ്ട് മൈക്രോ ആംബിയറിലായിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. A wheel rotating at 12 revolutions per second is brought to rest in 6 seconds. The average angular deceleration in radian per seconds of the wheel during this process. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഫ്രീക്വൻസി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഫ്രീക്വൻസിയാണ് 12 revolutions per second. RPS ആണ്. നമുക്കിത് വെച്ച് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാം. അത് 2πf ആണ്. അപ്പോൾ ഇത് 2π × 12 വരും. നമുക്കിത് 24π എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനാണ് ഒമേഗ ഈസ് ഈക്വൽ ടു ω0. ഇത് ω0 എടുക്കാം, ഇനിഷ്യൽ വാല്യൂ ആണ്. ω0 + α × t എന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ω0 ആയിരിക്കും. പിന്നെ ഇത് 24π + α × 6 seconds ആണ്. അപ്പോൾ ഇവിടുന്ന് ആൽഫ നമുക്ക് മൈനസ് കിട്ടും. റിട്ടർഡേഷനാണ് മൈനസ് വരുന്നത്. അപ്പോൾ മൈനസ് നമുക്ക് 4π എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. A car travels half the distance with a constant velocity of 40 km/h and the remaining half with a velocity 60 km/h. The average velocity of car in km/h. ഇപ്പോൾ രണ്ട് ഹാഫ് ഡിസ്റ്റൻസിലാണ്, രണ്ട് ഈക്വൽ ഡിസ്റ്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം രണ്ട് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഫോർമുല എന്താണ്? V average is 2v1 v2 divided by v1 + v2 എന്നായിരിക്കും. ഇത് 2 × 40 × 60 ഡിവൈഡഡ് ബൈ 40 + 60 എന്ന് വരും. അപ്പോൾ ഇത് 48 അത്രയും km/h എന്ന് വരും. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് വിത്ത് എ വെലോസിറ്റി v ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r ഈസ്, അത് എന്തായിരിക്കും? v²/r ആയിരിക്കും. എലോങ് ദി റേഡിയസ് ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? സെൻറ്ററിലേക്കായിരിക്കും, എലോങ് ദി റേഡിയസ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. 2 blocks of mass of 7 kg and 5 kg are placed in contact with each other on a smooth surface. If a force of 6 Newton is applied on the heavier mass, the force on the lighter mass. ഇപ്പോൾ ഇവിടെ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇപ്പോൾ 2 മാസ് ഉണ്ട്. നമുക്ക് ഈ മാസം നമുക്ക് m എന്ന് എടുക്കാം, ഈ മാസം m2 എടുക്കാം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F എത്രയാണ്? 6 Newton ആണ്.
അപ്പോൾ ഇവർക്ക് കോമൺ ആക്സേഷൻ ആയിരിക്കും. നമുക്ക് കോമൺ ആക്സേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആയിരിക്കും. ഇപ്പോൾ എഫ് ബൈ m1 + m2. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6/7 + 5 വരും. അപ്പോൾ ഇത് 1/2 m/s² എന്ന് കിട്ടും. നമുക്ക് ഈ കോണ്ടാക്ട് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ആ കോണ്ടാക്റ്റ് കഴിഞ്ഞ് വരുന്ന മാസിനെ ആക്സേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ കോണ്ടാക്റ്റ് കഴിഞ്ഞ് വരുന്ന മാസ് m2 ആണ്. അപ്പോൾ m2ൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 × 1/2 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 2.5 ന്യൂട്ടൺ എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. An ideal Carnot engine whose efficiency is 40% receives heat at 500 Kelvin. If its efficiency is 50%, then the intake temperature means എന്താണ്? അത് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആണ്. For the same exhaust temperature means സിങ്കിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ എഫിഷ്യൻസിയുടെ ഫോർമുല എന്താണ്? എഫിഷ്യൻസി പറയുമ്പോഴത്തേക്ക് 1 - T2/T1 × 100 എന്നാണ് എഫിഷ്യൻസി. അപ്പോൾ ആദ്യം ഇത് 40% വെച്ചാൽ 40 വരും. 40 = 1 - നമുക്ക് T2 അറിയില്ല, പക്ഷേ T1 പറയുന്നുണ്ട് 500 ആണ്, × 100 വരും. അപ്പോൾ ഇത് 1 - T2/T1 നമുക്ക് 0.4 എന്ന് വരും. ഓക്കെ, അപ്പോൾ T2/T1 നമുക്ക് 0.6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ T2 എത്ര കിട്ടും? T1 × 0.6 എന്ന് വരും. അപ്പോൾ T1 എത്രയാണ്? ഇവിടെ 500 ആണ്. അപ്പോൾ 500 × 0.6 നമുക്ക് ആൻസർ 300 കെൽവിൻ എന്ന് വരും. ഇനി രണ്ടാമത്തെ കേസിലും ഇതേ സിങ്ക് ടെമ്പറേച്ചർ തന്നെയാണ്, പക്ഷേ നമുക്ക് രണ്ടാമത്തെ കേസിൽ സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് കേസിൽ 50 = 1 - T2/T1 ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് × 100. ഇവിടെ 0.5 = 1 - T2 സെയിം തന്നെയാണ്. അപ്പോൾ T2 300, T1 ഡാഷ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് T1 ഡാഷ് എത്ര കിട്ടും? 300/0.5 എന്ന് വരും. 300/0.5 എന്ന് പറഞ്ഞാൽ ആൻസർ 600 കെൽവിനാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. Lithium nucleus has 3 protons and 4 neutrons. Mass of lithium nucleus is 7.016005 mu. Mass defect for lithium nucleus in AMU. ഇവിടെ നമുക്ക് പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് തരും. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് AMU-ലാണെങ്കിൽ 1.007226 ആണ്. ന്യൂട്രോൺ ആണെങ്കിൽ 1.008665 ആയിരിക്കും. നമുക്ക് മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ZMP പ്ലസ് A - Z Mn മൈനസ് M എന്നാണ്. ഓക്കെ, ഇവിടെ 3 പ്രോട്ടോൺസ് ആണ്. അപ്പോൾ 3 × മാസ് പ്രോട്ടോൺ 1.007226 പ്ലസ് ഇവിടെ 4 ന്യൂട്രോൺസ് ആണ്. അപ്പോൾ 4 × 1.008665 ഇതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുക? 7.016005 കുറയ്ക്കുക. നമുക്കിപ്പോൾ ആൻസർ 0.0448 എന്ന് വരും. ഇത്രയും AMU എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് കേട്ടോ. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A and B ഈസ്. ഇവിടെ എയ്ക്കും ബിക്കും ഇടയ്ക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് പോകുന്ന വഴി എടുക്കുക. അപ്പോൾ എയിൽ നിന്ന് കറണ്ട് പോകുന്നത് ഇപ്പോൾ 1 ആമ്പിയർ, ഇത് 6 ആമ്പിയർ, ഇത് 1 ആമ്പിയർ. പിന്നെ വീണ്ടും കറണ്ട് ഇങ്ങോട്ട് വരും. ഇത് 2, ഇത് 2, ഇത് വീണ്ടും 2. പക്ഷേ നമുക്ക് അടുത്ത 2 ഫോറുകളുടെ ആവശ്യമില്ല, ബിക്കോസ് കറണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുക. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ 3 റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഇത് 3ഉം സീരീസ് ആയിരിക്കും. അപ്പോൾ ഇത് എത്രയാണ്? 2, 2, 2 ആണ്. ഇത് 2ഉം ഇത് 2ഉം ഇത് 2ഉം. അപ്പോൾ ഇത് ആദ്യം 2 + 2 + 2 വരും. അപ്പോൾ 6 വരും. അപ്പോൾ ഇത് മാറി 6 ആയി. ഈ 6ഉം ഈ 6ഉം എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ ഈ 6ഉം ഈ 6ഉം പാരലായിരിക്കും. അപ്പോൾ 6 പാരലൽ 6 ആൻസർ 3 വരും. പിന്നെ നമുക്ക് ഈ ഫിഗർ എങ്ങനെ വരയ്ക്കാം? ഇത് എത്രയാണ്? ഇത് 1, ഇത് 1 ആണ്. അപ്പോൾ 1ഉം ഈ 3ഉം ഈ 1ഉം എങ്ങനെയാണ്? ഇത് 3ഉം സീരീസാണ്. അപ്പോൾ ആൻസർ നമുക്ക് 1ഉം 3ഉം 1ഉം സീരീസ്. അപ്പോൾ ആൻസർ നമുക്ക് what is R effective? R effective is equal to 1 + 3 + 1 എന്ന് വരും. ആൻസർ നമുക്ക് 5 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. The ratio of
ഫ്രീക്വൻസീസ് ഓഫ് ലോങ് വേവ് ലെങ്ത് ലിമിറ്റ്സ് ഓഫ് ലൈമാൻ ആൻഡ് ബാൾമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ. ഇപ്പോൾ ലോങ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കുറഞ്ഞ ട്രാൻസിഷനാണ്. എന്ന് വെച്ചാൽ ഇപ്പം ലൈമാൻ സീരീസ് ആകുമ്പോൾ അത് 2 to 1 ആയിരിക്കും എനർജി കുറഞ്ഞ ട്രാൻസിഷൻ. അപ്പോൾ അവിടെ ഫ്രീക്വൻസി കുറഞ്ഞതായിരിക്കും, വേവ് ലെങ്ത് ഹൈ ആയിരിക്കും. ബാൾമർ സീരീസ് ആണെങ്കിൽ അത് 3 to 2 ആയിരിക്കും. ഓക്കെ, ഇനി ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ 1/λ ആണ്. 1/λ പ്രൊപ്പോർഷണൽ 1/n1² മൈനസ് 1/n2² എന്ന് വരും. 1/n1² മൈനസ് 1/n2². അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ലൈമാൻ സീരീസ് ബൈ ഫ്രീക്വൻസി ഓഫ് ബാൾമർ സീരീസ് ഈസ് ഈക്വൽ ടു 1/1² മൈനസ് 1/2² ഡിവൈഡഡ് ബൈ 1/2² മൈനസ് 1/3² എന്ന് വരും. അപ്പോൾ ഇത് 1 മൈനസ് 1/4 ബൈ 1/4 മൈനസ് 1/9 എന്ന് വരും. അപ്പോൾ ഇത് 3/4 ബൈ ഇതിപ്പോൾ 5/36 വരും. 5/36. ഓക്കെ, 5/36. അപ്പോൾ ഇത് 3 × 36 ബൈ 5 × 4 എന്ന് വരും. അപ്പോൾ നമുക്ക് 27 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 25. വെൻ എ സ്ഫിയർ റോൾസ് വിതൗട്ട് സ്ലിപ്പിംഗ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ടു ഇറ്റ്സ് ടോട്ടൽ കൈനറ്റിക് എനർജി. നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ബൈ കൈനറ്റിക് എനർജി ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mv² ബൈ 12mv² ഇൻറ്റു 1 + k² ബൈ r² എന്നാണ്. ഓക്കെ, ഇത് 1/1 + k² ബൈ r² എന്നായിരിക്കും. k² ബൈ r². ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ്? പിന്നെ സ്ഫിയർ റോൾസ്. ഇപ്പോൾ സോളിഡ് സ്ഫിയർ ആണെങ്കിൽ k² ബൈ r² 2/5 ആണ്. അപ്പോൾ 1 + 1/1 + 2/5. അപ്പോൾ 1/7/5 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 5/7 വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ 26. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ് ഓഫ് എ ക്യൂബ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ക്യൂ സിറ്റുവേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ക്യൂബ്. ഇപ്പോൾ ഒരു ക്യൂബ് ആകുമ്പോഴത്തേന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ ഒരു ഫേസിൽ കൂടിയുള്ള ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും Q/F. ഇപ്പോൾ ഇത് ക്യൂ ആണെങ്കിൽ വാട്ട് ഈസ് ടോട്ടൽ ഫ്ലക്സ്? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/ε0 ആയിരിക്കും. ഇനി 6 ഫേസ് ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഫ്ലക്സ് ത്രൂ 1 ഫേസ്? ഫ്ലക്സ് ത്രൂ 1 ഫേസ് ഈസ് ഈക്വൽ 1/6 ഇൻറ്റു Q/ε0 ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 27. The work done in moving a point charge of 10 microcoulomb through a distance of 3 cm along the equatorial axis of an electric dipole. ഇപ്പോൾ equatorial axis what is potential? ഇപ്പോൾ potential along equatorial axis 0. Therefore work എന്ന് പറയുമ്പോൾ work is equal to Q × V ആണ്. ഇവിടെ V 0 ആയതുകൊണ്ട് വർക്ക് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 28. Internal resistance of a cell is independent of the circuit elements connected to it, surface area of electrode, distance between electrode, concentration of electrolyte, temperature of electrolyte. നമുക്കറിയാം ഇത് സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് സെല്ലിൻ്റെ ഇലക്ട്രോഡിൻ്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യും, കോൺസെൻട്രേഷൻ ഇലക്ട്രോലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ പുറമേ കണക്ട് ചെയ്യുന്ന എലമെൻറ്റ്സുകളെ ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സർക്യൂട്ട് എലമെൻറ്റ്സ് കണക്റ്റഡ് ടു ഇറ്റ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 29. The relation between the charge flow delta Q through the circuit of resistance R and the change in the magnetic flux delta phi B. നമുക്കറിയാം ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷനകത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ ഇൻഡ്യൂസ് ഇ എം എഫ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അല്ലേ. അപ്പം ഇൻഡ്യൂസ് ഇ എം എഫ് ഫിസിക്കൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി ആണ്. ഇപ്പോൾ കറണ്ട് ആണെങ്കിൽ ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ആർ എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ചാർജ് വേണം. ചാർജ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇൻറ്റു ടൈമാണ്. കറണ്ട് ഇൻറ്റു ഡെൽറ്റ ടി എടുക്കാം. അപ്പോൾ ഡെൽറ്റ ടി ക്യാൻസലായി പോയിട്ട് നമുക്ക് ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഇവിടെ ആറ് സ്മോൾ ആർ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ഫൈ ബൈ സ്മോൾ ആർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, അത് ആൽഫയാണ്, ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റഡ് ഡ്യൂറിങ് ദ റേഡിയോആക്റ്റീവ് ഡീകേ ഓഫ് ചെയിൻ ഫ്രം റേഡിയം 88 to 226 ആൻഡ് എൻഡിങ് ലെഡ് 80 to 206. ഇവിടെ ഇനിഷ്യൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇനിഷ്യൽ മാസ് നമ്പർ 226 ആണ്. ഫൈനൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 206 ആണ്. നമുക്കറിയാം നമ്പർ ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ a-a'/4 ആണ്. a-a'/4. ഓക്കെ, ഇപ്പോൾ ഇവിടെ 226 മൈനസ് 206/4 വരും. അപ്പോൾ ഇത് 20/4 എന്ന് വരും. ആൻസർ നമുക്ക് 5 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 31. വാട്ടർ ഫ്ലോസ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് ഡയമീറ്റർ 2 cm at a speed of 3 cm/second. The pipe has a nozzle of diameter 0.5 cm at its end. The speed of water emerging from the nozzle. ഇപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് എൻഡിലെ സ്പീഡ് എത്രയാണ്? 3 cm/second ആണ്. സെക്കൻഡ് എൻഡിലെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇക്വേഷൻ കണ്ടിന്യൂറ്റി? a1 v1 ഈസ് ഈക്വൽ എന്തായിരിക്കും? a2 v2 ആയിരിക്കും. ഈ a1 വരെ നമുക്ക് പൈ d1/4 അല്ലേ, അല്ലെങ്കിൽ പൈ r² അല്ലെങ്കിൽ പൈ d1/4. ഇത് പൈ d2/4 ഇൻറ്റു വെലോസിറ്റി v2 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് v2 ആണ് വേണ്ടത്. ദാറ്റ് ഈസ് v1. ഇവിടെ v1 ഉണ്ട്. v1 ഇൻറ്റു d1/d2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ v1 എത്രയാണ്? v1 3 ആണ്. d1 ഡയമീറ്റർ എത്രയാണ്? 2 cm. 2 ഡിവൈഡഡ് ബൈ 0.45 വരും ഹോൾ സ്ക്വയർ. ഇത് 3 × 16 വരും. അപ്പോൾ ആൻസർ നമുക്ക് 48 cm/s എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. ഇഫ് എ മോണോറ്റോമിക് ഗ്യാസ് ഈസ് കംപ്രസ്ഡ് അഡിബാറ്റിക്കലി ടു 1/27 of its initial volume, then its pressure becomes. ഇപ്പോൾ ഇത് അഡയബാറ്റിക് പ്രോസസ് ആണ്. ഇപ്പോൾ റിലേഷൻ ആയിരിക്കും പി വി റേസ്ഡ് ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ പി പ്രപ്പോർഷണൽ ടു 1/v റേസ്ഡ് ഗാമ എന്ന് വരും. ഫോർ നമുക്ക് ഫൈനൽ പ്രഷറാണ്. അപ്പോൾ P2/P1 ഈസ് ഈക്വൽ ടു V1/V2 ദ ഹോൾ റേസ്ഡ് ഗാമ എന്ന് വരും. ഇവിടെ വോളിയം ഫൈനൽ വോളിയം 1/27 ഓഫ് ഇനിഷ്യൽ വോളിയം. അപ്പോൾ V1/27 ഹോൾ റേസ് ടു മോണോറ്റോമിക് ആയതുകൊണ്ട് ഗാമ എത്രയാണ്? 5/3 ആണ്. അപ്പോൾ ഇത് നമുക്ക് 27 ദ ഹോൾ റേസ് ടു 5/3 എന്ന് വരും. എന്നുവെച്ചാൽ 3/5 എന്ന് വരും അല്ലേ. എന്നുവെച്ചാൽ നമുക്ക് ഏകദേശം ഇതാണ് 243 ടൈംസ് വരും. അല്ലെങ്കിൽ വാട്ട് ഈസ് P2? അപ്പോൾ P2 ഈസ് ഈക്വൽ P1 ഇൻറ്റു 243 എന്ന് വരും. സോ ആൻസർ ഈസ് 243 ടൈംസ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ 33. ദ റീസൺ ഓഫ് സീയിങ് ദ സൺ എ ലിറ്റിൽ ബിഫോർ ദി സൺറൈസ്. നമുക്കറിയാം ഇപ്പോൾ സൺ ഹൊറൈസിന് താഴെയാണെങ്കിലും, ഇത് ഹൊറൈസണാണ്. ഇപ്പോൾ സൺ ഹൊറൈസിന് താഴെയാണെങ്കിലും അവിടെ നിന്ന് വരുന്ന റേസ്, ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ സൺ ഹൊറൈസിന് താഴെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരുന്നത് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ റിഫ്രാക്ഷൻ പോലെ ലൈറ്റ് വളഞ്ഞ് നമ്മുടെ കണ്ണിലേക്ക് വരും അല്ലേ. അപ്പോൾ നമുക്ക് ആക്ച്വൽ സൺസെറ്റിന് ശേഷവും സൺറൈസ് മുന്നേ നമുക്ക് ആരെ കാണാൻ പറ്റും? സണ്ണിനെ 2 മിനിറ്റ് നേരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ആൻസർ ഇതാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. 6 കോൺവെക്സ് ലെൻസസ് ആർ പ്ലേസ്ഡ് വിത്ത് എ കോമൺ ആക്സിസ് ഈച്ച് പ്രൊഡ്യൂസിങ് ഹാഫ് ദി മാഗ്നിഫിക്കേഷൻ ദ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ. നമുക്ക് ഒരു സീരീസ് ഓഫ് എ നമ്പർ ഓഫ് ലെൻസ് ഉണ്ടെങ്കിൽ ദ ഓവറോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നതായിരിക്കും മാഗ്നിഫിക്കേഷൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ M1 + M2 + M3 M1 × M2 × M3 എക്സെട്ര. ഇവിടെ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ 6 കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇങ്ങനെ 6 ഹാഫ് വരും അല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1/2 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 35. ദ റേ ഡയഗ്രാം കുഡ് ബി കറക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇത് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ എന്ത് ചെയ്തു? കോൺവെക്സ് ലെൻസ് ആണെങ്കിലും ഈ ലൈറ്റ് വന്നിട്ട് ഡൈവേർജ് ചെയ്ത് പോവാണ്. അപ്പോൾ ഡൈവേർജ് ചെയ്ത് പോകണമെങ്കിൽ മീഡിയത്തിന് ലെൻസിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഡൈവേർജ് ചെയ്ത് പോവാണ് അല്ലേ. ഇവിടെ ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്നു. ഇത് N2, ഇത് N1, ഇത് NG അല്ലേ.
അപ്പോൾ ഇവിടെ നിന്നൊക്കെ N1 ഈ N2 എന്തായിരിക്കണം? N2 NGയേക്കാളും കൂടിയിരിക്കണം അല്ലേ? അങ്ങനെയല്ല, N1 എന്ന് വെച്ചാൽ മീഡിയം. ഇപ്പോൾ നമുക്കിവിടെ N1 N2 ഈക്വൽ ആവാം, കാരണം വെച്ചാൽ സെയിം മീഡിയം ആകാം. അപ്പോൾ സെയിം മീഡിയം ആകുമ്പോൾ N1 ഈസിക്കൽ N2 വരാം. എന്നാലൊരു കാര്യമുണ്ട്, ഈ N2 ആരേക്കാളും കൂടിയിരിക്കണം NGയേക്കാളും, എന്ന് പറഞ്ഞാൽ N1 ആരേക്കാളും കൂടിയിരിക്കണം NGയേക്കാളും. അപ്പോൾ നമുക്കറിയാം മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോഴാണ് പ്രോപ്പർട്ടി റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. The resistance of the tungsten wire in the light bulb which is rated 120 volt and 75 watt and powered by 120 volt. Okay, then direct current supply ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ബൾബിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 120യും റേറ്റഡ് പവർ 75 വാട്ടുമാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല റെസിസ്റ്റൻസ് ഫിസിക്കൽ VR സ്ക്വയർ ബൈ PR ആണ്. VR സ്ക്വയർ ബൈ PR ദാറ്റ് ഈസ് 120 സ്ക്വയർ ബൈ PR. PR എത്രയാണ്? ഇവിടെ 75 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? നമുക്ക് ആൻസർ വന്നിട്ട് 192 ഓം എന്ന് കിട്ടും. പിന്നെ ആൻസർ 192 ഓം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. എ പ്രോട്ടോൺ മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 5 × 10⁶ മീറ്റർ പെർ സെക്കൻഡ് എലോങ് ദി x-axis. It enters a region where there is a magnetic field of magnitude 2 Tesla directed at an angle 30 degree to the x-axis and lying in the xy plane. The magnitude of മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദി പ്രോട്ടോൺ. ഇപ്പോൾ ഒരു പ്രോട്ടോൺ എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഫീൽഡ് എക്സ് ആക്സിൽ അല്ലേ, പ്രോട്ടോൺ എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്നു. ഫീൽഡ് എക്സ് ആക്സുമായിട്ട് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്? 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വെലോസിറ്റി ഫീൽഡുമായിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? ഫോഴ്സ് F = QVB sin θ എന്നാണ്. QVB sin θ. ഇവിടെ Q എത്രയാണ്? നോക്കിയേ, പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് 1.6 × 10⁻19, വെലോസിറ്റി 5 × 10⁻6, ഫീൽഡ് എന്ന് പറയുമ്പോൾ 2 ആണ്. ഇത് sin 31/2. അപ്പോൾ ആൻസർ വന്നിട്ട് നമുക്ക് 8. അപ്പോൾ 8 × 10⁻13 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. The position and velocity of a particle executing simple harmonic motion at t = 0 are given by 3 cm and 8 cm respectively. The angular frequency of the particle is 2 radian per second. Then the amplitude of oscillation in centimeters. ഇപ്പോൾ ഇവിടെ പൊസിഷനും അറിയാം, വെലോസിറ്റി അറിയാം. നമുക്ക് വെലോസിറ്റി ഫോർമുല യൂസ് ചെയ്യാം. V = ω × √A² - x² എന്നാണ്. A² - x², അല്ലേ? നമുക്കിവിടുന്ന് ആംപ്ലിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് V എത്രയാണ്? V എന്ന് പറയുമ്പോൾ ഇവിടെ 8, നമുക്ക് സെൻറ്റിമീറ്റർ തന്നെ ചെയ്യാം. 8 ദാറ്റ് ഈസ് ഒമേഗ. ഒമേഗ ഇവിടെ എത്രയാണ്? ഒമേഗ 2 ആണ്. അപ്പോൾ 2 × √A² - 3², x 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 = A² - 3². അപ്പോൾ A² എന്ന് പറഞ്ഞാൽ √A² - 3². അപ്പോൾ A² = 4² + 3² എന്ന് വരും. ഇത് 5² എന്ന് വരും. അപ്പോൾ A എത്ര കിട്ടും? A = നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. In Young's double slit experiment, if the separation between slits is halved and the distance between slits and screen is doubled, then the fringe width compared to the unchanged one will be. അപ്പോൾ ഫ്രിഞ്ച് വിത്തിൻ്റെ ഫോർമുല എന്താണ്? ബീറ്റ = ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ D by small d എന്നാണ്. അപ്പോൾ ബീറ്റ പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ D by small d. അപ്പോൾ ബീറ്റ ഡാഷ് ബൈ ബീറ്റ = D ഡാഷ് ബൈ D ഇൻറ്റു സ്മോൾ d by small d ഡാഷ് എന്ന് വരും. ഇവിടെ സെപ്പറേഷൻ നമ്മൾ ഡബിൾ ആക്കി. അപ്പോൾ ഇത് 2D/D എന്ന് വരും. അതുപോലെ തന്നെ സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ ഹാഫ് ആക്കി. അപ്പോൾ D/D/2 എന്ന് വരും. അപ്പോൾ ഈ 2 മേലെ വന്നിട്ട് ആൻസർ 4 എന്ന് കിട്ടും. അപ്പോൾ ബീറ്റ ഡാഷ് ഈസ് 4 × ബീറ്റ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 4 മടങ്ങായിട്ട് മാറും. സോ ആൻസർ ഈസ് ക്വാഡ്രപ്പിൾഡ് ആയിരിക്കും. ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. An electron, a neutron and alpha particle have same kinetic energy and their de Broglie wavelength are lambda e, lambda n and lambda alpha respectively. Which statement is correct about their de Broglie wavelength? അപ്പോൾ നമുക്കറിയാം ലാംഡയുടെ ഫോർമുല എന്ന് പറയുമ്പോൾ ലാംഡ h/√2m e അല്ലെങ്കിൽ 2mk എന്നാണ്. ഇവിടെ എല്ലാവർക്കും ഒരേ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഈ ലാംഡ പ്രൊപ്പോർഷണൽ 1/√m ആയിരിക്കും. അപ്പോൾ മാസ് കൂടുന്തോറും ലാംഡ കുറയും.
അല്ലേ? അപ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ ലെസ് ദാൻ മാസ് ഓഫ് ന്യൂട്രോൺ ലെസ് ദാൻ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പോൾ മാസ് കുറഞ്ഞ ആൾക്ക് ലാംഡ കൂടുതലായിരിക്കും. അപ്പോൾ ലാംഡ ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ ലാംഡ ന്യൂട്രോൺ ഗ്രേറ്റർ ദാൻ ലാംഡ ആൽഫ എന്നായിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. എ ട്രക്ക് ട്രാവലിംഗ് ഡ്യൂ നോർത്ത് അറ്റ് 20 മീറ്റർ പെർ സെക്കൻഡ് ടേൺസ് വെസ്റ്റ് ആൻഡ് ട്രാവൽസ് വിത്ത് സെയിം സ്പീഡ്. വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി? ഇപ്പോൾ നമ്മൾ ഈ ബോർഡിൽ നോർത്തും ഈസ്റ്റൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഈ മേളിൽ നമുക്ക് നോർത്ത് വരയ്ക്കാം. ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്താണ്. ഓക്കെ. അപ്പോൾ ഈ ലോറി ട്രക്ക് ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? നോർത്തിലേക്കാണ്. അപ്പോൾ ഈ നോർത്തിലേക്ക് പോയ ട്രക്ക്, ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി. നോർത്തിലേക്ക് പോയ ട്രക്ക് പിന്നെന്ത് ചെയ്തു? ടേൺസ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു. വെസ്റ്റിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്തു. ഇതാണ് വെലോസിറ്റി V2. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നോർത്തിലേക്ക് പോയ ട്രക്ക്. അതായത് നോർത്തിലേക്ക് പോയ ട്രക്ക് ഇത് വെലോസിറ്റി V1, അത് വെസ്റ്റിലേക്ക് ടേൺ ചെയ്തു. ഇത് വെലോസിറ്റി V2. നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ മൈനസ് വേണം. ഇനിഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി നെഗറ്റീവ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇത് -V1 ആയിരിക്കും. എന്നിട്ട് ഈ ഇനിഷ്യൽ വെലോസിറ്റിയുടെ നെഗറ്റീവും ഫൈനൽ വെലോസിറ്റിയും കൂടെ ആഡ് ചെയ്യുക, വെക്ടറിലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഡയഗണലായിരിക്കും വെക്ടർ V2 മൈനസ് വെക്ടർ V1 എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങോട്ടായിരിക്കും? അത് എങ്ങോട്ടാണ് വരുന്നത്? ഇത് സൗത്ത് വെസ്റ്റിലേക്കായിരിക്കും അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത് ആണെങ്കിൽ ഈ ഡയറക്ഷൻ വരുന്നത് നോർത്ത് വെസ്റ്റിലേക്കായിരിക്കും. അപ്പോൾ വാട്ട്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി? ഇത് വെക്ടർ അഡീഷനാണ്. അപ്പോൾ ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ √V1² പ്ലസ് V2² ആണ്. അപ്പം സ്പീഡ് മാറുന്നില്ല. അപ്പോൾ √20² പ്ലസ് 20² എന്ന് വരും. ഇത് 20√2 വരും. എങ്ങോട്ടായിരിക്കും? ഇത് സൗത്ത് വെസ്റ്റിലേക്കായിരിക്കും. അപ്പോൾ 20√2 മീറ്റർ പെർ സെക്കൻഡ് ടുവാർഡ്സ് സൗത്ത് വെസ്റ്റ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 0.1 kilogram is subject to a force which varies with the distance as shown. If it starts its journey from x is equal to 0 and its velocity at x is equal to 12. അപ്പോൾ ഇത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്ക് കിട്ടും. ഓക്കെ. വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ വാട്ട്സ് ഏരിയ? അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഏരിയ. ഇപ്പോൾ ഫസ്റ്റ് ഏരിയ എന്തായാലും ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ½ BH ആണ്. അപ്പോൾ ½ × 4 × 10 ആയിരിക്കും. സെക്കൻഡ് ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് 4 × 10 വരും. ലാസ്റ്റ് ഏരിയ വീണ്ടും ½ BH, ½ × 4 × 10 വരും. ഓക്കെ. അപ്പോൾ ഇത് 20 + 40 + 20 എന്ന് വരും. അപ്പോൾ ഇത് 80 എന്ന് കിട്ടി. ഇതാണ് വർക്ക്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ½ V² മൈനസ് ½ U² ആണ്. പക്ഷേ ഇനിഷ്യലി ഇത് റെസ്റ്റ് ആയതുകൊണ്ട് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ W ഈസ് ഈക്വൽ ടു ½ V² എന്ന് വരും. ഫോർ V² ഈസ് ഈക്വൽ 2W ഡിവൈഡഡ് ബൈ M എന്ന് വരും. അപ്പോൾ 2 × W 80 ആണ്. 80 ബൈ മാസ് 0.1. അപ്പോൾ ഇത് 1600 എന്ന് കിട്ടി V². അപ്പോൾ V നമുക്ക് എത്ര കിട്ടും? V ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. എ ബോഡി കൂൾസ് ഇൻ 7 minutes ഫ്രം 60°C to 40°C. വാട്ട് ടൈം ഡസ് ഇറ്റ് ടേക്സ് ടു കൂൾ ഫ്രം 40°C to 28°C if the surrounding temperature is 10°C, assuming Newton's law of cooling? അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് ഓഫ് കൂളിങ്ങിൻ്റെ ഫോർമുല? T1 - T2 ഇങ്ങനെയല്ലേ? T1 - T2 ഡിവൈഡഡ് ബൈ T ഈസ് ഈക്വൽ ടു K × T1 + T2 / 2 - T0 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം ഇത് 60 to 40 ആണ്. അപ്പോൾ 60 to 40. അപ്പോൾ 60 - 40 / 7 ഈസ് ഈക്വൽ K × 60 + 40 / 2 മൈനസ് ടെമ്പറേച്ചർ സറൗണ്ടിങ്സ് 10 degree ആണ്. അപ്പോൾ ഇത് 20/7 ഈസ് ഈക്വൽ K × ഇത് 50 - 10 40 വരും. 40. അപ്പോൾ K ഈസ് ഈക്വൽ നമുക്ക് 1/14 എന്ന് കിട്ടും. K ഈസ് ഈക്വൽ 1/14. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിൽ ഇത് 40 എത്ര ആയിട്ട് മാറി? 28 ആയിട്ട് മാറി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞാൽ 40 - 28 ബൈ ടൈം അറിയില്ല. ദാറ്റ് ഈസ് K × Kക്ക് പകരം അപ്പോൾ K × 40 + 28/2 - T0 10 ആണ്. അപ്പോൾ ഇത് 12.
12/t ഈക്വൽ ഇവിടെ 1/14. k എന്ന് പറഞ്ഞാൽ 1/14. ഇതിപ്പോൾ 34 - 10 വരും. അപ്പോൾ 12/t ഈക്വൽ ടു 1/14 × 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ t ഈക്വൽ ടു നമുക്ക് 14/2 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 7 മിനിറ്റ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. A circular coil carrying a current has a radius r. The ratio of magnetic induction at the center of coil and at a distance equal to √3 r from the center of coil on the axis. അപ്പോൾ നമുക്ക് സെൻറ്ററിലെ ഫീൽഡ് ബൈ ആക്സിസിലെ ഫീൽഡാണ് വേണ്ടത്. അപ്പോൾ ബി സെൻറ്റർ ബൈ ബി ആക്സിസ്, ബി സെൻറ്റർ ബൈ ബി ആക്സിസ് ഈസ് ഈക്വൽ ടു 1 + നമ്മുടെ ഫോമുല എന്താണ്? x² / r² ദ ഹോൾ റേസ്ഡ് 3/2 എന്നാണ് ഫോമുല. ഇവിടെ 1 + ഈ x എത്രയാണ്? അത് √3 × r ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുക ബൈ r² ദ ഹോൾ റേസ്ഡ് ഏത് വരും? 3/2 വരും. അപ്പോൾ ഇത് 1 + 3 എന്ന് വരും. 1 + 3 ദ ഹോൾ റേസ്ഡ് 3/2 എന്ന് വെച്ചാൽ 4 റേസ്ഡ് 3/2 വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8/1 എന്ന് വരും. ആൻസർ 8:1 ആയിരിക്കും. ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. എ ബ്ലാക്ക് ബോഡി എമിറ്റ്സ് റേഡിയേഷൻ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി ഫോർ ദി വേവ് ലെങ്ത് ഓഫ് 5000 ആങ്സ്ട്രോം. ഇവിടെ ക്വസ്റ്റ്യൻ ഒരു കറക്ഷൻ ഉണ്ട്. വെൻ ദ ടെമ്പറേച്ചർ ഈസ് 1 to 27 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അങ്ങനെ ഉണ്ട്. 1227 ഡിഗ്രി സെൽഷ്യസ്. അത് കഴിഞ്ഞിട്ട് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ബോഡി ഈസ് ഇൻക്രീസ് ബൈ, എങ്ങനെയാണ്? ഇഫ് ദ ടെമ്പറേച്ചർ ബോഡി ഈസ് ഇൻക്രീസ് ബൈ 1000 ഡിഗ്രി സെൽഷ്യസ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി വുഡ് ബി ഓബ്സലറ്റ്. ഇപ്പം ആദ്യം ടെമ്പറേച്ചർ 1227 ഡിഗ്രിയാണ്. അപ്പോൾ ഇനിഷ്യൽ ടെമ്പറേച്ചർ 1227 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്ത് കെൽവിൻ ആക്കുമ്പോൾ 1227 + 273 എന്ന് പറയുമ്പോൾ നമുക്ക് 1500 കെൽവിൻ എന്ന് വരും. ഇനി ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1500 + 1000 ആണ്. അത് 2500 കെൽവിൻ എന്ന് വരും. നമ്മളിവിടെ VN's law യൂസ് ചെയ്യും. അപ്പോൾ ലാംഡ പ്രൊപ്പോർഷൻ 1/t. അപ്പോൾ λ2/λ1 ഈസ് ഈക്വൽ ടു T1/T2 എന്ന് വെച്ചാൽ 1500/2500 എന്ന് വെച്ചാൽ 3/5 എന്ന് കിട്ടി. അപ്പോൾ λ2 എത്ര കിട്ടും? അപ്പോൾ λ2 ഈസ് ഈക്വൽ 3/5 × λ1 എന്ന് വരും. വാട്ട് ഈസ് λ1? അത് 5000 ആങ്സ്ട്രം ആണ്. അപ്പോൾ ആൻസർ നമുക്ക് 3000 ആങ്സ്ട്രം എന്ന് കിട്ടും. 3000 ആങ്സ്ട്രം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. 6 capacitors each of capacitance 2 microfarad are connected as shown in figure. The effective capacitance between A and B. അപ്പോൾ നമ്മൾ ഈ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ നമുക്കിങ്ങനെ ഡയഗണലായിട്ട് 2 കപ്പാസിറ്റി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ 2 കപ്പാസിറ്റീസ് എങ്ങനെ ആയിരിക്കും? ഇത് 2 പാരലായിരിക്കും. ഈ സിയും എങ്ങനെയാണ്? പാരലാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷനുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് വീണ്ടും അടുത്തൊരു കണക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ 2 കപ്പാസിറ്റേഴ്സും പാരലായിട്ട് വരും. പിന്നെ വീണ്ടും ഈ 2 കപ്പാസിറ്റേഴ്സ് എങ്ങനെ ആയിരിക്കും? ഇത് 2 പാരലായിരിക്കും. ഇതെല്ലാം സി ആണ്. ഇതെല്ലാം സി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോക്കി ഇതിൻ്റെ ഇതിൻ്റെ ഈ എൻഡ് വന്നിരിക്കുന്നത് എയിലേക്കാണ്. ഈ എൻഡ് വന്നിരിക്കുന്നത് ബിയിലേക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയും ഈ എൻഡ് എയിലേക്കും ഈ എൻഡ് എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? ബിയിലേക്കും. അപ്പോൾ ഈ 2 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വരും. അപ്പോൾ ഈ എല്ലാ കപ്പാസിറ്റേഴ്സും എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫിഗർ എങ്ങനെ വരയ്ക്കാൻ പറ്റും? എത്ര ഉണ്ട്? ഇവിടെ നമുക്ക് 6 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഈ 6 കപ്പാസിറ്റേഴ്സ് എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ 1 2 3 4 5 6. ഈ എല്ലാത്തിൻ്റെ ഒരെൻ്റെ എയിലേക്കും ഒരെൻ്റെ ബിയിലേക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ എല്ലാ കപ്പാസിറ്റേഴ്സും പാരലായിരിക്കും. അപ്പോൾ ഈ 6 കപ്പാസിറ്റേഴ്സും പാരലാണ്. അപ്പോൾ സിയും. അപ്പം 6 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വന്നാൽ നമുക്കറിയാം വാട്ട് ഈസ് എഫക്റ്റീവ് കപ്പാസിറ്റി. ഇപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6C ആയിരിക്കും. ഇപ്പോൾ 6 ഐഡൻറ്റിക്കൽ കപ്പാസിറ്റീസ് പാരലായിട്ട് വന്നാൽ വാട്ട് ഈസ് ആൻസർ? 6 × C ആയിരിക്കും. ഇപ്പോൾ ഇവിടെ സി എത്രയാണ്? 2 മൈക്രോഫാഡ് ആണ്. അപ്പോൾ 6 × 2. അപ്പോൾ ആൻസർ നമുക്ക് 12 മൈക്രോഫാഡ് എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് മാച്ച്ഡ് പെയർ. ഡയമagnetic ഗാഡോളിനിയം, നമുക്കറിയാം ഗാഡോളിനിയം ഒരു ഫെറോമാഗ്നറ്റിക് ആണ്. പിന്നെ സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് അൽനിക്കോ ഹാർഡ് ഫെറോമാഗ്നറ്റിക് ആണ്. പിന്നെ ഹാർഡ് ഫെറോമാഗ്നറ്റിക് കോപ്പർ സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് എന്നാണ് പറയുന്നത്. ആക്ച്വലി കോപ്പർ ഡയമagnetic ആണ്, പക്ഷേ എങ്കിലും നിങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട് കോപ്പർ സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാരാമാഗ്നറ്റിക് സോഡിയം കാൽഷ്യം എന്നാണ് പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. A long solenoid with 500 turns per unit length carries a current of 1.5 ampere. The magnetic induction at one of the ends of the solenoid on its axis nearly. ഇപ്പോൾ സോളിനോഡിൻ്റെ ഒരു എൻഡിൽ വരുന്ന ഫീൽഡ് നമുക്കറിയാം ഹാഫ് ഇൻറ്റു മ്യൂ0 ഇൻറ്റു സ്മോൾ n എന്നായിരിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു മ്യൂ0 എത്ര? 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ. ഇവിടെ 500 ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ 500 ആണ്. 500 ഇൻറ്റു കറണ്ട് 1.5 ആംപിയർ. ഇത് 2π ഇൻറ്റു 5 ഇൻറ്റു 1.5 ഇൻറ്റു 10⁻⁻5 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് 15 ഇൻറ്റു 3.14 ഇൻറ്റു 10⁻⁵ എന്ന് വരും. അപ്പോൾ ആൻസർ 47 ഇൻറ്റു 10⁻⁵ അത്രയും ടെസ്ല എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഹാസ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് 50 ആൻഡ് കറണ്ട് ഗെയിൻ 25. ദ പവർ ഗെയിൻ. ഇപ്പോൾ പവർ ഗെയിൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ കറണ്ട് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ആണ് പവർ ഗെയിൻ. ഇപ്പോൾ ഇവിടെ 25 ഇൻറ്റു 50 ആണ് ആൻസർ. ഇപ്പോൾ ആൻസർ 1250 എന്ന് വരും. ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മിററിൻ്റെ കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഓഫ് മിറർ എന്ന് പറയുമ്പോഴത്തേക്കും M = F/F-U ആണ്. F/F-U. അപ്പോൾ ഈ മാഗ്നിഫിക്കേഷൻ 3 ടൈംസ് ആണ്. അത് റിയൽ ആണെങ്കിൽ മൈനസ് ആയിരിക്കും. അപ്പോൾ -3 = F/F-U. നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എടുക്കുക, -20 എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് -3F -60 F എന്ന് വരും. ഓക്കെ, അപ്പം -4F നമുക്ക് 60 എന്ന് വരും. അപ്പോൾ F -15 കിട്ടും. ഇപ്പോൾ കോൺകേവ് ആയതുകൊണ്ടാണ് മൈനസ് കിട്ടിയത്. സോ ആൻസർ ഈസ് 15. ആൻസർ ഈസ് 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് അത് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ കഴിഞ്ഞ ഹോൾ ടോപ്പിക് എക്സാം, അപ്പോൾ അതിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. സൈലായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 4.25 gram ഓഫ് അമോണിയ ഈസ് അപ്രോക്സിമേറ്റ്ലി. 4.25 gram അമോണിയയിലുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ്. നമുക്കറിയാം അമോണിയ, 1 മോൾ അമോണിയ എന്ന് പറയുന്നത് 17 gram ആണ്. അമോണിയയുടെ മോളിക്കുലർ മാസ് 17 gram ആണ്. അപ്പോൾ 17 gram അമോണിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് ഉണ്ട്. 6.023 × 10⁻23 അമോണിയ മോളിക്യൂൾസ് ഉണ്ട്. ഓരോ അമോണിയ മോളിക്യൂളിനകത്തും 4 ആറ്റങ്ങളുണ്ട്. ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. സോ ഓരോ മോളിക്യൂളിലും 4 ആറ്റംസ് ഉണ്ട്. സോ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇതേ ഇൻറ്റു 4 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 17 gram അമോണിയയിൽ ഇത്രയും ആറ്റംസ് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 4.25 gram അമോണിയയിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. എക്സ്. Therefore x is equal to 4.25 × 6.02 × 10⁻23 × 4/17 വരും. ഈ 4.25 × 4 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ ആ 17ഉം ഈ താഴെയുള്ള 17 ക്യാൻസൽ ചെയ്തും. സോ വി ഗെറ്റ് 6.02 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 2. How many grams of O2 are required to burn completely 285 gram of octane? അപ്പോൾ ഇതൊരു സ്റ്റോയിഷോമെട്രിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. ഒക്ടെയിൻ എന്ന് പറഞ്ഞാൽ C8H18 ആണ്. സോ ബേൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഉണ്ടാകും. 8 കാർബൺ ഉണ്ട്,
സോ ഹിയർ 8 കാർബൺ ഡൈ ഓക്സൈഡ്, 18 ഹൈഡ്രജൻ ഉണ്ട്, സോ 18ൻ്റെ ഹാഫ് 9H2O. ഹിയർ 2 × 8 16, ഹിയർ 9, 16 + 9 25 ഓക്സിജൻ, സോ ഹിയർ 25/2 എന്ന് വരും. സോ 1 മോൾ ഒക്ടേൻ കംപ്ലീറ്റ് ആയിട്ടും ബേൺ ചെയ്യണമെങ്കിൽ 25/2 മോൾ ഓക്സിജൻ വേണം. ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാംസ് ഓഫ് O2? ഓക്സിജൻ്റെ മാസ് ആണ് വേണ്ടത്. കംപ്ലീറ്റ്ലി ബേൺ 285 ഗ്രാം ഒക്ടേൻ, ഒക്ടേൻ്റെ മാസ് തന്നിരിക്കണം. അപ്പോൾ നമുക്കത് ഇതിൻ്റെ മാസിലോട്ട് മാറ്റാം. 1 മോൾ ഒക്ടേൻ, ഒക്ടേൻ്റെ മോളിക്കുലർ മാസ് 114 ഗ്രാം എന്നാണ്. സോ 114 ഗ്രാം ഒക്ടേൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 25/2 ഇൻറ്റു O2ൻ്റെ മാസ് 38 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 285 ഗ്രാമിന് എത്ര വേണ്ടി വരും എന്നാണ്. ഇത് എക്സ് എന്ന് കൊടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു 285 ഇൻറ്റു 25/2 ഇൻറ്റു 32. ഇവിടെ 114. ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1000 ഗ്രാം എന്ന് കിട്ടും. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. Question number 3. The velocity of electron in the hydrogen atom is 2.2 into 10⁻⁶ meter per second. The de Broglie wavelength for this electron is. Velocity തന്നിട്ടുണ്ട്. de Broglie wavelength കണ്ടുപിടിക്കണം. അപ്പോൾ de Broglie wavelength ഇക്വേഷൻ ഇതാണ്. ലാംഡ is equal to h/mv എന്നാണ്. കണ്ടുപിടിക്കേണ്ടത് de Broglie wavelength ആണ്. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.626 ഇൻറ്റു 10⁻⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. ഈ ഇക്വേഷനിൽ എച്ചിൻ്റെ യൂണിറ്റ് ഇതാണ് എടുക്കേണ്ടത്. എനർജിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേ നമ്മൾ ജൂൾ സെക്കൻഡ് എന്ന് എടുക്കണം. ഇവിടെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസാണ്. 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. വേ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ്. That is 2.2 into 10⁻⁶ meter per second എന്ന് വരും. അപ്പോൾ നമുക്കത് ഇവിടെ 6.6 എടുത്താൽ മതി. 6.6ഉം 2 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 എന്ന് വരും. ഈ 3യും 9 ക്യാൻസൽ ചെയ്യാം. താഴെ 3 എന്ന് എടുക്കാം. അപ്പോൾ അത് 1/3 എന്ന് പറഞ്ഞാൽ 0.33 എന്ന് എടുക്കാം. 0.33 ഇൻറ്റു 10⁻⁻34 -31 ഇൻറ്റു 10⁻⁶ ഉണ്ട്. അപ്പോൾ -25 എന്നായി. അത് മുകളിലേക്ക് വരുമ്പോഴേക്കും 10⁻25 എന്നായി. അപ്പോൾ അതെങ്ങനെ മാറും? സോ യൂണിറ്റ് കിലോഗ്രാം ക്യാൻസൽ ചെയ്തും സെക്കൻഡ് ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തും ഒരു മീറ്ററും ക്യാൻസൽ ചെയ്തും നമുക്ക് അത്രയും മീറ്റർ എന്ന് കിട്ടും. ഓർ 0.33 ഇൻറ്റു 10⁻⁻9 മീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.33 നാനോമീറ്റർ എന്ന് നമുക്ക് എടുക്കാം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിട്ട് എടുക്കാം. Question number 4. The correct order of increasing energy of atomic orbitals. കുറേ സബ്ഷെല്ലുകളുടെ എനർജിയുടെ ഓർഡറാണ്. അപ്പോൾ നമ്മൾ n+l റൂൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. n+l റൂൾ. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് 5p ഉണ്ട്, 4f ഉണ്ട്, 6s ഉണ്ട്, 5d ഉണ്ട്. സോ ഇതിൻ്റെ എല്ലാം എന്നിൻ്റെ വാല്യൂ നോക്കുക, എല്ലിൻ്റെ വാല്യൂ നോക്കുക, എന്നിട്ട് ഇത് n+l വാല്യൂ നോക്കുക. n+l വാല്യൂ കൂടുതലാണെങ്കിൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 5, എന്നിൻ്റെ വാല്യൂ 4, 6, 5. എൽ പി ആകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 1, എഫ് ആകുമ്പോൾ 3, എസ് ആകുമ്പോൾ 0, ഡി ആകുമ്പോൾ 2. 5 + 1 6, 4 + 3 7, 6 7. അപ്പോൾ n+l വാല്യൂ കൂടുന്നതനുസരിച്ച് എനർജി കൂടി വരും. n+ വാല്യൂ കുറവാണെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ കുറവ് 6 ആണ്. ഒരു സെയിം വാല്യൂ വന്നു കഴിഞ്ഞാൽ n വാല്യൂ കുറവാർക്കാണോ അയാൾക്ക് എനർജി കുറവായിരിക്കും. അപ്പോൾ ഇതിനാണ് 6, ഇത് 5 ആണ്, ഇത് 6 ആണ്. അപ്പോൾ 5pക്കാണ് എനർജി ഏറ്റവും കുറവ്. 5p ആദ്യം വരുന്ന ഓപ്ഷൻ നോക്കുക. 5p ലെസ് ദാൻ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 6s. പിന്നെ രണ്ടുപേർക്കും 7 ആണ്. 4fനും 5dക്കും 7 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കുറഞ്ഞ ആൾ 4 ആണ്. അപ്പോൾ 4f ലെസ് ദാൻ 5d ഇങ്ങനെ വരും. 5p 6s 4f 5d. Option 2 is the answer. Question number 5. The successive ionization enthalpies of an element M in kilojoule per mole are given as IE1, IE2, IE3, IE4. വാല്യൂ നേടേണ്ട ഫോർമുല ഓഫ് ഇറ്റ് സൾഫേറ്റ്.
അപ്പോൾ ഈ സക്സസീവ് ആയിട്ടുള്ള അയണൈസേഷൻ താൽവിയുടെ വാല്യൂവിൽ നിന്ന് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എണ്ണം കണ്ടുപിടിക്കണം. വാലൻസ് ഇലക്ട്രോൺ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്ന ഏതൊക്കെ വാല്യൂ തമ്മിലാന്ന് നോക്കും. 736ഉം 1450 ഡിഫറൻസ് ഒരു 700-ൻ്റെ അടുത്തേ ഉള്ളൂ. 1450ഉം 7020 ഡിഫറൻസ് ഒരു 6000-ൻ്റെ അടുത്ത് വരും. അത് ഡിഫറൻസ് ഒരു 3000 ഡിഫറൻസ് വരും. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ഏറ്റവും കൂടുതൽ. I1ഉം I2 തമ്മിലാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ 2 ആണ്. I2ഉം I3 തമ്മിലാണ് ഡിഫറൻസ്. I2ഉം I3 തമ്മിലാണ് ഏറ്റവും വലിയ ഡിഫറൻസ് വരും. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ 2. വാലൻസ് ഇലക്ട്രോൺ 2 വരുന്ന എലമെൻറ്റുകളുടെ വാലൻസിയും 2 ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അപ്പോൾ അവരുടെ വാലൻസി 2 ആണ്. അപ്പോൾ നമുക്ക് എം ചിലർ എടുക്കാം. എമ്മിൻ്റെ വാലൻസി 2 ആണ്. പിന്നെ അതിൻ്റെ സൾഫേറ്റ് SO4 2- ആണ്. സൾഫേറ്റിൻ്റെയും വാലൻസി 2 അല്ലേ. ഇത് 2+ ആണ്, ഇത് 2- ആണ്. രണ്ടുപേരുടെയും വാലൻസി സെയിം ആണ്. അപ്പോൾ അത് MSO4 എന്ന് പറയാം. കാൽഷ്യം സൾഫേറ്റ് CSO4, മാഗ്നീഷ്യം സൾഫേറ്റ് MgSO4 അവരൊക്കെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. വാലൻസ് ഇലക്ട്രോൺ 2 ആണ്. സോ MSO4 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. Which of the following has a bond order of 1.75? ClO3-, ClO4-, CO3 2- all have same bond. ClO3- നമ്മൾ നോക്കാതെ ക്ലോറേറ്റ് അയോൺ ആണ്. അപ്പോൾ ക്ലോറേറ്റ് അയോൺ സ്ട്രക്ചർ വരികയാണെങ്കിൽ സെൻട്രൽ ആറ്റം ക്ലോറിൻ, 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. സോ ഞാൻ ഇവിടെ ഇങ്ങനെ 3 ഓക്സിജൻ കൊടുത്തു. 1 2 3 3 ഓക്സിജൻ കൊടുത്തു. ClO3- ആണ്, ഒരു മൈനസ്. അപ്പോൾ ഒരു ഓക്സിജനുമായുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും, ബാക്കി 2 ഡബിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് റെസൻസ് കാണിക്കുന്ന മോളിക്കളാണ്. കാരണം ഈ സിംഗിൾ ബോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, സിംഗിൾ ബോണ്ട് ഇവിടെ വരയ്ക്കാം, അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത്തരം റെസൻസ് കാണിക്കുന്ന കേസുകളിൽ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഇതാണ്. എല്ലാ ബോണ്ടൊന്ന് കൂട്ടി നോക്കുക. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. എല്ലാ സ്ട്രക്ചറും പഠിച്ചു നോക്കാതെ ഒറ്റ സ്ട്രക്ചറിന് കണ്ടുപിടിക്കാനാണെങ്കിൽ എല്ലാ ബോണ്ടും കൂട്ടി നോക്കുക. ഇത് 1 2 3 4 5 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് 3 ആണ്. ഈ സിംഗിൾ ബോണ്ട് ഇവിടെ വരയ്ക്കാം, 3 സ്ട്രക്ചർ വരയ്ക്കാം. സോ 5/3 എന്ന് പറഞ്ഞാൽ 1.33 വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ClO4- സെൻട്രൽ ആരം Cn, ഒരു 4 ഓക്സിജൻ ഇങ്ങനെ കൊടുത്തു. ഒരു മൈനസ് ആണ്. അപ്പോൾ ഒരു ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും, ബാക്കിയെല്ലാം ഡബിൾ ബോണ്ടായിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാ ബോണ്ടും കൂട്ടി നോക്കുക. അപ്പോൾ 2 4 6 7 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ്. ഈ സിംഗിൾ ബോണ്ട് ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാൻ പറ്റും. 7/4 1.75. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിട്ട് കിട്ടും. എല്ലാം സെയിം ബോണ്ട് ഓർഡർ അല്ല. കാർബണേറ്റ് ആണെങ്കിൽ സെൻട്രൽ ആറ്റം കാർബൺ, ചുറ്റിനും 3 ഓക്സിജൻ 2- ആണ്. അപ്പോൾ അത് 2 ഓക്സിജനുമായിട്ട് ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. 5/3 1.66 അല്ലേ, 1.66. ഇത് ഡബിൾ ബോണ്ടായിട്ട് മാറി. ഇവിടെ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്, ഡിവൈഡ് ബൈ 3. 4/3 ആണ് 1.33 കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. 5/3 എന്ന് പറഞ്ഞാൽ 1.66 ആണ്. സോ 1.75 വരുന്ന ആരും തന്നെ ഇല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ ദി മോളിക്കുലർ orbital diagram for O2+ ion, the highest occupied orbital is. O2 എന്ന് പറയുമ്പോൾ അതിനകത്ത് 16 ഇലക്ട്രോൺസ് ഉണ്ട്. O2+ എന്ന് പറയുമ്പോഴേയും അതിൻ്റെ ഇലക്ട്രോൺ പോയി 15 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ σ1s2, σ*1s2, σ2s2, σ*2s2, σ2p2, π2px2 is equal to π2py2. ഇത്രയും വരുമ്പോൾ 14 ഇലക്ട്രോൺസ് ആയി. ദെൻ 15ാമത്തെ ഇലക്ട്രോൺ വരുന്നത് π*2px1ലാണ്. π*2px1 എന്ന് പറഞ്ഞാൽ π* മോളിക്കുലാർ ഓർബിറ്റിലാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, π* മോളിക്കുലാർ ഓർബിറ്റിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. If 900 Joule/gram of heat is exchanged at a boiling point of water, then what is in increase in entropy എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ΔS = ΔH/T. ബോയിലിങ്ങിന് ബന്ധപ്പെട്ടാണ്. അപ്പോൾ TB എന്ന് പറയും.
Delta S is equal to delta H divided by TB. Delta H is equal to delta S is equal to delta H divided by TB. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താൽപി ചേഞ്ച് ആണ്. പെർ മോളിലാണ് പറയേണ്ടത്. ഇവിടെ പെർ ഗ്രാമിലാണ് 900 ജൂൾ വോളിയം ഓഫ് വാട്ടർ. 900 ജൂൾ പെർ ഗ്രാം ആണ്. നമുക്ക് ജൂൾ പെർ മോളാണ് വേണ്ടത്. ജൂൾ പെർ ഗ്രാം ആകുമ്പോൾ 900 ജൂൾ പെർ ഗ്രാം. പെർ മോൾ എന്ന് പറയുമ്പോഴേയും ഇൻറ്റു 18. അപ്പോൾ അത് ജൂൾ പെർ മോളായിട്ട് മാറും. ഡിവൈഡ് ബൈ ബോയിലിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കെൽവിനിലോട്ട് മാറണം. 373 കെൽവിൻ എന്ന് വരും. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുക. നമുക്കിത് സോൾവ് ചെയ്യുമ്പോഴേയും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. 43.4 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് ആൻസർ വരും. ക്വസ്റ്റ്യൻ നമ്പർ 9. 5 moles of an ideal gas expands isothermally and reversibly from a volume of 6 liter to 60 liter at a 300 Kelvin. The work during the process is. അപ്പോൾ ഇത് റിവേഴ്സിബിൾ വർക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് വർക്കിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ഒരു W റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു -2.303 nRT log V2 by V1 എന്ന ഇക്വേഷൻ വരും. സോ -2.303 ഇൻറ്റു n ഈസ് ദി നമ്പർ ഓഫ് മോൾസ് 5 മോൾസ്. ആറിൻ്റെ വാല്യൂ കിലോ ജൂളിലാണ് ആൻസർ. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിലോ ജൂളിലാകുമ്പോൾ 8.314 ഇൻറ്റു 10⁻³ കിലോ ജൂൾ എടുക്കണം. ടെമ്പറേച്ചർ 300 കെൽവിൻ. ലോഗ് V2 ഫൈനൽ വോളിയം 60. V1 ഇനീഷ്യൽ വോളിയം 6. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും -2.30. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് -2.3 നടക്കാം. 5 ഇൻറ്റു 8.3 ഇൻറ്റു 10⁻³ ഇൻറ്റു 300 ഇൻറ്റു ലോഗ് 60/6 ലോഗ് 10 ആണ്. ലോഗ് 10ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ -2.3 ഇൻറ്റു 5 ഇൻറ്റു 8.3 ഇൻറ്റു 10⁻³ ഇൻറ്റു 300 ആണെങ്കിൽ 0.3 നടക്കും. സോ 0.3. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. നമുക്ക് എന്തായാലും കിട്ടുന്ന ആൻസർ മൈനസ്, എല്ലാ ഓപ്ഷനും മൈനസ് ആണ്. അപ്പോൾ ഇത് 2 10 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഏകദേശം കിട്ടുന്ന ആൻസർ നമുക്കൊരു -28.72 കിട്ടും. സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ എന്ന് വരും. Question number 10. In the dissociation of PCl5 as PCl5 gives ഇത് equilibrium മാർക്കാണ്. PCl5 gives PCl3 plus Cl2. If the degree of dissociation is alpha at equilibrium pressure P, then equilibrium constant for the reaction is. അപ്പോൾ റിയാക്ഷൻ PCl5 in equilibrium with PCl3 and Cl2. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോഴേയും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് അറ്റ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് 1 ആയിട്ട് എടുക്കും. അങ്ങനെ തരാത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് 1 ആയിട്ട് എടുക്കും. ഇത് 1, അപ്പോൾ ഇത് 0, ഇത് 0. തുടക്കത്തിൽ റിയാക്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു ഇക്വിലിബ്രിയം സമയത്ത് അറ്റ് ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ആൽഫ പെർസെൻറ്റേജ് 1ൽ നിന്ന് 1ൻ്റെ ആൽഫ പെർസെൻറ്റേജ് പോയി. 1 - 1 ആൽഫ, 1 - 1 ആൽഫ, ദാറ്റ് ഈസ് ആൽഫ. അപ്പോൾ ഇവിടെ ഒരു PCl3 ഉണ്ടാവും, ഒരു Cl2 ഉണ്ടാവും. ഒരു മോൾ PCl4 ആണെങ്കിൽ ഒരു PCl3, ഒരു Cl2. അപ്പോൾ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് പോയേക്കണ ആൽഫയാണ്. ഇവിടെ ആൽഫ ഉണ്ടാവും, ഇവിടെ ആൽഫ ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് പ്രഷർ ടൈമിലാണ്. Kp ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Kp കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസും കൂടി കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം Kp കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യമുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 1 - ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ. ഒരാൽഫ മൈനസ് ആൽഫ പ്ലസ് ആൽഫ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 1 + ആൽഫ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ Kpയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. Kp ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് PCl3 ഇൻറ്റു
പാർഷ്യൽ പ്രഷർ ഓഫ് Cl2 ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് PCl5 എന്നാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് PCl3 എന്ന് പറഞ്ഞാൽ PCl3 നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഇക്വിലിബ്രിയം പ്രഷർ. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ എന്നല്ലേ. അപ്പോൾ അതെങ്ങനെ വരും? പാർഷ്യൽ Cl2 എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് PCl5 നമ്പർ ഓഫ് മോൾസ് 1 മൈനസ് ആൽഫ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഇക്വിലിബ്രിയം പ്രഷർ. ഇങ്ങനെ വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അതേ ഒരു പിയും ക്യാൻസൽ ചെയ്തു. ഈ പിയും ക്യാൻസൽ ചെയ്തു. 1 പ്ലസ് ആൽഫ ക്യാൻസൽ ചെയ്തു. ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ. പിന്നെ അവിടെ ഒരു പി ഉണ്ട്. 1 പ്ലസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് വരും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. 1 മൈനസ് ആൽഫ സ്ക്വയർ. സോ ആൽഫ സ്ക്വയർ പി ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. സോ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ എന്ന് വരും. Question number 11. Nitric oxide act as a reducing agent in the reaction. Nitric oxide എന്ന് പറഞ്ഞാൽ NO ആണ്. Nitric oxide NO reducing agent എന്ന് പറയുമ്പോഴേയും അത് ഓക്സിഡേഷന് വിധേയമാകണം. ഓക്സിഡേഷന് വിധേയമാകുന്നവരാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം നൈട്രജൻ്റെ ഇവിടുത്തെ ഓക്സിജൻ നമ്പർ +2 ആണ്. +2 കൂടണം. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി. ഇവിടെ നൈട്രിക് ഓക്സൈഡ് റിയാക്ഷനിലില്ല. അപ്പോൾ ആദ്യത്തെ റിയാക്ഷനിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ ഇതല്ല. ഇവിടെ NO നൈട്രജൻ്റെ സ്റ്റേറ്റ് +2 ആണ്. ഇവിടെ നൈട്രജൻ +5 ആണ്. ഇത് ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആൻസർ വരാം. ഇവിടെ നൈട്രജൻ +2 സ്റ്റേറ്റ് ആണ്. N2O ആയിട്ട് മാറുകയാണ്. +1 സ്റ്റേറ്റ് ആണ്. ഇവിടെ ഓക്സിജൻ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നൈട്രജൻ +2 സ്റ്റേറ്റ് ആണ്. ഇവിടെയും +1 ആണ്. ഇവിടെയും കുറയാണ്. റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നമ്മൾ ഓക്സിജൻ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ റെഡ്യൂസിംഗ് ആക്ട് ചെയ്യുന്നത് ഓപ്ഷൻ 2-ലാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 എന്ന് പറയാം. Question number 12. Which of the following reactions not associated with the Solvay process for the manufacture of sodium carbonate? Sodium carbonate prepare ചെയ്യുന്ന മെത്തേഡാണ് Solvay process. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അമോണിയയുടെ സൊല്യൂഷനിലോട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അമോണിയം ബൈകാർബണേറ്റ് കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അമോണിയം ബൈകാർബണേറ്റ് NH4. അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ അതിലുള്ളതാണ്. അതിനെ നമ്മൾ ബ്രൈൻ സൊല്യൂഷനുമായി ട്രീറ്റ് ചെയ്യുന്നു. NaCl ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് NaHCO3 എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. ഈ സോഡിയം നമ്മൾ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണേ? സോഡിയം കാർബണേറ്റ് കിട്ടണേ എന്ന് പറയും. ഇതാണ് സോൾവേ പ്രോസസ്സ്. അപ്പോൾ ബ്രൈൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് അതുണ്ട്. ഇതിന് ചൂടാക്കുന്ന പ്രോസസ്സ് ഉണ്ട്. NaOH പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ സ്റ്റെപ്പ് ഇല്ല. സോ ലാസ്റ്റ് ഓപ്ഷനാണ് ആൻസർ എന്ന് പറയുന്നത്. അലുമിനിയം യൂട്ടൈൽസിൽസ് ക്യാൻ ബി പാസിവേറ്റഡ് ബൈ. അലുമിനിയം പാസിവേഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യും. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നൈട്രിക് ആസിഡ് അലുമിനിയം ഒരു കോട്ടിംഗ് ഉണ്ടാകും, ഒരു ഓക്സൈഡ് ഫിലിം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി കുറയ്ക്കുന്ന ഫിനോമിനയാണ് നമ്മൾ പാസിവേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, കോൺസെൻട്രേറ്റഡ് HNO3. Question number 14. In diborane the hybridization of boron is. ഡൈബൊറൈൻ B2H6 ആണ്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഇക്വേഷൻ വഴി കിട്ടത്തില്ല. അത് കാണാമെന്ന് ഓർത്തിരിക്കുക. ഡൈബൊറൈൻ്റെ സ്ട്രക്ചറിൻ്റെ അകത്ത് 2 ബോറോൺ 4 ഹൈഡ്രജൻ ഒരു പ്ലെയിനിലാണ്. പിന്നെ ഒരു ബ്രിഡ്ജഡ് ഹൈഡ്രജൻ ഉണ്ട്. ഇങ്ങനെ വരും 2 ബ്രിഡ്ജ് ഹൈഡ്രജൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 ബോണ്ടുകൾ ചുറ്റിനുണ്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഞാൻ 4 ഓർബിറ്റ്സ് പങ്കെടുക്കും. sp3 ആണ്. ഇതിൽ ഒരെണ്ണം ഇലക്ട്രോൺസ് ഇല്ലാത്ത വേക്കൻറ്റ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഫോർമുല ചെയ്യുമ്പോൾ കിട്ടാത്തത്. അപ്പോൾ അത് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 ബോറോണും sp3 സ്റ്റേറ്റിലാണ്. ഡൈബൊറൈൻ 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളും അതുപോലെ 2 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളുമുള്ള ഒരു മോളിക്യൂളാണ്. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് ആർ ഓൾസോ കോൾഡ് ബനാന ബോണ്ട്. 2 ബനാന ടൈപ്പ് ബോണ്ടുള്ള ഒരു മോളിക്യൂളാണ് ഡൈബൊറൈൻ എന്നൊക്കെ പറയുന്നത്. Question number 15. A crystalline mineral contains cubic unit cells where iron atoms occupy the corners of the cube, oxygen atoms at the face center, and tungsten atoms at the body center. The composition of the mineral is.
അപ്പോൾ അയൺ ഉണ്ട്, ടങ്സ്റ്റൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അയൺ ഓക്യുപ്പൈ ദ കോർണർ. ഒരു യൂണിറ്റ്സിൽ 8 കോർണർ ഉണ്ട്. കോർണറിൽ വരുന്ന പാർട്ട് 1/8 ആണ്. പിന്നെ ഓക്സിജൻ അറ്റ് ദ ഫേസ് സെൻറ്റർ. ഒരു യൂണിറ്റ് സെല്ലിന് 6 ഫേസ് ഉണ്ട്. ഫേസിൽ വരുന്ന പാർട്ട് 1/2 ആണ്. പിന്നെ ടങ്സ്റ്റൺ ബോഡി സെൻറ്ററിലാണ്. ഒരു ബോഡി സെൻറ്റർ ഉണ്ട്. ബോഡി സെൻറ്ററിൽ വരുന്ന പാർട്ട് 1 പാർട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഫോർമുല Fe 8 1/8 1 ആണ്. W 1 ആണ്. O3 Fe W O3 എന്ന് പറയും. സോ നമ്മുടെ ആൻസർ എന്ന് പറയേണ്ടത് ഓപ്ഷൻ 3 ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Copper crystallizes in a cubic lattice with a unit cell edge length of 360 picometer and a density of 9 gram per centimeter cube. The type of cubic lattice in which it crystallizes is. അപ്പോൾ ഏത് ടൈപ്പ്, സിമ്പിൾ ആണോ, ഫേസ് സെൻറ്റേഡ് ആണോ, ബോഡി സെൻറ്റേഡ് ആണോ, എഡ്ജ് സെൻറ്റേഡ് ആണെന്ന് കണ്ടുപിടിക്കണം. കോപ്പർ എന്ന് പറയുമ്പോഴേക്കും അത് അറിവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. കോപ്പർ, സിൽവർ, ഗോൾഡൊക്കെ CCP ലാറ്റിസ് ആണ്. CCP എന്ന് പറഞ്ഞാൽ ക്യൂബിക് ക്ലോസ് പാക്ഡ് ആണ്. അതിൽ നമ്മളൊരു യൂണിറ്റ്സിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് FCC ടൈപ്പ് ലാറ്റിസ് ആണ്. FCC യൂണിറ്റ്സ് എല്ലാം കിട്ടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കോപ്പർ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. കോപ്പർ ആണെങ്കിൽ FCC ആണ്. ഇനി ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ അവരെല്ലാം BCC ആണ്, ബോഡി സെൻറ്റർ ആണ്. അപ്പോൾ ലിഥിയം എന്നോ സോഡിയം എന്നോ പൊട്ടാസ്യം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ട ആവശ്യമില്ല. നമുക്ക് BCC ആണെന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇനിയിപ്പം സംശയം ഉണ്ടെങ്കിൽ നമ്മളിത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. റോ ഇസ് ഈക്വൽ ടു Z ഇൻറ്റു M ഡിവൈഡ് ബൈ A ക്യൂബ് ഇൻറ്റു NA എന്നാണ്. ഇത് കണ്ടുപിടിക്കേണ്ടത് ഇസഡിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ Z ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു A ക്യൂബ് ഇൻറ്റു NA ഡിവൈഡ് ബൈ M എന്ന് വരും. റോയുടെ വാല്യൂ എന്നിട്ടുണ്ട് 9 gram per centimeter cube. എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 360 പൈക്കോമീറ്റർ ആണ്. എഡ്ജ് ലെങ്തിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റേണ്ടേ 10⁻10 സെൻറ്റിമീറ്റർ ദ ഹോൾ ക്യൂബ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6 × 10⁻23 ആണ്. M എന്ന് പറയുന്നത് കോപ്പർ ആണ്. കോപ്പറിൻ്റെ മാസ് 63.5 ആണ്. സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 4 ആണെങ്കിൽ നമുക്ക് FCC എന്ന് പറയും. 1 ആണെങ്കിൽ സിമ്പിൾ, 2 ആണെങ്കിൽ ബോഡി സെൻറ്റർ, അങ്ങനെയൊക്കെ നമുക്ക് പറയാനൊക്കെ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 17. If osmotic pressure of 1 molar urea is pi, what will be the osmotic pressure for 0.1 molar NaCl at the same temperature? Osmotic pressure ഇതാണ്. പൈ is equal to I ഇൻറ്റു സി ഇൻറ്റു RT, ICRT. ഇതാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ 1 മോളാർ യൂറിയ അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ഇങ്ങനെ പറയാം. ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 1 മോളാർ യൂറിയ ഈസ് പൈ. അപ്പോൾ പൈ തന്നെ നിരക്കുകയാണ്. യൂറിയ ആകുമ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. സിയുടെ വാല്യൂ കോൺസെൻട്രേഷൻ 1 മോൾ തന്നിട്ടുണ്ട്. സോ 1 × R × T, ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് ഞാൻ ഓസ്മോട്ടിക് പ്രഷർ π2 എന്ന് എഴുതാം. NaCl-നാണ് കണ്ടുപിടിക്കുന്നത്. 0.1 മോളാർ NaCl-ൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാനതിനെ π2 എന്ന് എഴുതി. π2 is equal to അത് ഇലക്ട്രോലൈറ്റ് ആണ്. I ഉണ്ട്. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. കോൺസെൻട്രേഷൻ ഉണ്ട്. 0.1 ആണ്. 2 × RT, ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ π2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 കൊടുക്കുകയാണെങ്കിൽ π ഡിവൈഡ് ബൈ π2 is equal to 1 × RT ഡിവൈഡ് ബൈ 2 × 0.1 0.2 RT എന്ന് വരും. RT ക്യാൻസൽ ചെയ്തു. സോ π2 is equal to 0.2 × π എന്ന് കിട്ടും. 0.2 × π. ഓപ്ഷൻ 4 is the answer. Question number 18. Consider the following aqueous solutions and assume 100% ionization of electrolyte. 0.1 molar urea, 0.04 molar ammonium sulfate, 0.05 molar calcium chloride, 0.005 molar NaCl. The correct statement regarding the above solution is freezing point lowest 1 ആണ്, freezing point highest 4 ആണ്, boiling point highest 4 ആണ്, vapor pressure highest 2 ആണ്. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വോളറ്റൈൽ സോൾവെൻറ്റിലോട്ട് നോൺ വോളൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയാണ്. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ്. റിലേറ്റീവ് ലോവറിങ് വേപ്പർ പ്രഷർ, വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ കുറയും. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻ്റെ വാല്യൂ
കൂടും. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കുറയും. ഓസ്മോട്ടിക് പ്രഷർ സോൾവെന്റിലൂടെ ആഡ് ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഡെവലപ്പ് ചെയ്യും. സൊല്യൂട്ട് അളവ് കൂടുന്നതനുസരിച്ച് എന്തെങ്കിലും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സൊല്യൂട്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിൻറ്റും ഓസ്മോട്ടിക് പ്രഷറും കൂടി വരുന്നുകൊണ്ടിരിക്കും. വേപ്പർ പ്രഷറും ഫ്രീസിംഗ് പോയിൻറ്റുമാണ് കുറയണേ. അപ്പോൾ നമുക്ക് ആദ്യം പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നോക്കാം. പാർട്ടിക്കിൾസ് നോക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഇൻറ്റു പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ്. കോൺസെൻട്രേഷൻ 0.1 ആണ്. യൂറിയ നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ എടുത്താൽ 0.1 ഇൻറ്റു 1 0.1. ഇത് 0.05 ഇൻറ്റു ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു കാൽഷ്യം അയോണായിട്ടും 2 ക്ലോറൈഡ് അയോണായിട്ടും മാറും. ഒരു കാൽഷ്യം 2 ക്ലോറൈഡും മൊത്തം 3 പേരായി. 0.05 ഇൻറ്റു 3 0.15 എന്ന് വരും. അലുമിനിയം സൾഫേറ്റ് 0.04 ഇൻറ്റു അലുമിനിയം സൾഫേറ്റ് 2 അലുമിനിയം 3 സൾഫേറ്റും മൊത്തം 5 അയോൺസായി. അപ്പോൾ 5 ഇൻറ്റു 0.04 0.2. ഇത് 0.005 ഇൻറ്റു 2 ആണ്. 0.002 എന്ന് കിട്ടും. അല്ല 0.01 എന്ന് വരും. അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 0.15 0.2 ആണ്. ഇതാണ് ഏറ്റവും വലിയ വാല്യൂ. ഏറ്റവും ചെറിയ വാല്യൂ ഇതുമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീസിംഗ് പോയിന്റ് വിൽ ബി ലോവസ്റ്റ് ഫോർ സൊല്യൂഷൻ 1 അല്ല. പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയത്തേ ഉള്ളൂ. പാർട്ടിക്കിൾസ് ഒന്നും കൂടുതൽ 2-നാണ്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് വിൽ ബി ലോവസ്റ്റ് ഫോർ സൊല്യൂഷൻ 2 എന്ന് വരണമായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല. ഫ്രീസിംഗ് പോയിന്റ് വിൽ ബി ഹയസ്റ്റ് ഫോർ സൊല്യൂഷൻ 4. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറവാണെങ്കിലാണ് ഫ്രീസിംഗ് പോയിന്റ് കൂടുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞ ആൾക്കാർ കൂടുതൽ ആൾക്കാരെന്ന് വെച്ചാൽ പാർട്ടിക്കിളിന് കുറഞ്ഞ ആൾക്കാർക്ക് ഫ്രീസിംഗ് പോയിന്റ് വലിയ ഹയസ്റ്റ് ഫോർ സൊല്യൂഷൻ 4 ഇതാണ് കുറവുള്ളത്. അപ്പോൾ ഇത് കറക്റ്റാണ്. ബോയിലിംഗ് പോയിന്റ് വലിയ ഹയസ്റ്റ് ഫോർ സൊല്യൂഷൻ 4. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് 2-നാണ്. അപ്പോൾ 4-നല്ല 2 എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതും തെറ്റാണ്. വേപ്പർ പ്രഷർ വിൽ ബി ഹയസ്റ്റ് ഫോർ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കുറയത്തേ ഉള്ളൂ. അപ്പോൾ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞ ആൾക്ക് അപ്പോൾ 4 എന്ന് വരണമായിരുന്നു. അല്ല 2 എന്നാണ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതേ ഉള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു സോൾവെൻറ്റിലോട്ട് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിൻറ്റ് കൂടും, ഫ്രീസിംഗ് പോയിൻറ്റ് കുറയും, ഓസ്മോട്ടിക് പ്രഷർ കൂടും. വേപ്പർ പ്രഷറും ഫ്രീസിംഗ് പോയിൻറ്റും കുറയും, ബോയിലിംഗ് പോയിൻറ്റും ഓസ്മോട്ടിക് പ്രഷറും കൂടിക്കൊണ്ടിരും. Question number 18. The standard EMF of the galvanic cell in which the cell reactions are follows. ഈ റിയാക്ഷൻ്റെ ഇ എം എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് രണ്ടിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇ എം എഫ് എന്ന് പറയണത് അല്ലെങ്കിൽ E0 സെൽ എന്ന് പറയണത് E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. തന്നിരിക്കുന്നത് 2 റിഡക്ഷൻ ടൈമിലാണ്. 2 റിഡക്ഷൻ ആണെങ്കിൽ ഹയർ വാല്യൂ ഏതാണോ അതാണ് കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ. ഇത് -0.72, ഇത് -0.42. സോ -0.42 ആണ് വലുത്. സോ മൈനസ് ഓഫ് -0.72. സോ -0.42 മൈനസിൻ്റെ മൈനസ് പ്ലസ് +0.72 എന്ന് പറയുമ്പോഴേക്കും +0.30 എന്ന് കിട്ടും. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ എന്ന് കിട്ടും. Question number 20. The lambda m infinity values of sodium acetate, HCl and NaCl in ohm inverse, centimeter square, mole inverse are 96, 425 and 188 respectively. The molar conductance of 0.01 mole acetic acid is 16.5 ohm inverse centimeter square mole inverse at the same temperature. The degree of dissociation of acetic acid at this concentration is. കണ്ടുപിടിക്കേണ്ടത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. സിമ്പിൾ ആൽഫയാണ്. ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം സി ഡിവൈഡ് ബൈ ലാംഡ എം 0 ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ ലാംഡ എം സി എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലെ വാല്യൂ 16.5. ഈ ഒരു പല കോൺസെൻട്രേഷൻ്റെ അത് വാല്യൂ 16.5 ആണ്. സോ 16.5. ഇവിടെ പെർസെൻറ്റേജ് ഇല്ല കേട്ടോ, കാരണം ഡിഗ്രി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 100 വേണ്ട. ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുള്ളൂ. അപ്പോൾ 16.5 ഡിവൈഡ് ബൈ ലാംഡ എം 0. ലാംഡ എം 0 കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ്
അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി സോഡിയം അസിറ്റേറ്റിൻ്റെ വാല്യൂ എന്നിട്ടുണ്ട്, HCl-ൻ്റെ വാല്യൂ എന്നിട്ടുണ്ട്. അപ്പോൾ ലാംഡ M0 ഓഫ് അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ലാംഡ M0 ഓഫ് സോഡിയം അസിറ്റേറ്റ് 96 പ്ലസ് ലാംഡ M0 ഓഫ് HCl, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 425. പിന്നെ അപ്പോൾ അസിറ്റേറ്റ് Na+H+Cl 4 കൊണ്ട് കിട്ടും. നമുക്ക് Na+NaCl-ൻ്റെ വാല്യൂ വേണ്ട. അപ്പോൾ Na+Cl മൈനസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേക്കും -188. ഇത് സോൾവ് ചെയ്യണം. 425 പ്ലസ് 100 ആണെങ്കിൽ 525, 4 കുറവാണെങ്കിൽ 525 521 -188 333 എന്ന് വരും. 333. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ 16.5 ഡിവൈഡ് ബൈ 33.3 ഇൻറ്റു 10 എഴുതുവാണെങ്കിൽ ഇത് ഡിവൈഡ് ബൈ ഇത് ഏകദേശം 2 വരും. 1 ഡിവൈഡ് ബൈ 20 1/20 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 20 0.05. അപ്പോൾ എന്തായാലും 0.05-നേക്കാൾ കുറച്ച് കുറവ് വരും. 0.05-നെ കുറച്ച് കുറവ് വരുന്ന ആൻസർ നോക്കിയാൽ മതി. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിസെപ്റ്റിക് ഡ്രഗ്? അയഡോഫോം ആൻറ്റിസെപ്റ്റിക് ആണ്, ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് ആണ്, ഗെമക്സെയിൻ ആൻറ്റിസെപ്റ്റിക് അല്ല, സൊഫ്രാമസെയിൻ ആൻറ്റിസെപ്റ്റിക് ആണ്. ഗെമക്സെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെക്ടിസൈഡാണ്. 666 C6 H6 Cl6 ഇതിനെയാണ് നമ്മൾ ഗെമക്സെയിൻ, ലിൻഡെയിൻ എന്നൊക്കെ വിളിക്കുന്നത്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡിനെയാണ്. അത് ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ്. 22. 1-phenyl ethanol can be prepared by the reaction of benzaldehyde with 1-phenyl ethanol. നമുക്ക് ബെൻസാൾഡിഹൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം. ബെൻസാൾഡിഹൈഡിനെ നമുക്ക് 1-phenyl ethanol ആക്കി മാറ്റണം. 1-phenyl ethanol എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇതാണ്, 1-phenyl ethanol. അപ്പോൾ ആൽഡിഹൈഡിനെ നമ്മളൊരു ആൽഡിഹൈഡ് സെക്കൻഡറി ആൽക്കഹോൾ ആക്കി മാറ്റണമെങ്കിൽ അത് ഗ്രിഗ്നാർഡ് റീജനുമായി ട്രീറ്റ് ചെയ്യണം. ഗ്രിഗ്നാർഡ് റീജൻറ്റ് തന്നിരിക്കുന്ന ആദ്യത്തെ ഗ്രിഗ്നാർഡ് റീജൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റീജൻറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസ് ആണെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ഫോർമാൽഡിഹൈഡ് ഒഴിച്ച് വേറെ ഏത് ആൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റീജനുമാണെങ്കിൽ നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. വേറെ കീറ്റോണും ഗ്രിഗ്നാർഡ് റീജനുമാണെങ്കിൽ ഫോളോഡ് ബൈ ഹൈഡ്രോളിസ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ടെർഷറി ആൽക്കഹോൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ബെൻസാൾഡിഹൈഡ് ആയതുകൊണ്ട് ഗ്രിഗ്നാർഡ് റീജനുമായി ട്രീറ്റ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ഇത് മാത്രമേ ഗ്രിഗ്നാർഡ് റീജൻ്റ് ഉള്ളൂ. അപ്പോൾ നമ്മളിത് ബെൻസാൾഡിഹൈഡിനെ CH3MgI ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബെൻസാൾഡിഹൈഡ് C∪OH മീഥൈൽ മഗ്നീഷ്യം അയഡൈഡ് CH3MgI ഈ ബോണ്ട് ഇങ്ങോട്ട് ചാടും. ഓക്സിജൻ മൈനസ്, കാർബൺ ചാർജ് പ്ലസ്. ഗ്രിഗ്നാർഡ് കിടക്കുന്ന ഏത് റിയാക്ഷനിൽ ഈ ബോണ്ട് പൊട്ടും, ഇത് മൈനസ് ഇത് പ്ലസ്. അപ്പോൾ ഈ മൈനസ് ചാർജ് C കാർബണിൽ പ്ലസ്സിൽ ഒന്ന് -CH3 വന്ന് അറ്റാച്ച് ചെയ്യും. CH3 ഓക്സിജനിൽ MgI വന്ന് അറ്റാച്ച് ചെയ്യും, MgI ഇവിടെ H ഉണ്ടായിരിക്കും. ദെൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസ് ആണ്. അപ്പോൾ ഈ ബോണ്ട് അങ്ങ് പൊട്ടും. ഇവിടെ H+ വരും, ഇവിടെ OH വരും. C6H5COH CH3 എന്ന് വരും. ഈ H ഇവിടെ തന്നെയുണ്ട്. സോ നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 എന്ന് പറയും. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റീജനും ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, വേറെ ഏതെങ്കിലും ആൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റീജനും ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ, കീറ്റോണും ഗ്രിഗ്നാർഡ് റീജനും ടെർഷറി ആൽക്കഹോൾ. ഇതൊക്കെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. ആൽഡിഹൈഡ്സിലോട്ടും കീറ്റോൺസിലൊക്കെ ഗ്രിഗ്നാർഡ് റീജൻ ആഡ് ചെയ്യുന്നതെല്ലാം ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. സോഡിയം സയനൈഡ് is sometimes added in the froth flotation process as a depressant when zinc sulfide and PBS minerals are present together because ZNS സിങ്ക് ബ്ലെൻഡും ഗലീനയും ഒരുമിച്ച് വരുമ്പോഴേക്കും ഒരു സൾഫൈഡ് ഓറിനെ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഡിപ്രസൻ്റ് ആണ് സോഡിയം സയനൈഡ്. അപ്പോൾ സോഡിയം സയനൈഡ് ആഡ് ചെയ്യുമ്പോഴേക്കും അതിലെ മോർ റിയാക്റ്റീവായിട്ടുള്ള സിങ്ക് സൾഫൈഡിൻ്റെ സർഫസിൽ വരുന്നത് ഇവർ കോട്ടിങ് കൊണ്ടാകും. അപ്പോൾ സിങ്ക് സൾഫൈഡിന് ഫ്രോത്തിനോട് വരാൻ പറ്റത്തില്ല, PBS മാത്രം ഫ്രോത്തിനോട് കടന്നു വരും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്? അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. സിങ്ക് സൾഫൈഡ് ഫോംസ് സോലുബിൾ കോംപ്ലക്സ് ആൻഡ് PBS ഫോംസ് ഫ്രോത്ത്. PBS ഫ്രോത്തിൻ്റെ കൂടെ കടന്നു വരും. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ എന്ന് കിട്ടും.
24. Which are the following is true in respect of adsorption? Adsorption എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 വരും. സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് അഡ്സോർപ്ഷൻ. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവാണ്, ഡെൽറ്റ ജി ലെസ് ദാൻ 0. അഡ്സോർപ്ഷൻ നടക്കുമ്പോഴേക്കും എൻട്രോപ്പി കുറയും. ഡിസോർഡർ ആയിട്ട് നിൽക്കുന്ന പാർട്ടിക്കിൾസ് ഒരു സർഫസിൽ വന്ന് ഇങ്ങനെ യൂണിഫോം ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഡിസോർഡർ കുറയും. ഡെൽറ്റ എസ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും വാല്യൂ നെഗറ്റീവ്. ഡെൽറ്റ എസ്, ഡെൽറ്റ എച്ച്, ഡെൽറ്റ ജി എല്ലാം മൈനസ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ലെസ് ദാൻ 0 ആയിരിക്കും. എല്ലാം ലെസ് ദാൻ 0. So option 2 is the answer. Question number 25. The end product Z in the following reaction is. Ethylamine nitrous ആസിഡുമായി ട്രീറ്റ് ചെയ്തു. ഒരു ആലിഫാറ്റി പ്രൈമറി മീനെ നൈട്രസ് ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കത് CH3 CH2 NH2 എന്നുള്ളതാണ് ഈഥൈലമീൻ. നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്തനോൾ കിട്ടും. NH2 ആണ്, NH2. അപ്പോൾ അത് NH2 മാറിയിട്ട് OH ഉണ്ട്. എത്തനോളിനെ PCl5 ട്രീറ്റ് ചെയ്തു. അപ്പോൾ അത് OH മാറിയിട്ട് നമുക്ക് Cl വരും. CH3 CH2 Cl. അതിനെ നമ്മൾ അമോണിയമായി ട്രീറ്റ് ചെയ്തു. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. Cl- അയോൺ എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ മാറിയിട്ട് NH2- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വീണ്ടും ഈഥൈലമീൻ തന്നെയായിരിക്കും. സ്റ്റാർട്ടിങ് റിയാക്ടർ തന്നെ നമുക്ക് ലാസ്റ്റ് റിസൾട്ടായിട്ട് കിട്ടുകയും ചെയ്യും. സോ ഈഥൈൽ അമീൻ ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26. ലാക്ടോസ് ഇസ് മേഡ് അപ്പ് ഓഫ്. ലാക്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. അതിൻ്റെ മോണോമർ എന്ന് പറഞ്ഞാൽ ഗാലക്ടോസും ഗ്ലൂക്കോസുമാണ്. ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസുമാണ്. C1 C4 ഗ്ലൈക്കോസിഡ് ലിങ്കേജ് ആണ്. സോ ബീറ്റാ ഡി ഗാലക്ടോസും ബീറ്റാ ഡി ഗ്ലൂക്കോസുമാണ് ലാക്ടോസിൻ്റെ മോണോമർ എന്ന് പറയുന്നത്. 27. ലീവോ റൊട്ടേറ്ററി കോംബോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽക്കൈൽ ഹാലൈഡ് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ് ബൈ SN2 മെക്കാനിസം. ദ റിസൾട്ടിങ് ആൽക്കഹോൾ ഈസ്. SN2-ലാണെങ്കിൽ ഇൻവേർഷൻ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആൾ ഡെക്സ്ട്രോയ് ആണെങ്കിൽ നമുക്ക് ഇടുന്നവരുടെ ലീവോയ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ആൾ ലീവോയ് ആണെങ്കിൽ നമുക്ക് ഇടുന്നവരുടെ ഡെക്സ്ട്രോ. അങ്ങോട്ട് ഇവിടെ മാറിപ്പോകും. ഡെക്സ്ട്രോ ലീവോയ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ലീവോ ഡെക്സ്ട്രോയിട്ട് മാറുന്ന പ്രോസസ് വിളിക്കുന്ന പേരാണ് ഇൻവേർഷൻ എന്ന് പറഞ്ഞു. നമ്മൾ എടുക്കുന്ന ലീവോയ് ആണെങ്കിൽ നമുക്ക് ഇടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഡെക്സ്ട്രോയ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. SN1 മെക്കാനിസം ആണെങ്കിൽ നമുക്ക് റെസിമൈസേഷൻ കിടക്കും എന്ന് പറഞ്ഞാൽ ഇൻവേർഷനും റിട്ടൻഷനും നടക്കും. ഡെക്സ്ട്രോ റിയാക്റ്റിന് എടുക്കുന്നെങ്കിൽ നമുക്ക് ഡെക്സ്ട്രോ റൊട്ടേറ്ററി പ്രോഡക്റ്റും ലീവോ റൊട്ടേറ്ററി പ്രോഡക്റ്റും ഈക്വൽ എമൗണ്ടിൽ കിട്ടും. ലീവോ റിയാക്റ്റിന് എടുക്കുന്നെങ്കിൽ ലീവോ പ്രോഡക്റ്റും കിട്ടും, ഡെക്സ്ട്രോ പ്രോഡക്റ്റും കിട്ടും. അപ്പോൾ അത് SN1 ആയിരുന്നെങ്കിൽ ഇത് SN2 ആയതുകൊണ്ട് ലീവോ എടുത്തു കഴിഞ്ഞാൽ ഡെക്സ്ട്രോയെ കിട്ടത്തുള്ളൂ. ഇൻവേർഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. 23. The polyhalogen compound used for the production of freon refrigerant R22. R22 എന്ന് പറയുന്ന റെഫ്രിജറൻറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക്ലോറോഫോമിൽ നിന്നാണ്. ബാക്കിയുള്ള ക്ലോറോഫ്ലൂറോ കാർബൺസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് കാർബൺ ടെട്രാ ക്ലോറൈഡിൽ നിന്നാണ്. R22 എന്ന് പേരുള്ളത് പ്രിപ്പയർ ചെയ്യണത് ക്ലോറോഫോമിൽ നിന്നുമാണ്. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ്. ഇന്ന് ക്ലോറോഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത് ഈ റെഫ്രിജറൻറ്റ് നിർമ്മിക്കുന്നതിലാണ്. 29. Which are the following is not an ambident ligand? Ambident ligand ആണെങ്കിൽ 2 ഡോണർ ആറ്റങ്ങൾ വേണം. സൈനൈഡിൽ ഡോണർ ആറ്റം ഉണ്ട്, കാർബണും നൈട്രജനും വഴി ബോണ്ട് ചെയ്യും. തയോസൈനൈഡിൽ സൾഫർ നൈട്രജൻ ഉണ്ട്. SCN ആണ് തയോസൈനേറ്റ്, NCS ഐസോ തയോസൈനേറ്റ് ഒക്കെയാണ്. കാർബൺ മോണോക്സൈഡ് മാത്രമില്ല. N2- നൈട്രജൻ വഴിയും വരാം, ഓക്സിജൻ വഴിയും വരാം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ആംബിഡെന്റ് ലിഗാൻഡ് അല്ലാത്തത് ഓപ്ഷൻ 3. Which of the following complexes are not correctly matched with the hybridization of their central metal ion? അപ്പോൾ ഇവിടെ NiPH3 Cl ആണ്. ഈ PH3 എന്ന് പറഞ്ഞാൽ ട്രൈഫെനൈൽ ഫോസ്ഫീൻ. PH3 എന്ന് പറഞ്ഞാൽ ഫോസ്ഫീൻ ആണല്ലോ. ആ PH3-ലെ 3 ഹൈഡ്രജന് പകരം 3 ഫിനൈൽ ഗ്രൂപ്പ് വരുന്നു. ഒരു മോണോഡൽ ലിഗാൻഡാണ്. ഫോസ്ഫറസ് ലോൺ പെയർ ഉണ്ട്, ഒരു വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ നിക്കൽ എന്ന് പറയുമ്പോഴേ ആറ്റോമിക് നമ്പർ 28 ആണ്. 28 ആകുമ്പോൾ അതിൽ കോൺഫിഗറേഷൻ 4s2 3d8 എന്നാണ്. ഇവിടെ നിക്കലിൻ്റെ ട്രൈഫിനൈൽ നിക്കൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ +1 സ്റ്റേറ്റിലേ വരത്തുള്ളൂ. 3d 4s1 3d
ഇവിടെ ഒരു പ്ലസ് എന്നും കൂടെ വരണം കേട്ടോ, എങ്കിലാണ് നിക്കൽ പ്ലസ് 2 സ്റ്റേറ്റ്. നിക്കൽ പ്ലസ് 1 കാണിക്കാറില്ല, അങ്ങനെയാണെങ്കിലാണ് നിക്കൽ പ്ലസ് 2 വരും. അപ്പോൾ കോൺഫിഗറേഷൻ 3D8 എന്ന് വരും. D8 ഇതൊരു വീക്ക് ലിഗാൻഡാണ്. വീക്ക് ലിഗാൻഡ് ആകുമ്പോൾ പെയറിങ് നടക്കത്തില്ല. 1 2 3 4 5 6 7 8 4s ഉം 4p ഒക്കെ വേക്കൻ്റ് ആയിരിക്കും. ഇത് വീക്ക് ലിഗാൻഡാണ്, ക്ലോറിൻ വീക്ക് ലിഗാൻഡാണ്. അതുപോലെ തന്നെ ട്രൈഫിനൈൽ ഫോസ്ഫേനും വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തില്ല, പെയറിങ് നടക്കത്തില്ല. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ 4 ആണ് കോർഡിനേഷൻ നമ്പർ. സോ 1 2 3 4 ഒരു എസും 3 പിയും. sp3 എന്നേ വരത്തുള്ളൂ, dsp2 ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ് തെറ്റായി പോയിരുന്നത്. dsp2 അല്ല, sp3 ആണ്. CuCN4 3- കോപ്പർ +1 സ്റ്റേറ്റ് ആണ്. അപ്പോൾ 3D10 ആണ്, D10 ആണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി പെയർഡ് ആണ്. അപ്പോൾ പിന്നെ ബാക്കി ഒരു എസും പി എ വരത്തും, 3 പി. ഇത് സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് നമ്മൾ പെയറിങ് നടക്കും, D2sp3. ഇത് വീക്ക് ലിഗാൻഡാണ്, പെയറിങ് നടക്കത്തില്ല. അമോണിയ കൂടെയുള്ള ചാർജ് +2 ഒക്കെ ആകുമ്പോഴേക്കും അമോണിയ വീക്കായിട്ട് ആക്ട് ചെയ്യും. അമോണിയ കൂടെയുള്ള മെറ്റൽ ചാർജ് +3 വരുന്ന ചില കേസുകളിലൊക്കെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്ലസ് ചാർജ്, പിന്നെ പോസിറ്റീവ് ചാർജ് +2, നിക്കലിൻ്റെ സ്റ്റേറ്റ് ഒക്കെ +2 ആണെങ്കിൽ വീക്ക് ലിഗാൻഡായിട്ടൊക്കെ ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, പെയറിങ് നടക്കത്തില്ല. sp3D2 ആണ്. സോ ഉള്ളതിൽ തെറ്റെന്ന് പറയാൻ പറ്റുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്. 99% completion of a first order reaction takes place in 32 minutes. The time taken in 99.9% completion of the reaction will be. അപ്പോൾ 99% കംപ്ലീറ്റ് ആകാനുള്ള സമയം 32 മിനിറ്റ് ആണെങ്കിൽ 99.9% സമയം എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ച റിലേഷനാണ് ഈ 90% കംപ്ലീറ്റ് സമയം എന്ന് പറഞ്ഞാൽ 90% സമയത്തിൻ്റെ 2 ഇരട്ടിയാണ്. അതേപോലെ തന്നെ 99.9% കംപ്ലീറ്റ് സമയം എന്ന് പറഞ്ഞാൽ 90%ൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ റിലേഷൻ ഉണ്ട്. അപ്പം ഈ 2 റിലേഷൻ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1 / ഇക്വേഷൻ 2 എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. T99 / T99.9 = 2/3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ T99.9% = 3/2 into T99%. That is 3/2 into 32. So 3 into 16. 3 into 16 എന്ന് പറഞ്ഞാൽ 48. So answer is option 1. 48 minutes നമുക്ക് ആൻസർ കിട്ടും. Question number 32. The inversion of cane sugar. Inversion of cane sugar proceeds with a half-life of 500 minutes at a pH = 5 for any concentration of sugar. However, if pH is equal to 6, the half-life changes to 50 minutes. Expression for the rate law for sugar inversion is. Our rate R is equal to K into concentration of sugar. ഇവിടുത്തെ ഓർഡർ കണ്ടുപിടിക്കണം. കോൺസെൻട്രേഷൻ ഓഫ് H+, ഈ ഓർഡർ കണ്ടുപിടിക്കണം. ഇവർ പറയുകയാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ പ്രോസസ് ഹാഫ് ലൈഫ് 500 മിനിറ്റ് ആറ്റ് pH = 5 ഫോർ എനി കോൺസെൻട്രേഷൻ ഷുഗർ. ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായാലും ഹാഫ് ലൈഫ് 500 ആണ്. അപ്പോൾ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായാലും ഹാഫ് ലൈഫ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫ് മാറില്ലാത്ത ആർക്കാണ്? ഫസ്റ്റ് ഓർഡറിനാണ്. അപ്പോൾ അതേ ആ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് മനസ്സിലാക്കാം. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ഫസ്റ്റ് ഓർഡർ ആണ്. ഇനി അടുത്ത് പറയുകയാണ് പി എച്ചിൻ്റെ വാല്യൂ 6 ആകുമ്പോൾ ഹാഫ് ലൈഫ് ചേഞ്ചിട്ട് 50 മാറിയെന്ന്. പി എച്ച് മാറി. പി എച്ചിൻ്റെ വാല്യൂ 5 എന്ന് പറയുമ്പോഴേ കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ വാല്യൂ 10⁻⁻5 ആണ്. പി എച്ചിൻ്റെ വാല്യൂ 6 എന്ന് പറയുമ്പോഴേ കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ വാല്യൂ 10⁻⁻6 ആണ്. അപ്പോൾ 10⁻⁻5 എന്നുള്ള 10⁻⁻6 ആയിട്ട് മാറി. 10ൽ 1 ആയിട്ട് കുറഞ്ഞു. 10ൽ 1 കുറഞ്ഞു അല്ലേ? 1/10 ആയിട്ട് മാറി. 10⁻⁻5 10⁻⁻6 മാറി എന്ന് പറഞ്ഞാൽ 1/10 കുറഞ്ഞു. അപ്പോൾ അതൊക്കെ ഹാഫ് ലൈഫ് 500 50 ആയിട്ട് മാറി. ഇതും 10ൽ 1 കുറഞ്ഞു. ഇത് 10ൽ 1 കുറഞ്ഞപ്പോഴേയും കോൺസെൻട്രേഷൻ 10ൽ 1 കുറഞ്ഞപ്പോഴേയും ടി ഹാഫ് 10ൽ 1 കുറഞ്ഞു. അപ്പോൾ ടി ഹാഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു R0 എന്നായി. ടി ഹാഫും R0യും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരുന്ന 0 ഓർഡറിനാണ്. അപ്പോൾ അതേ H+ൻ്റെ ഓർഡർ നമുക്ക് 0 ഓർഡറാണെന്ന് പറയാൻ പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 എന്ന് പറയും.
Option 1 is the answer. Question number 33. Arrange the following carbonyl compounds in the increasing order of their reactivity in nucleophilic addition reaction. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിൽ ഏറ്റവും റിയാക്റ്റീവ് ഫോർമാൽഡിഹൈഡ് ആണ്. ഫോർമാൽഡിഹൈഡ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആലിഫാറ്റിക് ആൽഡിഹൈഡ്, അത് കഴിഞ്ഞാൽ ആരോമാറ്റിക് ആൽഡിഹൈഡ്, അത് കഴിഞ്ഞാൽ ആലിഫാറ്റിക് കീറ്റോൺസ്. ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആരോമാറ്റിക് കീറ്റോൺസ് ആണ്. അപ്പോൾ ബ്യൂട്ടനോണ്, ഇത് പ്രൊപ്പനോണ്, പ്രൊപ്പനാല്, എത്തനാലൊക്കെ എടുക്കുമ്പോഴേ ആൽഡിഹൈഡിന് ഏറ്റവും കൂടുതൽ, അപ്പോൾ എത്തനാലിന് ഏറ്റവും കൂടുതൽ വരും. ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിൽ ഫോർമാൽഡിഹൈഡ് തന്നെ. അപ്പോൾ എത്തനാല് കഴിഞ്ഞാൽ പ്രൊപ്പനാല്, പിന്നെ അതെ പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസറാണ്. ഇത് പ്രൊപ്പനോൺ എന്നാണ്, ഇവിടെ സ്പെല്ലിംഗ് മാറിപ്പോയതാണ്. ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ഈ കൂട്ടത്തിൽ ആൽഡിഹൈഡാണ്. ആൽഡിഹൈഡിൻ്റെ റിയാക്റ്റീവ് ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിൽ ഫോർമാൽഡിഹൈഡാണ്, ഇല്ലെങ്കിൽ അടുത്തയാൾ അസറ്റാൽഡിഹൈഡ്, എത്തനാലാണ്. ഇത് രണ്ടുപേരും കീറ്റോൺസ് ആണ്. കാൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. 34. Compounds A and C in the following reaction are. Fill in the blank with appropriate option. എയും ബി അല്ലെ, എയും സിയും എന്ത് ഐസോമറാണ്? ഇത് അസറ്റാൽഡിഹൈഡ്, ഇത് ഗ്രിഗ്നാർഡ് റീജൻറ്റ്, ഹൈഡ്രോളിസ്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റീജനാണ് ഈ പ്രൈമറി ആൽക്കഹോൾ. വേറെ ഏത് ആൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റീജനാണ് സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. അപ്പോൾ ഇത് സെക്കൻഡറി ആൽക്കഹോളേ കിട്ടത്തുള്ളൂ. അപ്പോൾ CH3 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റമുള്ള സെക്കൻഡറി 3 പറഞ്ഞാൽ 1 2 ഒരു കാർബൺ. അപ്പോൾ 3 കാർബൺ ആറ്റമുള്ള സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ പ്രൊപ്പൻ 2 ഓളം. സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്യുന്നു. സൾഫ്യൂരിക് ആസിഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്. ബീറ്റ എലിമിനേഷൻ സംഭവിക്കും. ഇത് ആൽഫ, ഇത് രണ്ടും ഇത് ബീറ്റ ആയിട്ട് എടുത്തു. രണ്ടുപേരും ഒരേപോലെയാണ്. അപ്പോൾ ആൽഫയിൽ നിന്ന് OHും ബീറ്റ വെച്ചും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആൽക്കീൻ കിട്ടും, പ്രൊപ്പീൻ. ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ. ഈ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ ആൽക്കിനൂടെ കണ്ടാലേ ഈ വെള്ളം ആഡ് ചെയ്യുന്ന പ്രോസസ് ഓർത്തിരിക്കാം. ബൈ ആൻറ്റി മാർക്കോണിക് ഓപ്ഷൻ. ആൻറ്റി മാർക്കോണിക് ഓപ്ഷൻ അനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റ് കിട്ടുമോ അതേ റിയാക്ഷൻ ആയിരിക്കും ഈ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഡൈബറൈൻ ആഡ് ചെയ്ത് പിന്നീട് ഓക്സിജൻ കിട്ടുന്ന പ്രോഡക്റ്റ് വാട്ടർ ആഡ് ചെയ്യുന്ന തുല്യമാണ് ബൈ ആൻറ്റി മാർക്കോണിക് ഓപ്ഷൻ. അപ്പോൾ ആൻറ്റി മാർക്കോണിക് വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ കാർബൺ ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലായിരിക്കും OH- വരിക, കുറവുള്ള കാർബണിൽ H. നമുക്ക് പ്രൊപ്പൻ 1 ഓൾ കിട്ടും. പ്രൊപ്പൻ 2 ഓളും പ്രൊപ്പൻ 1 ഓളും പൊസിഷൻ ഐസോമറാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഒരു ആൽക്കീലോട്ട് ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ കണ്ടാൽ നമ്മൾ മൊത്തം മെക്കാനിസം എഴുതാൻ പോകേണ്ട ആവശ്യമില്ല. ഓർത്തിരിക്കുക, വെള്ളം ആഡ് ചെയ്യുന്ന പ്രോസസ്സിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എഴുതിയാൽ മതി ബൈ ആൻറ്റി മാർക്കോണിക് ഓപ്ഷൻ. ഇനി ഓക്സിമർക്കുറേഷൻ ഡീമർക്കുറേഷൻ ആണെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ മാർക്കോണിക് ഓക്സിഡേഷൻ വഴി നടക്കണം ഓർത്തിരുന്നത്. മാർക്കോണിക് ഓക്സിഡേഷൻ നടക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും. ഓക്സിമർക്കുറേഷനിൽ നിങ്ങൾക്ക് പ്രൊപ്പൻ 2 ഓൾ കിട്ടും. ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ പ്രൊപ്പൻ 1 ഓൾ കിട്ടും. 35. Among the oxacids of phosphorus, the dibasic acid is H4P2O7 എന്ന് പറയുമ്പോൾ ഈ പൈറോഫോസ്ഫറിക് ആസിഡ്. അപ്പോൾ അവിടെ ഒരു POP ബോണ്ട് ഉണ്ട്, 4 ഹൈഡ്രജൻ ഇങ്ങനെ വരും. H4P2O7 ഇതിൻ്റെ ബേസിറ്റി 4 ആണ്. അപ്പോൾ ഇതല്ല. H3PO2 എന്ന് പറയുന്ന കേസിലാണെങ്കിൽ ഇങ്ങനെ വരും, H3PO2 ഒരു OH ഉള്ളൂ. അപ്പോൾ ഇയാളുടെ ബേസിറ്റി 1 ആണ്. ഇതുമല്ല. HPO3 മെറ്റാഫോസ്ഫറിക് ആസിഡാണ്, അതുമല്ല. H3PO3 ഇതിലാകെ ഒരു H ഉള്ളൂ, അപ്പോൾ എന്തായാലും ബേസിറ്റി 2 വരത്തില്ലോ. H3PO3 P ഡബിൾ ബോണ്ട് OH 2 OH ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇയാളുടെ ബേസിസിറ്റിയാണ് 2. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് എന്നാണ് പേര്. സിംപിളി ഫോസ്ഫറസ് ആസിഡ് പറഞ്ഞാലും കറക്റ്റാണ്. 36. Reduction of carbonyl compound with hydrazine in presence of strong base. ഒരു കാർബണൈൽ കോമ്പൗണ്ട് RC ഡബിൾ ബോണ്ട് OR- അതിനെ റിഡക്ഷൻ നടത്തുവാണ്. റിഡക്ഷൻ അഡീഷൻ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രസൈൻ NH2 ആണ്. ദെൻ സ്ട്രോങ് ബേസ് എത്തിലീൻ ഗ്ലൈക്കോൾ OH- ആണെങ്കിൽ CO ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2 ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയും. വുൾഫ് കിഷ്ണർ.
കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രേൻ ഇല്ലാത്ത ആൽഡിഹൈഡ് തരുന്ന റിയാക്ഷനാണ്. ക്ലമൻസൺസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ റിയാക്ഷൻ തന്നെയാണ്, പക്ഷേ റിയേജന്റ് വ്യത്യാസമുണ്ട്. സിങ്കമാൽഗം HCl ഉപയോഗിച്ച് ഒരു കാർബണൈൽ കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലമൻസൺ. സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ സൈനൈഡിൽ നിന്നും ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 3 എന്ന് കിട്ടും. Question number 37. Which of the following compound will not give ammonia on heating? അമോണിയം സൾഫേറ്റ് ചൂടാക്കുമ്പോൾ നമുക്ക് അമോണിയ കിട്ടും. അമോണിയ കാർബണേറ്റ് അമോണിയ ആസിഡ്. അമോണിയയുടെ സ്മെല്ല് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സോൾട്ടാണ് അമോണിയം കാർബണേറ്റ്. ഇനി അമോണിയം നൈട്രേറ്റ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ ഗ്യാസ് കിട്ടത്തുള്ളൂ. അമോണിയം നൈട്രൈറ്റ് ആയാലും അമോണിയം നൈട്രേറ്റ് ആയാലും നമുക്ക് അമോണിയ ഗ്യാസ് കിട്ടത്തില്ല. അമോണിയം നൈട്രൈറ്റ് ആണെങ്കിൽ N2+ വാട്ടർ, അമോണിയം നൈട്രേറ്റ് ആണെങ്കിൽ N2O+ വാട്ടർ കിട്ടുന്നുള്ളൂ. അമോണിയം ക്ലോറൈഡിൽ അമോണിയ പ്ലസ് HCl കിട്ടും. അപ്പോൾ അതെ അമോണിയനെ തരില്ലാത്ത ആരെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 38. ഐഡന്റിഫൈ ദ എൻഡ് പ്രോഡക്റ്റ് ഇൻ ദി ഫോളോവിംഗ് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ്. അപ്പോൾ ആദ്യത്തെ ബെൻസീനെ സൾഫ്യൂരിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യും. ബെൻസീനെ സൾഫ്യൂരിക് ആസിഡ് സൾഫോണേഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് ഫൈനലി ഇതാണ് എ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇതിനെ NaOH-മായി ട്രീറ്റ് ചെയ്യാണ്. NaOH-മായി ട്രീറ്റ് ചെയ്യുമ്പോഴേ ആദ്യത്തെ H മാറിയിട്ട് എണ്ണയാണ്, OH ചേർന്നിട്ട് SO3Na എന്ന് പറയുന്ന പ്രോഡക്റ്റ്. പക്ഷെ വീണ്ടും NaOH ഇവിടെ ഇങ്ങനെ Na2SO3 ആയിട്ട് പിന്നെ OH ഒന്ന്. അപ്പൊ നമുക്ക് NaOH-മായി ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോഴേ ഫൈനലി കിട്ടുന്ന പ്രോഡക്റ്റ് ഫിനോളാണ്. B എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫിനോളാണ്. ഈ ഫിനോളിനെ കാർബൺ ഡൈ ഓക്സൈഡ് അതേപോലെ KOH അല്ലെങ്കിൽ NaOH ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഉണ്ട്. അതേപോലെ കോഴ്സ് ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടും. OH അല്ലെങ്കിൽ OH ഇതിന്റെ ഓർത്തോ പൊസിഷനിൽ COH സാലിസിലിക് ആസിഡ്. ഈ സാലിസിലിക് ആസിഡ് എന്നുള്ളതാണ് അവിടെ C എന്ന് പറയുന്നത്. ഈ സാലിസിലിക് ആസിഡിനെ നമ്മൾ അസറ്റൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും ഈ OH-ൽ H മാറിയിട്ട് അവിടെ അസറ്റൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. OH-ൽ H മാറിയിട്ട് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ഈസ് കോമൺലി നോൺ ആസ് ആസ്പിരിൻ. നമ്മുടെ ഒരു അനാലിസിസ് സൈഡ് അതുപോലെ ആന്റി പൈററ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. Question number 39. Arrange the following in the increasing order of their intermolecular forces. Nylon 6,6. Nylon എന്ന് പറയുന്നത് പോളിഎസ്റ്ററുകളും പോളി അമൈഡുകളൊക്കെ ഫൈബേഴ്സ് ആണ്. ബ്യൂണൈസ് ഒരു സിന്തറ്റിക് റബ്ബറാണ്. സിന്തറ്റിക് റബ്ബർ ബ്യൂണൈൻ അങ്ങനെ നാച്ചുറൽ റബ്ബർ അതെല്ലാം തന്നെ ഇലാസ്റ്റോമറിന് എക്സാമ്പിൾ ആണ്. പോളിത്തീൻ എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക് പോളിമറാണ്. പോളിപ്രോപ്പീൻ പോളിസ്റ്റൈറീൻ PVC ഇതെല്ലാം ടൈപ്പുകളാണ്. ഏറ്റവും സ്ട്രോങ് ഫോഴ്സ് അട്രാക്ഷൻ വരുന്ന ഫൈബർ, ഏറ്റവും കുറവ് ഇലാസ്റ്റോമർ. ഇതിന്റെ ഇടയിലായാലും തെർമോപ്ലാസ്റ്റിക് വരും. അപ്പൊ ഏറ്റവും സ്ട്രോങ് ഫോഴ്സ് നൈലോൺ, 1ന് ഏറ്റവും കൂടുതൽ, 2ന് ഏറ്റവും കുറവ്. അപ്പൊ 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 1 വരും. 2 ലെസ് ദാൻ 3 ലെസ് ദാൻ ഓപ്ഷൻ 4 is the answer. Question number 40. Consider the following statements about zirconium and hafnium. Radii of zirconium and hafnium are almost identical. Correct ആണ്. അതുകൊണ്ടാണ് ഇവരെ twin elements എന്നൊക്കെ വിളിക്കാൻ പറ്റും. സിർക്കോണിയത്തിന്റെ ആണെങ്കിൽ ഒരു 160 പൈക്കോമീറ്റർ ആണെങ്കിൽ 159 പൈക്കോമീറ്റർ, ഒരു പൈക്കോമീറ്റർ വ്യത്യാസമുള്ളൂ. അതൊക്കെ സെയിം സൈസ് ആയിട്ട് പറയണം. അവിടെ ഇരട്ടകൾ അറിയപ്പെടുന്നതാണ് സിർക്കോണിയം ഹാഫ്നിയം. അങ്ങനെ സെയിം സൈസ് വരാൻ കാരണം ലാമിനയുടെ കോൺട്രാക്ഷൻ കറക്റ്റ് ആണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് കാണപ്പെടുന്നത് അവർ രണ്ടുപേരും സെപ്പറേറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കറക്റ്റ് ആണ്. സോ 1 2 3 4 1 2 3 4 ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14. The ions from among the following which are colorless. കളർ ഉണ്ടാകണമെങ്കിൽ D subshell partially filled ആയിരിക്കണം. ഇങ്ങനെയാണ് ഡേയിലി ട്രാൻസ് നടക്കുന്നത്. D0 എന്നോ D10 എന്നോ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കളർ ഉണ്ടാകും. Titanium scandium 22 ആണ്. 4s2 3d2.
ടൈറ്റാനിയം 4+ ഉണ്ടെങ്കിൽ 4 ഇലക്ട്രോൺ പോകും. രണ്ടെണ്ണം ഫോറസിനോ രണ്ടെണ്ണം ഡേയും. അവ 3d0 എന്ന് അവസാനിക്കും. അപ്പൊ ഇതിന് കളർ ചെയ്യും. കോപ്പർ ആണെങ്കിൽ D10 എന്ന് അവസാനിക്കും. ഫോറസ് 1 3d10 C+ ആകുമ്പോൾ 3d10 ഇതിന് കളർ ചെയ്യാം. കൊബാൾട്ട് 27 ആണ്. ഫോറസ് 2 3d7 3 ഇലക്ട്രോൺ പോകുമ്പോൾ 3d6. അയൺ 26 ആണ്. ഫോറസ് 2 3d6 Fe2+ ആകുമ്പോൾ 3d6. ഇവിടെ എല്ലാം D പാർഷ്യൽ ഫീൽഡ് ആണ്. ഒക്കെ കളർ ഉണ്ട്. കളർ ഇല്ലാത്തത് 1 നും 2 നും ആണ്. സോ 1 and 2 only. Option 1 is the answer. 42. The ratio between the root mean square velocity of hydrate at 15 Kelvin and that of O2 at 800 Kelvin are RMS velocity യുടെ ഇക്വേഷൻ ഇതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 3r3 divided by m എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും RMS വെലോസിറ്റിയുടെ റേഷ്യോ. അപ്പോൾ RMS velocity of hydrogen, RMS velocity of hydrogen is equal to root of 3 into r into temperature hydrogen 50 Kelvin. ഹൈഡ്രജന്റെ molecular mass 2 ആണ്. ഇക്വേഷൻ നമ്പർ 1. RMS velocity of oxygen is equal to root of 3r into temperature 800 Kelvin. Oxygen O2 ആണ്. molecular mass 32 ആണ്. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 divided by ഇക്വേഷൻ 2 എടുക്കുമ്പോൾ ഇത് divided by ഇത് വരും. അപ്പോൾ 3r ക്യാൻസൽ ചെയ്തു. നമുക്ക് കിട്ടുന്നത് 50 divided by 2 into 32 divided by 800 ആണ്. 0 ക്യാൻസൽ ചെയ്യും. 8 80 5 ക്യാൻസൽ ചെയ്യും. 16 32 താഴെ 2 ൽ 16 32 റൂട്ട് 1 ന്റെ വാല്യൂ 1 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി എന്ന്. 43 the aqueous solution of which one of the following mixture can give a buffer. pH നെ മാറ്റമില്ലാത്ത ചെറിയ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ സ്മോൾ എമൗണ്ട് ഓഫ് ബേസോ ആണെങ്കിൽ pH മാറില്ലാത്ത സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ആസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. ആസിഡിക് ബഫർ ആണെങ്കിൽ ആ കൂടെയുള്ള ഒരാൾ ബഫർ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിന്റെ ബേസിന്റെ ആസിഡ് ബഫർ ആണെങ്കിൽ വീക്ക് ആസിഡ്, ആ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് എന്ന സോൾട്ടിനെ മിക്സ് ആയിരിക്കും. ബേസിക് ബഫർ ആണെങ്കിൽ കൂടുതൽ വീക്ക് ബേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ വീക്ക് ആയിരിക്കും. ആസിഡ് വീക്ക് ആണെങ്കിൽ ആസിഡിക് ബഫർ, ബേസിക് ബഫർ ആയിരിക്കും. അപ്പോൾ HCl സ്ട്രോങ് ആസിഡ്, അസിഡിക് ആസിഡ് വീക്ക് ആണ്, അതിന്റെ സ്ട്രോങ് ബേസ് എന്നുള്ള സോൾട്ട്. ഇത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് അല്ല, കുറേയല്ല. ഇത് സ്ട്രോങ് ആസിഡ് ആണ്. ആരെങ്കിലും വീക്ക് ആയിരിക്കും, ആസിഡ് സ്ട്രോങ് ആയാൽ പറ്റത്തില്ല, ആസിഡ് വീക്ക് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. ഇൻ ദി എസ്റ്റിമേഷൻ ഓഫ് സൾഫർ, സൾഫറിൻ്റെ എസ്റ്റിമേഷൻ ആണ്. അപ്പോൾ ക്യാരിയസ് മെത്തഡ് അനുസരിച്ച് സൾഫറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ആ ഇക്വേഷൻ കണ്ടുവർത്തിരുന്ന പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഇസ് ഈക്വൽ ടു സൾഫറിൻ്റെ മാസ് 32 ഡിവൈഡ് ബൈ ബേറിയം സൾഫേറ്റ് ആക്കിയാണ് എസ്റ്റിമേറ്റ് ചെയ്യണത്. ബേർ സൾഫേറ്റിൻ്റെ വളരെ മാസ് 233 ഇൻറ്റു മാസ് ഓഫ് ബേറിയം സൾഫേറ്റ് ഫോംഡ് ദാറ്റ് ഈസ് 0.668 ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.468 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 32 ഇൻറ്റു 668 എന്ന് എഴുതുവാണെങ്കിൽ താഴെ നമുക്ക് 468 എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു 233 സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടും. കിട്ടുന്ന ആൻസർ 19.6% എന്നായിരിക്കും. ലാസ്റ്റ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരും. ക്വസ്റ്റ്യൻ നമ്പർ 45. ദ സൈക്ലിക് സ്ട്രക്ചർ വിത്ത് മോസ്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് സൈക്ലോപ്രോപ്പെയിൻ, സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപെൻറ്റൈൻ, സൈക്ലോഹെക്സൈൻ. സൈക്ലോപ്രോപ്പെയിൻ ആകുമ്പോൾ ഈ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. സൈക്ലോബ്യൂട്ടൈൻ ആകുമ്പോൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. സൈക്ലോപെൻറ്റൈൻ ആകുമ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. അല്ല 72 അല്ല 108 ഡിഗ്രിയാണ് കേട്ടോ. 108 ഡിഗ്രിയാണ്. സൈക്ലോഹെക്സൈൻ എന്ന് പറയുമ്പോഴേക്കും 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ബേയേഴ്സ് തിയറി പറയണത്, ബേയേഴ്സ് സ്ട്രെയിൻ തിയറി പറയണത് ഏറ്റവും സ്റ്റേബിൾ ആംഗിളായിട്ടൊക്കെ പറയുന്നത് ടെട്രാഹെഡ്രൽ ആംഗിളാണ്. ഈ 109 ഡിഗ്രി 28 മിനിറ്റ്സ്.
ഈ ആംഗിളാണ് ഏറ്റവും സ്റ്റേബിൾ ആംഗിളായിട്ട് പറയുന്നത്. ഈ ആംഗിളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ആംഗിൾ ആർക്കാണോ അയാൾക്കായിരിക്കും സ്ട്രെയിൻ കൂടുതൽ, സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് സൈക്ലോപെൻറ്റേൻ ആൻസറായിട്ട് എടുക്കേണ്ടി വരും. സൈക്ലോപെൻറ്റേൻ. ഇനി സൈക്ലോ എക്സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ പ്ലേനർ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഈ സൈക്ലോ എക്സൈൻ്റെ തന്നെ ചെയർ ഫോം എന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ബോട്ട് ഫോം അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും സ്റ്റെബിലിറ്റി മാറും. ഇത് വെറുതെ സൈക്ലോപ്രൊപ്പൈൻ സൈക്ലോബ്യൂട്ടൈൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഷേപ്പ് എടുക്കുന്നുള്ളൂ. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആൻസർ സൈക്ലോപെൻറ്റേൻ എന്ന് പറഞ്ഞെന്ന് പറയുന്നത്. ടെട്രാഹെൽ ആംഗിളിനോട് ഏറ്റവും അടുത്ത് വരുന്ന ആംഗിളുള്ളതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 46. ദ റിയാക്ഷൻ വാട്ടർ ഗ്യാസ് 673 കെൽവിൻ 380 അറ്റ്മോസ്ഫിയറിൽ കാറ്റലിസ്റ്റ് CR2 സിങ്കുമായി ട്രീറ്റ് ചെയ്യുന്നു. വാട്ടർ ഗ്യാസ് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സിന്തസിനോട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വാട്ടർ ഗ്യാസ് ഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ഓക്സൈഡ് CR2O3 മിക്സ്ചർ. ഈ ഒരു കാറ്റലിസ്റ്റ് പ്രശ്നമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മെത്തനോളാണ്. CH3OH എന്ന് പറയും. CO+2H2 ഗേവ് CH3OH. മെത്തനോളിൻ്റെ ഒരു ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറയും. ഇനി 47 മാച്ച് ദി ഫോളോവിങ്. സൾഫേറ്റ്, നൈട്രേറ്റ്, ലെഡ്, മെർക്കുറി, കാഡ്മിയം, കുറേ ഡിസീസ്. ഇത് മറ്റേ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയുള്ള ടോപ്പിക്കാണ്. സൾഫേറ്റ് അയോൺ എക്സൈ വെച്ചുണ്ടാകുന്ന ഡിസീസാണ് ലാക്സേറ്റി എഫക്റ്റ്. എയുടെ നേരെ ഒന്നിൻ്റെ നേരെ ബി. അപ്പോൾ 2 ഓപ്ഷനുണ്ട്. നൈട്രേറ്റ് ആണെങ്കിൽ ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാകും. 2ൻ്റെ നേരെ ഡി. ലെഡിനളവ് കൂടി കഴിഞ്ഞാൽ കിഡ്നി ആൻഡ് ലിവർ ഡാമേജ് ഈ വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻസ്. മെർക്കുറി പോയ്സൺ ഉണ്ടാകുന്ന ഡിസീസാണ് മിനമാറ്റ ഡിസീസ്. കാഡ്മിയം പോയ്സൺ ഉണ്ടാകുന്ന ഡിസീസാണ് ഇറ്റായി ഡിസീസ് എന്ന് പറയും. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 48. ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. വാട്ടർ ഗ്യാസിലോട്ട് വീണ്ടും സ്റ്റീം പാസ് ചെയ്ത് ഹൈഡ്രജൻ വീണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ലാർജ് സ്കെയിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അയൺ ക്രോമേറ്റ് ആണ്. അയൺ ക്രോമേറ്റ്. ബെൻസാൾഡിഹൈഡ് ആൻഡ് അസറ്റോൺ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ. ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആരോമാറ്റിക് ആൽഡിഹൈഡാണ്. അസറ്റോൺ എന്ന് പറയുന്നത് ഒരു കീറ്റോൺ ആണ്. എങ്ങനെ ബെസ്റ്റ് ഡിസ്റ്റിങ്വേഷൻ എന്നാണ്. ഫില്ലിംഗ് സൊല്യൂഷൻ കീറ്റോൺ തരില്ല, ആരോമാറ്റിക് ആൽഡിഹൈഡും തരില്ല. ഫില്ലിങ്സ് തരുന്നത് ആലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരും തരാത്തതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH അവർ റിയാക്ട് ചെയ്യും, പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പം ബെൻസാൾഡിഹൈഡ് കോൺസെൻട്രേറ്റ് NaOH റിയാക്ട് ചെയ്ത് കാനിസാറോ റിയാക്ഷൻ വിധേയമാവും. അസറ്റോൺ ആണെങ്കിൽ ഡൈലൂട്ട് NaOH ആണെങ്കിൽ ആൾഡോൾ കൺസിഡർ വിധേയമാവും. പക്ഷെ അവിടെയൊന്നും ക്യാരക്ടറിസ്റ്റിക് കളറൊന്നും ഇല്ല, അപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. 2,5 DNP രണ്ടുപേരും തരും. രണ്ടുപേരും ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷനാണ് 2,4 DNP റിയാക്ഷൻ തന്നെ. ടോളൻസ് റീജൻ്റ്, ടോളൻസ് ആലിഫാറ്റിക് ആൽഡിഹൈഡ് തരും, ആരോമാറ്റിക് ആൽഡിഹൈഡ് തരും, പക്ഷേ കീറ്റോൺ തരില്ല. അപ്പോൾ ഇവിടെ ബെൻസാൾഡിഹൈഡ് ടെസ്റ്റ് തരും, കീറ്റോൺ തരില്ല. അപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റീജൻ എന്ന് പറഞ്ഞാൽ ടോളൻസ് റിയേജൻ്റാണ്. ഇനി അയഡോഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അയഡോഫോൺ ടെസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ അയഡോഫോൺ തരില്ല. I2+ NaOH ഉണ്ടായിരുന്നെങ്കിൽ ഇത് തരില്ല, ഇത് തരും. മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇയാൾ അയഡോഫോൺ ടെസ്റ്റ് തരും. The last question, which are the following statements about alkaline earth metals are correct? ഹൈഡ്രേഷൻ എനർജിയുടെ കേസ് പറയുന്നുണ്ട്. ഹൈഡ്രേഷൻ എനർജിയുടെ ഓർഡർ പറയുകയാണെങ്കിൽ ഓർഡർ ഇങ്ങനെയാണ്. ബെറീലിയം 2+ ഗ്രേറ്റർ ദാൻ, മഗ്നീഷ്യം 2+ ഗ്രേറ്റർ ദാൻ, കാൽഷ്യം 2+, സ്ട്രോൺഷ്യം 2+, ബേറിയം 2+. ഹൈഡ്രേഷൻ താൽപ്പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് കാറ്റോൺ ആണ്. സൈസ് കുറഞ്ഞ ആൾക്കാരെയും ഹൈഡ്രേഷൻ താൽപ്പി കൂടുതൽ. അപ്പോൾ ബെറിയത്തിന് ഹൈഡ്രേഷൻ താൽപ്പി കൂടുതൽ. ഹൈഡ്രേഷൻ സ്ട്രോൺഷ്യം ഇസ് ഗ്രേറ്റർ ദാൻ, അത് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. കാൽഷ്യം കാർബണേറ്റ് ഡികമ്പോസസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ദാൻ ബേറിയം കാർബണേറ്റ്. കാർബണേറ്റുകളുടെ സ്റ്റെബിലിറ്റി പറയുകയാണെങ്കിൽ താഴോട്ടും തോറും കൂടിക്കൂടി വരും. ബെറീലിയം കാർബൺ ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, കാൽഷ്യം കാർബണേറ്റ് ലെസ് ദാൻ, സ്ട്രോൺഷ്യം കാർബണേറ്റ് ലെസ് ദാൻ, ബേറിയം കാർബണേറ്റ് എന്നാണ്. കാർബണേറ്റുകളുടെയും സൾഫേറ്റുകളുടെയും ഹൈഡ്രോക്സിലുടെയും എല്ലാം സോലിബിലിറ്റി താഴോട്ടും തോറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കാൽഷ്യം കാർബൺ ഡികമ്പോസസ് ഹയർ ടെമ്പറേച്ചർ അല്ല, ലോവർ ടെമ്പറേച്ചർ ദാൻ BaCO3 എന്നാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ബേറിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ്ങർ ബേസ് ദാൻ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇവരുടെയൊക്കെ ഹൈഡ്രോക്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ
താഴോട്ട് വരുന്നതോറും ഹൈഡ്രോക്സൈഡുകളുടെ ബേസിക് ക്യാരക്ടർ കൂടി വരികയാണ്. ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേറിയം. ബേസിക് ക്യാരക്ടർ താഴോട്ട് വരുന്നതോറും ഇൻക്രീസിങ്. ബേറി ഹൈഡ്രോക്സൈഡ് സ്ട്രോങ്ങർ ബേസ് ആണ്. ഇത് കറക്റ്റാണ്. സൾഫേറ്റുകളുടെ സോൽവ് നോക്കി കഴിഞ്ഞാൽ ബെറീലിയം സൾഫേറ്റ് ആണ് ഹൈലി സോലബിൾ. ബെറി സൾഫേറ്റ് ഗ്രേറ്റർ ദാൻ MJ സൾഫർ ഗ്രേറ്റർ ദാൻ CS സൾഫർ ഗ്രേറ്റർ ദാൻ സ്ട്രോൺഷ്യം സൾഫേറ്റ് ഗ്രേറ്റർ ദാൻ BS. കാർബണേറ്റുകളുടെയും സൾഫേറ്റുകളുടെയും സോലുബിലിറ്റി ഡിക്രീസിങ്. സ്റ്റെബിലിറ്റി കൂടും, സോലിഡ് ഡിക്രീസിങ്. അപ്പോൾ സ്ട്രോൺ സൾഫേറ്റ് ഈസ് ലെസ് സോലബിൾ ദാൻ CSF. അതും കറക്റ്റാണ്. അപ്പോൾ 3ഉം 4ഉം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ എന്ന് പറയുന്നത്. എത്രയേ ഉള്ളൂ? ആ 50 ക്വസ്റ്റ്യൻ എന്ന് പറയണം. ഓക്കെ, താങ്ക് യു. So whole topic questions, first and second year questions. Let us see. First question, find out the incorrect match. Careful ആയിട്ട് മാച്ചിങ് നോക്കിയ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റയല്ലേ? പ്രോട്ടിസ്റ്റയാണ്, യൂണിസെല്ലുലാർ യുക്കാരിയോട്ടാണ്. അപ്പോൾ എസെല്ലുലാർ ഓർഗാനിസം എന്നുള്ളത് റോങ് മാച്ചാണ്. എസെല്ലുലാർ മീൻസ് നോൺ സെല്ലുലാർ. സെൽ സ്ട്രക്ചർ ഇല്ലെങ്കിലാണ് എസെല്ലുലാർ. വൈറസ്, വൈറോയിഡ്സ് having no cell structure are acellular organisms. പ്രോട്ടിസ്റ്റയൊക്കെ യൂണിസെല്ലുലാർ ഫോംസ് ആണ്, എസെല്ലുലാർ അല്ല. പ്രിയോൺസ് മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ്. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ് പ്രയോൺസ്. പ്രയോൺസ് ഡിസ്കവർ ചെയ്തത് സ്റ്റാൻലി പ്രൂസിനർ. in 1997 വളരെ റീസെൻറ്റ് ഡിസ്കവറിയാണ് പ്രിയോൺസ്. മാഡ് കൗ ഡിസീസ്, അതായത് ബ്രെയിൻ ഡിറ്റീറിയറേറ്റ് ചെയ്ത് മരിച്ചു പോകുന്ന ഒരു സിവിയർ ന്യൂറോളജിക്കൽ ഡിസീസാണ് മാഡ് കൗ ഡിസീസ്. യൂറോപ്പിലൊക്കെ കൗവിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം വൈറസുമല്ല, വൈറോയിഡുമല്ല. പിന്നെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പ്രിയോൺ എന്ന പ്രോട്ടീനാണെന്ന് മനസ്സിലായത്. ഒരു പാതോജൻ ഹോസ്റ്റ് സെല്ലിൽ ഇൻഫെക്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് പാത്തോജനിസിറ്റി. അപ്പോൾ രോഗം ഉണ്ടാകും. പക്ഷേ ന്യൂക്ലിക് ആസിഡ് ഉണ്ടെങ്കിലേ റെപ്ലിക്കേറ്റ് ഓർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പ്രോട്ടീൻ കനോട്ട് റെപ്ലിക്കേറ്റ്. അപ്പോൾ എങ്ങനെയാണ് പ്യുവർലി പ്രോട്ടീനായ ഒരു പാർട്ടിക്കിളിന് ഇൻഫെക്റ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഹോസ്റ്റിൽ? ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. നൗ പ്രൂസിനർ ഡിഫൈൻഡ് prions as infective proteins capable of producing many copies somehow. ന്യൂക്ലിക് ആസിഡ് പോലെ റെപ്ലിക്കബിലിറ്റി ഇല്ല, പക്ഷേ എങ്ങനെയോ ഒരുപാട് സിമിലർ കോപ്പി പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ കഴിയും ഇത് ആനിമൽസിൽ കയറുമ്പോൾ. നൗ ലേറ്റസ്റ്റ് ഐഡിയ ഈസ് ദാറ്റ് മാഡ് കൗ ഡിസീസൊക്കെ ഉണ്ടാക്കുന്ന പ്രിയോൺസ് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനാണ്, മിസ് ഫോൾഡഡ് പ്രോട്ടീനാണ്. ആ പ്രോട്ടീനോട് സിമിലർ പ്രോട്ടീൻസ് ഹ്യൂമനിലും ഒക്കെ ഉണ്ട്, കൗവിലും ഒക്കെ ഉണ്ട്, പക്ഷേ അവയ്ക്ക് നോർമൽ ഫോൾഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മിസ്ഫോൾഡഡ് പ്രിയോൺ എങ്ങനെയെങ്കിലും നമ്മളുടെ ശരീരത്തിനുള്ളിൽ വന്നാൽ, ഓഫായെന്ന് തോന്നുന്നു, ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് നെർവ് സെല്ലുകളിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള സിമിലർ പ്രോട്ടീൻസിനെ, നോർമലി ഫോൾഡഡ് സിമിലർ പ്രോട്ടീൻസ് ഉണ്ട്, ആ പ്രോട്ടീനുമായിട്ട് ഈ മിസ്ഫോൾഡഡ് പ്രോട്ടീൻ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതൊരു മാജിക്കൽ ഇഫക്റ്റാണ്. അതിൻ്റെ റീസൺ ഇപ്പോഴും അവ്യക്തം. ഈ പ്രോട്ടീൻ നല്ല പ്രോട്ടീനുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ആ പ്രോട്ടീനുകളും ഇതുപോലെ മിസ്ഫോൾഡഡ് ആകും, അബ്നോർമലി ഫോൾഡഡ് ആകും. അങ്ങനെയാണ് ഒരുപാട് കോപ്പീസ് ഈ പ്രോട്ടീൻ്റെ ഉണ്ടാകുന്നതും ഡിസീസ് വരുന്നതും. അതാണ് പ്രിയോൺ ഡിസീസ്. പ്രിയോൺസിന് വൈറസിൻ്റെ ഏകദേശം അത്രയും വലിപ്പമുണ്ട്, 0.22 മൈക്രോമീറ്റർ, ദാറ്റ് ഈസ് 2200 നാനോമീറ്ററാണ് വൈറസുകളുടെ വലിപ്പം. ആ റേഞ്ച് വലിപ്പമുള്ള പ്രോട്ടീൻ പാർട്ടിക്കിൾസ് കേപ്പബിൾ ഓഫ് ഇൻഫെക്ഷൻ, മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ്, അതാണ് പ്രിയോൺസ്. ക്രൂസ്ഫെൽറ്റ് ജാക്കബ് ഡിസീസ്, CJD എന്ന രീതിയിൽ ഈ രോഗം മനുഷ്യരിലും വരാറുണ്ട്. പക്ഷേ ഈ രോഗം ഈ പ്രോട്ടീനുള്ള ഏതെങ്കിലും ആനിമൽ മീറ്റ് കഴിച്ചാൽ മാത്രമേ രോഗം വരൂ. സാധാരണ രീതിയിൽ രോഗം റെക്കഗ്നൈസ് ചെയ്ത കൗവിനെയൊക്കെ അപ്പോഴേ ബേൺ ചെയ്ത് ഇത് നശിപ്പിച്ച് കളയുകയാണ് പതിവ്. അപ്പോൾ സ്പീഡിൽ കണ്ടാമിനേഷനോ ഇൻഫെക്ഷനോ ഒന്നും വരാനുള്ള സാധ്യതയൊന്നുമില്ല. TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, സിംഗിൾ സ്ട്രാൻഡഡ് RNA ജീനോമുള്ള വൈറസാണ്.
PPLO, pleuropneumonia-like organism or mycoplasma, is the smallest cell, that is 0.1 to 0.3 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 100 തൊട്ട് 300 നാനോമീറ്റർ സൈസുള്ള ഏറ്റവും ചെറിയ സെല്ലാണ് മൈക്കോപ്ലാസ്മ ഓർ PPLO. സോ ദി മിസ്മാച്ച് ഈസ് ഫസ്റ്റ് വൺ. റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. ഡൈനോഫ്ലാജെല്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടിസ്റ്റയാണ്, മറൈൻ പ്രോട്ടിസ്റ്റുകൾ ഹാവിങ് 2 ഫ്ലാജല്ല, അതാണ് ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. ബിലോങ്സ് ടു ക്രൈസോഫൈറ്റ്സ് അഥവാ ഗോൾഡൻ ആൽഗ എന്ന് പറയുന്ന ക്രൈസോഫൈറ്റ്സ് പ്രോട്ടിസ്റ്റയിലെ അക്വാട്ടിക് മെമ്പേഴ്സാണ്. പക്ഷേ അവർക്ക് ഫ്ലാജല്ലയോ സീലിയോ ഇല്ല, ഫ്ലോട്ടിംഗ് സെൽസാണ് ക്രൈസോഫൈറ്റ്സ്. അതിൽ വരും ഡയാറ്റംസും മറ്റും. പക്ഷേ ഡൈനോഫ്ലാജെല്ലേറ്റ് എന്ന് പറയുന്നത് വേറൊരു ക്ലാസ്സാണ്. പ്രോട്ടിസ്റ്റയിലെ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജെല്ലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ്, പ്രോട്ടോസോവ, ഇങ്ങനെ 5 ക്ലാസ്സുകളായിട്ടാണ് പ്രോട്ടിസ്റ്റ കിങ്ഡത്തെ തിരിച്ചിട്ടുള്ളത്. അതിൽ ഒരു ക്ലാസ്സാണ് ഡൈനോഫ്ലാജെല്ലേറ്റ്സ്. അതിൽ വരുന്നതാണ് റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റ്സ് ഓർ ഗോണിയോളക്സ്, റെഡ് സൈഡ് ഉണ്ടാക്കുന്ന ഡൈനോഫ്ലാജെല്ലേറ്റ്. അപ്പോൾ അത് ക്രൈസോഫൈറ്റ് ക്ലാസ്സിലല്ല. അപ്പോൾ നമുക്ക് പറയാവുന്നത് ടോട്ടലി പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ ബിലോങ് ചെയ്യും എന്നാണ് കറക്റ്റ് ഓപ്ഷൻ എടുക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ബെസിഡിയോമൈസിറ്റ്സ്. ഓരോ ക്ലാസ്സിലെയും ഫംഗസുകൾ NCERT എക്സാമ്പിൾസ് മിനിമം അറിഞ്ഞിരിക്കണം. ഫൈക്കോമൈസിറ്റ്സിൽ മ്യൂക്കോർ, ബ്ലാക്ക് മോൾഡ് ഉണ്ട്. ദെൻ റൈസോപ്പസ്, ബ്രെഡ് മോൾഡ് ഉണ്ട്. ആൽബുഗോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫൈക്കോമൈസിറ്റ്സിൽ വരുന്നതാണ്. ആസ്കോമൈസിറ്റ്സിൽ വരുന്നു ആസ്പെർജില്ലസ്, അതുപോലെ തന്നെ പെനിസിലിയം, ന്യൂറോസ്പോറ, പിന്നെ ഡെറിസിഫെ, ദെൻ ക്ലാവിസപ്സ്, അതുപോലെ തന്നെ മോറൽസ്, ട്രഫൽസ് അഥവാ ബഫിൾസ്. അതിൽ മോറൽസ് ആൻഡ് ട്രഫൽസ് ഓർ ബഫിൾസ് എഡിബിളുമാണ്. ബെസിഡിയോമൈസിറ്റ്സിൽ പഫ് ബാൾസ്, അഗാറിക്കസ്, ബ്രാക്കറ്റ് ഫഞ്ചൈ, അസ്റ്റിലാഗോ, പക്സീനിയ എങ്ങനെ ഉള്ള മെമ്പേഴ്സൊക്കെ വരും. അപ്പോൾ ഇതിൽ നോക്കാം, 4th ഓപ്ഷൻ വിൽ ബി ദ ആൻസർ. പഫ് ബാൾസ്, അസ്റ്റിലാഗോ, പക്സീനിയ ആൻഡ് അഗാറിക്കസ്. അഗാറിക്കസ് കോമൺ മഷ്റൂം, എഡിബിളാണ്. പഫ് ബാൾസ് ഓൾസോ ടു ആൻ എക്സ്റ്റെൻറ്റ് എഡിബിൾ, അതിനും ഇങ്ങനെ അംബ്രല ലൈക്ക് ഫ്രൂട്ടിംഗ് ബോഡിയൊക്കെ ഉണ്ട്. പക്സീനിയ ആൻഡ് അസ്റ്റിലാഗോ പാരസിറ്റിക് മെമ്പേഴ്സ് ഓഫ് ബെസിഡിയോമൈസിറ്റ്സ്. ദ ടേം വൈറസ് വാസ് കോയിൻഡ് ബൈ നോ ഡൗട്ട് ലൂയി പാസ്ചർ, 1880s. ഹി കോയിൻഡ്, അതായത് രോഗങ്ങളുണ്ടാക്കുന്ന ബാക്ടീരിയകളെ ബൈ ദ ടൈം അറിയാം. പക്ഷെ ബാക്ടീരിയ അല്ല, ബാക്ടീരിയയുടെ വലിപ്പത്തേക്കാൾ ചെറുതാണ്. ബാക്ടീരിയയെ പോലെ ആ സൈസിൽ മൈക്രോസ്കോപ്പിൽ കിട്ടുന്നില്ല. അപ്പോൾ സ്മോളർ ദാൻ ബാക്ടീരിയ ബട്ട് നോട്ട് യെറ്റ് സീൻ, അങ്ങനെയുള്ള രോഗമുണ്ടാക്കുന്ന ഏജൻറ്റ്സ്. അപ്പോൾ വിനമസ് ഏജൻറ്റ്, പോയിസണസ് ഓർ ഡിസീസ് കോസിങ് ഏജൻറ്റ്, വീനം എന്ന വാക്ക് ആണ് വൈറസിൻ്റെ അർത്ഥം. So the term virus was coined by Louis Pasteur, but he did not see virus. Then in 1892, Ivanovsky found that tobacco mosaic disease. അപ്പോൾ ആ ലീഫ് എക്സ്ട്രാക്റ്റ് എടുത്തു, അതിൽ രോഗാണുക്കൾ കാണും. എന്നിട്ടത് ബാക്ടീരിയൽ ഫ്രീ ഫിൽറ്ററിലൂടെ ഫിൽറ്റർ ചെയ്തു. അപ്പോൾ ഫിൽട്രേറ്റിൽ ബാക്ടീരിയ ഇല്ല, അതിനേക്കാൾ സ്മോൾ വൺ വിൽ ബി പ്രസൻറ്റ്. ആ ഫിൽട്രേറ്റ് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ഹെൽത്തി പ്ലാന്റ്സിന് രോഗം വരുന്നു. സോ the viruses are definitely smaller than bacteria. അപ്പോഴും കാണുന്നില്ല ഇവാനോസ്കി. ദെൻ ബെയ്ജർനിക്കെ 1898 സ്ഥാപിക്കുന്നത് വൈറസുകൾ സ്മോളർ ദാൻ ബാക്ടീരിയ ആൻഡ് ഫ്ലൂയിഡ് ലൈക്ക് പാർട്ടിക്കിൾസ്, ഫ്ലൂയിഡം, കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന എക്സ്പ്ലനേഷൻ വൈറസിന് നൽകിയത് ബെയ്ജർനിക്കയാണ്. പക്ഷേ 1935 1935 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ വൈറസുകളെ പ്രോട്ടീൻ ക്രിസ്റ്റലൈസേഷനിലൂടെ ക്രിസ്റ്റലാക്കിയിട്ട് ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് എടുത്ത് ആദ്യമായിട്ട് കാണുന്നത് WM സ്റ്റാൻലിയാണ്. അങ്ങനെയാണ് വൈറസുകൾ പ്രോട്ടീൻ പാർട്ടിക്കിൾസാണ്. പിന്നീട് മനസ്സിലാക്കി അതിനകത്ത് ന്യൂക്ലിക് ആസിഡ്, എയ്തർ DNA ഓർ RNA കാണും എന്ന് മനസ്സിലാക്കുന്നത്. സോ ദ ആൻസർ ഈസ് വെരി ക്ലിയർ. സെക്കൻഡറി വാൾ ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ് സെൽ വോളിന്
രണ്ട് ഡോട്ടർ സെല്ലുകളായിട്ട് പ്ലാന്റ് സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു മിഡിലാമെല്ല ഡെപ്പോസിറ്റ് ചെയ്യും, കാൽഷ്യം പെക്റ്റേറ്റ്. എന്നിട്ട് ആ മിഡിലാമെല്ലയിലേക്ക് പ്രൈമറി വോൾ, ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്ന വാളാണ് പ്രൈമറി വോൾ. മെരിസ്റ്റമാറ്റിക് സെല്ലൊക്കെ അങ്ങനെ. എന്നാൽ പെർമനൻറ്റ് സെല്ലായി കഴിയുമ്പോൾ, ഓൾഡ് സെല്ലായി കഴിയുമ്പം പ്രൈമറി വോളിനും ഇൻസൈഡിൽ മറ്റൊരു വാൾ ലെയർ, സെക്കൻഡറി വാൾ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇന്നർ ടു പ്രൈമറി വോൾ, ഈ സെല്ലിൻ്റെ സെക്കൻഡറി വോൾ, പ്രൈമറി വോളാണ് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തത്, അതുകൊണ്ട് അത് ഔട്ടറായിരിക്കും. പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെക്കൻഡറി വോൾ മസ്റ്റ് ബി ഇന്നർ ടു ദ പ്രൈമറി വോൾ ഓർ ടുവേഴ്സ് ദ മെംബ്രെയിൻ സൈഡ് ഓഫ് ദ സെൽ. Proteins in preparation for mitosis are synthesized during, ഒരു മൈറ്റോസിലൂടെ രണ്ട് ഡോട്ടർ സെൽ ഉണ്ടായി, ഒരു പുതിയ ഡോട്ടർ സെൽ മൈറ്റോട്ടിക് ഫേസിൻ്റെ ടീലോഫേസിൻ്റെ എൻഡിൽ സെൽ രണ്ടായി. സൈറ്റോകൈനസ് കഴിഞ്ഞപ്പോൾ സെൽ വോളും ഉണ്ടായി, രണ്ട് ഡോട്ടർ സെൽ. ആ പുതുതായിട്ടുണ്ടായ ഒരു ഡോട്ടർ സെല്ല് ഇനി അതിൻ്റെ സെൽ വോളിയം കുറവാണ്. ന്യൂക്ലിയസ് ഐഡൻറ്റിക്കലായിട്ട് കിട്ടിയെങ്കിലും സൈറ്റോപ്ലാസം പകുതിയേ കിട്ടിയുള്ളൂ. അപ്പോൾ ധാരാളം പ്രോട്ടീനുകൾ നിർമ്മിച്ച് സൈറ്റോപ്ലാസം ബിൽഡപ്പ് ചെയ്ത് സെല്ലിൻ്റെ വോളിയം ഓപ്റ്റിമം വോളിയത്തിലേക്ക് വളരണം. അപ്പോൾ ന്യൂ സെൽ ഫസ്റ്റ് എൻ്റർ G1 ഫേസ്. അടുത്ത സെൽ ഡിവിഷന് മുമ്പായിട്ട് രണ്ട് സെൽ ഡിവിഷൻ ഇടയ്ക്കുള്ള ഫേസാണ് ഇൻ്റർഫേസ്. അപ്പോൾ ന്യൂലി ഫോംഡ് സെൽ ആഫ്റ്റർ എ സെൽ ഡിവിഷൻ ഫസ്റ്റ് എൻ്റർ ദ ഇൻ്റർഫേസ് ഫസ്റ്റ് സബ് ഫേസ്, ദറ്റ് ഈസ് G1, ഗ്യാപ്പ് 1 ഫേസ്. അതൊരു 10-12-16 മണിക്കൂർ നീണ്ടു നിൽക്കും. ആ സമയത്താണ് ജീനുകൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് പ്രോട്ടീൻ ട്രാൻസ്ലേറ്റ് ചെയ്തുണ്ടായി പ്രോട്ടീൻ സിന്തസിസും സൈറ്റോപ്ലാസത്തിൻ്റെ ഗ്രോത്തും സംഭവിക്കും. ന്യൂക്ലിയസിനകത്തെ DNA-ക്കൊന്നും ഒരു മാറ്റവും G1 ഫേസിലില്ല. G1 ഫേസിന് ശേഷം സക്സസ്ഫുള്ളായിട്ട് G1 ഫേസ് പാസ് ചെയ്താൽ, ഒരു ജനറ്റിക് ഡിസിഷൻ വന്നാൽ S ഫേസ്, സിന്തറ്റിക് ഫേസ്, അപ്പോഴാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. DNA റെപ്ലിക്കേറ്റ് ചെയ്താൽ വീണ്ടും സെൽ ഡിവിഷനിലേക്ക് സെൽ പോകണം. വീണ്ടും വിഭജിക്കേണ്ടാത്ത പെർമനൻറ്റ് സെല്ലാണെങ്കിൽ G1-ൽ നിന്ന് എക്സിറ്റ് ആകും. G1-ൽ നിന്ന് നാച്ചുറലി S ഫേസിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് പകരം G1 എക്സിറ്റ് ആകും. എന്ന് പറഞ്ഞാൽ S ഫേസിലേക്ക് പ്രൊസീഡ് ചെയ്തില്ല എന്നാണ് അർത്ഥം. അതാണ് G0 സെൽ. പക്ഷേ ഈ G0 സെല്ലിന് വേണമെങ്കിൽ പിന്നീട് സെൽ ഡിവിഷനിലേക്ക് റീ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ G0 സെൽ എന്ന് പറഞ്ഞാൽ 100% എന്നേക്കുമായിട്ട് സെൽ സൈക്കിളിൽ നിന്ന് പുറത്തായ സെല്ലല്ല. വേണമെങ്കിൽ സെൽ സൈക്കിളിലേക്ക് റീ എൻ്റർ ചെയ്ത് വീണ്ടും അതിന് വിഭജിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് G0 സെൽ എക്സിസ്റ്റ് ഇൻ എ സസ്പെൻഡഡ് സെൽ സൈക്കിൾ. G1-ൽ നിന്ന് G0-യിലേക്ക് സെൽ എക്സിറ്റ് ആകുന്നു, ബട്ട് thereafter it remains suspended cell cycle phase. അതാണ് G0. So G0 is suspended cell cycle phase. എങ്ങനെയാണ് ഒരു സെൽ G0-യിലേക്ക് മാറുന്നത്? when G1 is completing a genetic decision either to proceed to S phase or exit. അപ്പോൾ ജനറ്റിക് ഡിസിഷൻ എക്സിറ്റ് ചെയ്യാനാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ സെല്ലിപ്പോൾ വിഭജിക്കേണ്ടായെങ്കിൽ, പെർമനൻറ്റ് സെല്ലായിട്ടിരിക്കേണ്ടതാണെങ്കിൽ അതിനി S ഫേസിലോട്ട് പോകാതിരിക്കും. അപ്പോഴാണ് അത് G0 എന്ന് പറയുന്നത്. എന്നാൽ എൻവയോൺമെൻറ്റോ നീഡോ അനുസരിച്ച് വീണ്ടും ആ സെൽ S ഫേസിൽ G1-ലേക്കും S ഫേസിലേക്കും റീ എൻട്രി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് G0 സെൽ ഈസ് സെഡ് ടു ബി സസ്പെൻഡഡ് സെൽ സൈക്കിൾ സെൽ. ഈ സെൽ സൈക്കിളിലേക്ക് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ S ഫേസ് ടോട്ടൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ന്യൂക്ലിയസ് ഡബിൾ സൈസിലേക്ക് വലുതാകും. ആൻഡ് ദെൻ G2 ഫേസ്. അത് ഇനി വൺസ് S ഫേസ് പാസ്ഡ് ദ സെൽ മസ്റ്റ് ഡിവൈഡ്, മൈറ്റോസിലേക്ക് പോയേ പറ്റൂ. അപ്പോൾ മൈറ്റോട്ടിക് പ്രോസസ് സ്പിൻഡിലൊക്കെ ഉണ്ടാകണ്ടേ, അതിനു വേണ്ടിയുള്ള കുറേ പ്രോട്ടീനൊക്കെ ഉണ്ടാകണം. അതിനി G2 ഫേസ് എന്ന ഇൻ്റർഫേസിൻ്റെ ലാസ്റ്റ് ലാപ്പിൽ നടക്കും. അപ്പോൾ പ്രോട്ടീൻസ് ഇൻ പ്രിപ്പറേഷൻ ടു മൈറ്റോസിസ് വിൽ ബി ഫോംഡ് ഇൻ G2 ഫേസ്, ദാറ്റ് ഈസ് ആഫ്റ്റർ S ഫേസ്. G2 phase. The 2n chromosome number of onion root tip cell is 16. How many chromosomes will the cell have at G2 phase? No doubt 16 chromosomes. ഇപ്പോൾ നമ്മുടെ ഒരു സെല്ലിന് 46 ക്രോമസോം. സെൽ ഡിവിഷനിലൂടെ ഉണ്ടായ ഒരു പുതിയ സെൽ അത് G1 ഫേസിൽ വളരുന്നു. ന്യൂക്ലിയസിനകത്ത് ക്രോമസോമിനൊന്നും ഒരു മാറ്റമില്ല. അത് വീണ്ടും സെൽ ഡിവിഷനിലേക്ക് പോകുന്ന എംബ്രിയോണിക് സെല്ലാണെങ്കിൽ S ഫേസ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അത് G2-ലെത്തുന്നു. G2-ലാകുമ്പോഴും 46 ക്രോമസോമാണ്. അതാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ക്രോമസോം നമ്പർ സെയിം ഡിപ്ലോയിഡ് നമ്പർ ആയിരിക്കും G2-വിലും. അത് കഴിഞ്ഞ് മൈറ്റോസിസ് തീർന്ന് സെൽ 2 ഡോട്ടർ സെല്ലാകുമ്പോൾ 2 ഡോട്ടർ സെല്ലിന് 16 ക്രോമസോം വീതം ഇവിടെ കിട്ടും. നമുക്കാണെങ്കിൽ 2 ഡോട്ടർ സെല്ലിൽ 46 ക്രോമസോം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ G1-ൽ G1 ക്രൊമാറ്റിൻ G1 സ്റ്റേറ്റിലുള്ള ഒരു സെല്ലിൻ്റെ ക്രൊമാറ്റിൻ അതിലൊരു DNA മോളിക്യൂളുണ്ട്. ഒരു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു DNA മോളിക്യൂളാണ്. ലെസ് കണ്ടൻസ്ഡ് തിൻ ക്രോമസോമാണ് ക്രൊമാറ്റിൻ. ഇത് കണ്ടൻസ് ചെയ്ത് തിക്കാവുമ്പോൾ ക്രോമസോം ആകും. അപ്പോൾ G1 ക്രൊമാറ്റിനിൽ ഒരു DNA ഉണ്ട്. ദെൻ എസ് ഫേസിൽ DNA റെപ്ലിക്കേറ്റഡ് ആകും. DNA റെപ്ലിക്കേറ്റഡ് 2 ഐഡൻറ്റിക്കൽ കോപ്പി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ക്രൊമാറ്റിൻ ബിക്കം ഡബിൾഡ് ഡ്യൂറിങ് G2 phase. After S phase, G2 phase. So G2 phase-ലെ ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ക്രോമസോം തന്നെ. അപ്പോൾ ഇങ്ങനെ ഡബിൾഡ് ക്രൊമാറ്റിൻ ഓർ ക്രോമസോം, എങ്കിലും ക്രോമസോം 16 ഉള്ളൂ. 16 ക്രോമസോം എസ് ഫേസ് കഴിഞ്ഞ് G2-ൽ എത്തുമ്പോഴും 16 ക്രോമസോം. പക്ഷേ ഓരോ ക്രോമസോം ഡബിൾഡാണ്. ദാറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇനി മൈറ്റോസിലേക്ക് വരുമ്പം കണ്ടൻസ് ചെയ്യും. ഏത് ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്യും. ഈ ഡബിൾഡ് ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ് വരുന്നത്. Chromatids. Each chromatid have a DNA molecule. The other chromatid of the chromosome have identical copy of the DNA molecule. Then ആ ക്രൊമാറ്റിഡ്സ് മൈറ്റോസ് കഴിയുമ്പോൾ ഡോട്ടർ സെല്ലുകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഒരു ഡോട്ടർ സെൽ ഉണ്ടാകുമ്പോൾ അതിൽ 46 ക്രോമസോം. ആ 46 ക്രോമസോം സിംഗിൾ ക്രൊമാറ്റിഡ് സ്റ്റാറ്റസിലുള്ള ക്രോമസോം ആയിരിക്കും. അത് അപ്പോഴേ തന്നെ ഡീകണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിനായി മാറും. അങ്ങനെയാണ് സെൽ സൈക്കിളിൽ ഈ ക്രോമസോമിൻ്റെ നമ്പർ നിലനിൽക്കുന്നത്. ഓക്കെ, ചൂസ് ദ ഹെറ്ററോപോളിമർ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ മോണോമേഴ്സ്, ചെറിയ മോളിക്യൂളുകൾ ധാരാളം ലിങ്ക് ചെയ്തുണ്ടായ വലിയ മോളിക്യൂൾ എന്നാണ് അർത്ഥം. മാക്രോ മോളിക്യൂൾസാണ് പോളിമേഴ്സ്. അപ്പോൾ ഈ പോളിമർ ഉണ്ടായിക്കഴിയുമ്പം പിന്നെ ഒരു പ്രശ്നം വരും. വെദർ ഇറ്റ് ഈസ് ഹോമോപോളിമർ, മാക്രോ മോളിക്യൂൾസ് ഓർ പോളിമേഴ്സ് മേ ബി ഹോമോപോളിമർ ഓർ ഹെറ്ററോപോളിമർ. വാട്ട് ഈസ് ഹോമോപോളിമർ? സിമിലർ ടൈപ്പ് മോണോമർ മാത്രം ഉണ്ടെങ്കിൽ ഹോമോപോളിമർ. അതിലെ മോണോമേഴ്സ് എല്ലാം സെയിം ടൈപ്പ് ആയിരിക്കണം, ഒരിനം മോളിക്യൂൾ. ഇപ്പോൾ സ്റ്റാർച്ച് മോളിക്യൂൾ അത് പോളിസാക്കറൈഡ് പോളിമറാണ്, ഷുഗർ പോളിമറാണ് പോളിസാക്കറൈഡ്. അതിൽ ഗ്ലൂക്കോസേ ഉള്ളൂ, ആയിരക്കണക്കിന് ഗ്ലൂക്കോസാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഹോമോ പോളിസാക്കറൈഡ് ഓർ ഹോമോപോളിമർ. എന്നാൽ പ്രോട്ടീനുകളെല്ലാം സ്ട്രിക്ട്ലി, പ്രോട്ടീനാണെങ്കിൽ കണ്ണുടച്ചുകൊണ്ട് പറയാം അത് ഹെറ്ററോപോളിമറാണ്. കാരണം എ പ്രോട്ടീൻ ഓർ പോളിപെപ്റ്റൈഡ് ഈസ് ഫോംഡ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡുകളാണെങ്കിലും ഫിനൈലലൈൻ, വലൈൻ, ട്രൈട്രോസിൻ, ഇത് ഏതെങ്കിലുമൊക്കെ അമിനോ ആസിഡല്ലേ ചേർന്നേക്കും. സോ പ്രോട്ടീൻസ് ആർ ഓൾവേസ് പോളിമേഴ്സ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. ദെൻ പ്രോട്ടീൻസ് ആർ ഷുവർലി ഹെറ്ററോപോളിമേഴ്സ്. എന്നാൽ കാർബോഹൈഡ്രേറ്റുകൾ ഹോമോപോളിമറുകളും ഹെറ്ററോപോളിമറുകളും ഉണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന പ്രധാന കാർബോഹൈഡ്രേറ്റുകളെല്ലാം പോളിസാക്കറൈഡുകളെല്ലാം ഹോമോപോളിമേഴ്സാണ്. സേ സ്റ്റാർച്ച് ഗ്ലൂക്കോസ് ഉള്ളി ഹോമോപോളിമർ, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ഉള്ളി ഹോമോപോളിമർ, ഇനുലിൻ ഫ്രക്ടോസ് ഉള്ളി ഹോമോപോളിമർ, കയറ്റിൻ പോളിമർ ഓഫ് എനസറ്റൈൽ ഗ്ലൂക്കോസമീൻ ഒള്ളി. ഒരു മോഡിഫൈഡ് ഗ്ലൂക്കോസ്, ശുദ്ധ ഗ്ലൂക്കോസ് അല്ല, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ, ഗ്ലൂക്കോസിൻ്റെ മോഡിഫൈഡ് രൂപം എനസറ്റൈൽ ഗ്ലൂക്കോസ് അമിൻ. പക്ഷേ എനസറ്റൈൽ ഗ്ലൂക്കോസ് അമിൻ മാത്രമേ റിപ്പീറ്റഡായിട്ട് ചേർന്നിട്ടുള്ളൂ കയറ്റിനിൽ. സോ കയറ്റിൻ ഈസ് even though modified glucose, all the monomers are same molecule, therefore homopolymer. അപ്പോൾ ഇതിൽ
ഇനുലിൻ ഫ്രക്ടാൻ ഫ്രക്ടോസിൻ്റെ ഹോമോപോളിമർ, കയറ്റിൻ എനസറ്റൈൽ ഗ്ലൂക്കോസമീൻ്റെ ഹോമോപോളിമർ, ലെസിത്തിൻ ലിപ്പിഡ് നൈട്രജൻ കണ്ടെയ്നിങ് ഫോസ്ഫോലിപ്പിഡ്. ലിപ്പിഡ്സ് ഒന്നും പോളിമേഴ്സ് അല്ല, മാക്രോ മോളിക്യൂൾസ് അല്ല, സ്ട്രിക്ട്ലി ചെറിയ മോളിക്യൂളാണ്, ഇൻസോലിബിൾ ആണെങ്കിലും, അതുകൊണ്ട് അത് പോളിമർ അല്ല. ദെൻ കൊളാജൻ ഈസ് എ പ്രോട്ടീൻ. ബ്ലൈൻഡ്ലി നമുക്ക് പറയാം അത് ഹെട്രോ പോളിമറാണ്. സോ ഹെട്രോ പോളിമർ പ്രോട്ടീനായ കൊളാജൻ. ഡൗൺ സിൻഡ്രോം കോസ്ഡ് ഡ്യൂ ടു, ഡൗൺ സിൻഡ്രോം എല്ലാവർക്കും അറിയാം, 21st ട്രൈസോമി. ഓട്ടോസോം 21st ഓട്ടോസോം 2 പകരം 3 ക്രോമസോം ഉണ്ട്. ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ, അതായത് 2n+1, ഹ്യൂമൻ 2n നമ്പർ 46 പകരം 47 ക്രോമസോം, ഒരു ക്രോമസോം കൂടുതൽ. ആ ഒരു ക്രോമസോം എക്സസ് വന്നത് ഒരു ഓട്ടോസോമിലാണ്. 21st ക്രോമസോം 3 എണ്ണം, അങ്ങനെയാണ് ഒരു ക്രോമസോം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നോൺ ഡിസ്ജങ്ഷൻ. ഇങ്ങനെ ഒരു ചൈൽഡ് ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് കാരണമായ ഗാമേറ്റ് ഉണ്ടായ പേരൻറ്റിൽ മിയോസിസ്, ഗാമേറ്റ് ഉണ്ടാകാനുള്ള വിഭജനം, മിയോസിസിൽ നോൺ ഡിസ്ജങ്ഷൻ, 21st ക്രോമസോമിൻ്റെ നോൺ ഡിസ്ജങ്ഷനാണ് കാരണം. കാരണം 2n+1 സൈഗോട്ട് ഉണ്ടാകാൻ 2n+1 ഗാമേറ്റും ഒരു നോർമൽ n ഗാമേറ്റും ഫ്യൂസ് ചെയ്താൽ മതി. 23 ക്രോമസോമുള്ള n ഗാമേറ്റ് 23+1 24 ക്രോമസോമുള്ള ഒരു ഗാമേറ്റുമായിട്ട് ചേരുമ്പോഴാണ് 47 ക്രോമസോം വരുന്നത്. അപ്പോൾ ഊഗമിങ്, ഊജനസിസ്, ദറ്റ് ഈസ് മിയോസിസ് ഡ്യൂറിങ് ഓവം ഫോർമേഷൻ മദറിൽ. അപ്പോൾ എല്ലാ ക്രോമസോമും പെയറായിട്ട് വരുമല്ലോ. മെറ്റാഫേസ് 1, ക്രോമസോം പെയർസ്, ബൈവാലൻസ് അറ്റ് ദ ഇക്വേറ്റർ. അതിനെ തുടർന്ന് അനാഫേസ് 1 ഓരോ ക്രോമസോം ജോഡിയിലെയും ഒരു ക്രോമസോം അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോകുമല്ലോ. അതാണ് സെപ്പറേഷൻ ഓഫ് ഹോമലോഗ്സ് ഓഫ് എവരി ബൈവാലൻറ്റ്, അനാഫേസ് 1. അത് സെപ്പറേഷൻ, ഡിസ്ജങ്ഷൻ. അങ്ങനെയുള്ള ആ ഡിസ്ജങ്ഷൻ ഇല്ലാതിരിക്കുക. ഒരു പെയറിലെ 2 ക്രോമസോം കൂടെ ഒരു പോളിലോട്ട് പോകും. അപ്പോൾ 21ാം ക്രോമസോം ജോഡി 2 കൂടെ ഒന്നിലോട്ട് പോയി. ആ ഓവത്തിൽ 21ാം ക്രോമസോം 2 എണ്ണം ഉണ്ട്. അതാണ് നോൺ ഡിസ്ജങ്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഓവം നോർമൽ സ്പേമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഈ ട്രൈസോമി 21 ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഇടയാകുന്നത്. അപ്പം നോൺ ഡിസ്ജങ്ഷൻ 2 രീതിയിലാകാം. പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ, അനാഫേസ് 1 ഹോമലോഗസ് ജോഡികൾ വേർപെടാതെ പോവുക. അതല്ലെങ്കിൽ അനാഫേസ് 2 ഒരു ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ചെയ്യാതിരുന്നാലും ഇതേ റിസൾട്ട് സംഭവിക്കാം. The reading frame of a gene would be altered from the point of insertion or deletion of one base, insertion or deletion of 2 bases, transition. അതായത് ഒരു ബേസ് ഡിലീറ്റ് ചെയ്താൽ നമുക്കറിയാം, അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഒരു ബേസ് മാത്രം ഡിലീറ്റ് ചെയ്താൽ ട്രിപ്ലറ്റ് എടുക്കുമ്പോൾ അതിന് ശേഷമുള്ള എല്ലാ ട്രിപ്ലറ്റും മാറിപ്പോവും. ഒരു ബേസ് അങ്ങ് പോയി, അപ്പോൾ അതൊഴിച്ച് പിന്നെ ട്രിപ്ലറ്റ് എടുത്ത് പോകും, പഴയ ട്രിപ്ലറ്റ് അല്ല മാറും. അതാണ് ഫ്രെയിം മാറും. അതുപോലെ ഒരു ബേസ് ഇൻസർട്ട് ചെയ്താലും ഇതേ റിസൾട്ട് വരും. ഇനി 2 ബേസുകൾ ഡിലീറ്റ് ഓർ ഇൻസർട്ട് ചെയ്താലും അതിനുശേഷമുള്ള ട്രിപ്ലറ്റുകൾ പഴയതിൽ നിന്നും മാറും. എന്നാൽ ഒരു ബേസിനെ മാറ്റിക്കൊണ്ട് വേറൊരു ബേസ് വന്നാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ, ആ കൺസേൺ ട്രിപ്ലറ്റ് മാറി എന്നല്ലാതെ അതിനുശേഷമുള്ള ട്രിപ്ലറ്റ് മാറത്തില്ല. അപ്പോൾ ഫ്രെയിം മാറത്തില്ല. അതുപോലെ 3 ബേസസ് ടുഗദർ ഡിലീറ്റ് ചെയ്താൽ ട്രിപ്ലറ്റ് ഡെലീഷൻ, അപ്പോഴും ഒരു അമിനോ ആസിഡ് കുറയും എന്നല്ലാതെ അതിനുശേഷമുള്ള ട്രിപ്ലറ്റുകൾ പഴയപടി കാണും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, ട്രിപ്ലറ്റ് ഡെലീഷൻ മ്യൂട്ടേഷൻ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷനിൽ ഫ്രെയിം മാറത്തില്ല, ട്രിപ്ലറ്റ് ഡെലീഷനിലും ഫ്രെയിം മാറത്തില്ല. എപ്പോഴാണ് കോഡിംഗ് ഫ്രെയിം, ട്രിപ്ലറ്റ് 3 ലെറ്റർ കോഡുകളെല്ലാം പഴയതിൽ നിന്ന് മാറുന്നത്? 1 ബേസ് ഡെലീഷൻ ഓർ 1 ബേസ് ഇൻസേർഷൻ ഓർ 2 ബേസ് ഡെലീഷൻ ഓർ 2 ബേസ് ഇൻസേർഷൻ, ആ കണ്ടീഷനിൽ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് രണ്ടും ഫ്രെയിം മാറാൻ കാരണമാകും. സോ 4th ഓപ്ഷൻ വിൽ ബി ദ ആൻസർ. ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഐറ്റമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ 2 രീതിയിൽ വരാം. ട്രാൻസിഷൻ ടൈപ്പ്
ട്രാൻസ്വേർഷൻ ടൈപ്പ്. Transition is substitution of purine by purine. ഒരു പ്യൂറൈന് പകരം വേറൊരു പ്യൂറൈൻ വരണം. അപ്പോൾ അഡിനൈന് പകരം ഗ്വാനൈൻ വന്നാൽ ട്രാൻസിഷനാണ്. കാരണം ഒന്നിനെ മാറ്റിക്കൊണ്ട് പിന്നെ വരുന്നതും ഒരു പ്യൂറൈൻ തന്നെയാണ്. എന്നാൽ ട്രാൻസ്വേർഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പ്യൂറൈൻ ബൈ എ പിരിമിഡൈൻ. Substitution of a purine by a pyrimidine or vice versa. ഇപ്പോൾ അഡിനൈന് പകരം വരുന്നത് സൈറ്റോസൈൻ ആണെങ്കിൽ അഡിനൈൻ പ്യൂറൈൻ, സൈറ്റോസൈൻ പിരിമിഡൈൻ, അപ്പോൾ അത് ട്രാൻസ്വേർഷൻ ആകും. ഇപ്പോൾ നമുക്കറിയാമല്ലോ GAG എന്ന 6th കോഡോൺ ഗ്ലൂട്ടാമിക് ആസിഡ്, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിച്ച് GUG എന്നായപ്പോൾ വലയിൻ. സോ അഡിനൈന് പകരം യുറാസിൽ വന്നു. അഡിനൈൻ ഈസ് പ്യൂറൈൻ, യുറാസിൽ ഈസ് പിരിമിഡൈൻ. സോ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായ 6th കോഡോണിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ട്രാൻസ്വേർഷൻ ടൈപ്പാണ്. E. coli plasmid has, what is plasmid? എല്ലാ ബാക്ടീരിയയ്ക്കും അതിൻ്റെ ജീനോമുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ വിച്ച് ഈസ് DNA. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്, നോ ഡൗട്ട്. സിംഗിൾ സ്ട്രാൻഡഡ് DNA ഒന്നും സെല്ലുലാർ ഫോംസിലില്ല. പക്ഷേ ഈ DNA ലീനിയർ അല്ല, അതിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടും. അതാണ് സർക്കുലാർ DNA. ഒരു DNA മോളിക്യൂളേ ഉള്ളൂ ബാക്ടീരിയയുടെ ജീനോം. അതിന് വേരിയിങ് ലെങ്ത് വരും. ഈ കോളയുടെ സിംഗിൾ DNA മോളിക്യൂളിൻ്റെ നീളം 4.6 മില്യൺ ബേസ് പെയർ നീളമുണ്ട്. പക്ഷേ അതിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിയിരിക്കും, സർക്കുലർ. സിംഗിൾ സർക്കുലാർ DNA ജീനോം, ജനറ്റിക് മെറ്റീരിയൽ. എന്നാൽ ഇതുകൂടാതെ സൈറ്റോപ്ലാസിൽ വേറൊരു ചെറിയ സർക്കുലാർ DNA, അതും ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്, പക്ഷേ അതും സർക്കുലാറാണ്, പക്ഷേ ചെറുതാണ്, നീളം കുറവാണ്. എ സ്മോൾ റിംഗ്ലെറ്റ് ഓഫ് ഡബിൾ ഹെലിക്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഇൻ അഡീഷൻ ടു ദ ജീനോമിക് DNA, അതാണ് എക്സ്ട്രാ ജീനോമിക് DNA പ്ലാസ്മിഡ്. അത് ചില ബാക്ടീരിയയിലേ ഉള്ളൂ, എല്ലാ ബാക്ടീരിയയിലും ഇല്ല, ഓർക്കണം. ഈ കോളയിൽ പ്ലാസ്മിഡ് ഉണ്ട്. ഇനി പ്ലാസ്മിഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രശ്നം, അതിൽ ജീനുണ്ടോ? അതിൽ ചില ജീനുകൾ കാണും. സർവൈവലിന് ആവശ്യമായ ജീനല്ല, സം ലക്ഷറി ജീൻസ് അതിൽ ചിലപ്പോൾ കണ്ടേക്കാം. ഉദാഹരണത്തിന് മെയിൽ സെക്ഷുവാലിറ്റിക്ക് ആ ജീനുണ്ടെങ്കിൽ മെയിൽ സെല്ലായിട്ട് അത് പ്രവർത്തിക്കും. മെയിൽ സെക്ഷുവാലിറ്റി ജീൻ പ്ലാസ്മിഡ് ഉണ്ടെങ്കിൽ അതിൽ കാണാം. അതുപോലെ ചില ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റ് ചെയ്യാനുള്ള ജീൻ പ്ലാസ്മിഡിൽ കാണാം, അതും കമ്പൽസറി അല്ല. ഇപ്പോൾ ഈ കോളയുടെ പ്ലാസ്മിഡിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഒന്നുമില്ല. എന്നാൽ വേറെ ചില ബാക്ടീരിയകളുടെ പ്ലാസ്മിഡുകളിലൊക്കെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുണ്ട്. അപ്പോൾ ദ പ്ലാസ്മിഡ് നോട്ട് ഇൻ ഓൾ ബാക്ടീരിയ. അഗെയിൻ, ഇഫ് അറ്റ് ഓൾ പ്ലാസ്മിഡ് പ്രസൻറ്റ്, ഇറ്റ് മേ കണ്ടെയ്ൻ മെയിൽ സെക്ഷുവാലിറ്റി ജീൻ ആസ് വെൽ ആസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് സംടൈംസ്, അതും ഉറപ്പല്ല. എന്നാൽ ഈ പ്ലാസ്മിഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്ലാസ്മിഡിനെ നമുക്ക് ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് പുറത്തെടുക്കാം. സ്റ്റാൻലി കോഹനായ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ പ്ലാസ്മിഡുകളെ നമുക്ക് ലൈവായിട്ട് കീപ്പ് ചെയ്യാം ഇൻ സ്യൂട്ടബിൾ കൾച്ചർ മീഡിയം. ആഫ്റ്റർ സെവറൽ അവേഴ്സ് ഓർ ഡേയ്സ് ഓർ ഈവൻ ആഫ്റ്റർ ദാറ്റ് ഈ പ്ലാസ്മിഡിനെ വീണ്ടും ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ അത് റെപ്ലിക്കേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യും. അങ്ങനെ ഒരു കഴിവ് ബാക്ടീരിയൽ പ്ലാസ്മിഡ് DNAയ്ക്കുണ്ട്. അതുകൊണ്ട് ഫോറിൻ ഡിസൈഡ് ജീനുകളെ ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സലൻ്റ് വെക്ടറായിട്ട് ജീൻ കാരിയറായിട്ട് പ്ലാസ്മിഡുകളെ ഉപയോഗിക്കാറുണ്ട്. ഈ പ്ലാസ്മിഡിൽ ഷുവറായിട്ടും കാണുന്ന ഒരു സീക്വൻസാണ് ഓറി. എഫിഷ്യൻ്റ് ഓറി എല്ലാ പ്ലാസ്മിഡുകളിലും കാണും. എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് സീക്വൻസ് പ്ലാസ്മിഡിലുണ്ട്. അതുകൊണ്ടാണ് ചില ബാക്ടീരിയൽ സെല്ലിൽ ഒരു പ്ലാസ്മിഡ് കാണും, ചിലപ്പോൾ ആ സെല്ലിൽ നോക്കിയാൽ 2 പ്ലാസ്മിഡ്. ബാക്ടീരിയൽ സെൽ വിഭജിക്കുമ്പോൾ മാത്രമേ ജീനോം വിഭജിക്കൂ. എന്നാൽ സെൽ വിഭജിക്കാത്തപ്പോഴും പ്ലാസ്മിഡ് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് പ്ലാസ്മിഡ് കോപ്പീസ് ചിലപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലിൽ കാണാം. എൻ്റെ അർത്ഥം റിപ്പീറ്റഡ് റെപ്ലിക്കേഷൻ അനുവർത്തിക്കുന്ന വെരി എഫിഷ്യൻ്റ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് സീക്വൻസ് ഓർ ഒറി പ്ലാസ്മിഡിലുണ്ട്. സോ ഇവിടെ ഒറിയാണ്
അല്ലാതെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനൊന്നും ഈക്കോളൈ പ്ലാസ്മിഡിൽ ഇല്ല. പക്ഷേ ഈക്കോളൈ പ്ലാസ്മിഡിൽ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും ഒക്കെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ കൂട്ടിച്ചേർത്ത് അതിനെ ആർട്ടിഫിഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് PBR322 ആക്കി. അത് നാച്ചുറൽ ഈക്കോളൈ പ്ലാസ്മിഡല്ല. നാച്ചുറലി ആ ജീനുകളൊന്നും അതിലില്ല. അതൊക്കെ ചേർത്താണ് PBR322 പിന്നീട് ഉണ്ടാക്കിയത്. Choose the option that contain incorrect statements regarding chromosomes. At prophase early, the chromatin material get condensed to form chromosome. Prophase സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ ക്രൊമാറ്റിൻ ക്രോമസോമായിട്ട് കണ്ടൻസ് ചെയ്ത് തുടങ്ങും. ദാറ്റ് ഈസ് കറക്റ്റ്. ഈച്ച് ക്രോമസോം ഡ്യൂറിങ് മെറ്റാഫേസ് ഹാസ് 2 chromatids ഹെൽഡ് ബൈ കൈനറ്റോകോൾസ്. അത് കെയർഫുള്ളായിട്ട് വായിക്കും. ഒരു ക്രോമസോമിൻ്റെ 2 ക്രൊമാറ്റിഡുകൾ ചേർന്നിരിക്കുന്നത് സെൻട്രോമിയർ എന്ന ഭാഗത്താണ്. കൈനറ്റോകോർ മൂലമല്ല ചേർത്ത് വച്ചേക്കുന്നത്. ഈ 2 ക്രൊമാറ്റിഡുകൾ ചേർന്നിരിക്കുന്ന ഭാഗമാണ് സെൻട്രോമിയർ. ക്രൊമാറ്റിഡ്സ് ഈ ആം പോർഷനിൽ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആണ്. യു ക്യാൻ സീ ഇറ്റ്. ബട്ട് ഹിയർ ദ ക്രൊമാറ്റിഡ്സ് ആർ ജോയിൻറ്റഡ്. അതാണ് സെൻട്രോമിയർ. ഈ ജോയിൻ ചെയ്ത സെൻട്രോമിയർ ഭാഗത്തിൻ്റെ ഇരുവശത്ത് ഓൺ എയ്തർ സൈഡ് യു ക്യാൻ സീ പ്രോട്ടീനേഷ്യസ് പ്ലേറ്റ്. ഇതാണ് കൈനറ്റോകോർ. ഇപ്പോൾ കൈനറ്റോകോർ മൂലമല്ല ചേർത്ത് വെച്ചേക്കുന്നത്, സെൻട്രോമിയർ വഴിയാണ്. ഓൺ എയ്തർ സൈഡ് ഓഫ് സെൻട്രോമിയർ യു ക്യാൻ സീ കൈനറ്റോകോർ വെയർ സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബി തെറ്റാണ്. ഹെൽഡ് ടുഗദർ, ക്രൊമാറ്റിഡ്സ് ഹെൽഡ് ടുഗദർ ബൈ സെൻട്രോമിയർ, അതാണ് കറക്റ്റ്. കൈനറ്റോകോർ കോൺസ്റ്റിറ്റ്യൂട്ട് ആക്ച്വൽ സൈറ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് സ്പിൻഡിൽ ഫൈബർ ടു ക്രോമസോം, അത് ശരിയാണ്. ടിലോമിയർ ഈസ് നെസസറി ഫോർ പ്രോപ്പർ സെൽ ഡിവിഷൻ. ഈ ക്രോമസോമുകൾ പരസ്പരം, ടിലോമിയർ ഈസ് എൻഡ് പോർഷൻ ഓഫ് ദ ക്രോമസോം. അപ്പോൾ ഒരു ക്രോമസോമിൻ്റെ ഈ എൻഡിൽ വേറൊരു ക്രോമസോം വന്ന് കൂട്ടിച്ചേർന്ന് ക്രോമസോം എൻഡ് ടു എൻഡ് കൊഹിഷൻ, കൂടിച്ചേരൽ സംഭവിക്കാതെ ഇരിക്കുന്നത് ടിലോമിയറിൻ്റെ ഒരു ഗുണമാണ്. അങ്ങനെ ക്രോമസോം കൂടിച്ചേർന്ന് പോയാൽ സെൽ ഡിവിഷൻ വേണ്ട രീതിയിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ സെൽ ഡിവിഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ, ക്രോമസോമുകൾ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കെ ടിലോമിയർ സഹായിക്കും. അത് ശരിയാണ്. സോ ബി ഒള്ളി, സ്റ്റേറ്റ്മെൻറ്റ് ബി ഒള്ളി ഈസ് റോങ്. ദ ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, mRNA ട്രാൻസ്ലേറ്റ് ചെയ്താണ് പോളിപെപ്റ്റൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ പോളിപെപ്റ്റൈഡ് ഉണ്ടാക്കാനുള്ള മാതൃക ടെംപ്ലേറ്റ് mRNA ആണ്. mRNAയിലെ കോഡോണുകൾ അനുശാസിക്കുന്ന, സിഗ്നിഫൈ ചെയ്യുന്ന അമിനോ ആസിഡ് ചേർന്നതാണ് പ്രോട്ടീൻ. സോ പ്രോട്ടീൻ ഫോംഡ് ഓൺ the template, namely mRNA template. A monohybrid produce, monohybrid എന്ന് പറഞ്ഞാൽ a pair of dissimilar alleles. മോണോഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ മോണോഹൈബ്രിഡ് ക്രോസിലെ F1 പ്രോജനി, അത് ഒരു പെയർ ഡിസിമിലർ അല്ലിലായിരിക്കും, ഹെട്രോസൈഗസ് ഫോർ ഓൺ പെയർ. ബൈ സെഗ്രിഗേഷൻ ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ, ലോ ഓഫ് സെഗ്രിഗേഷൻ, ദാറ്റ് ഈസ് the alleles of a pair segregate such that a gamete receives only one member of the pair. So 2 types of gametes, monohybrid or ഒരു പെയർ ഹെട്രോസൈഗസ് ഉണ്ടാക്കും. മോണോഹൈബ്രിഡ് മീൻസ് 1 പെയർ ഹെട്രോസൈഗസ് ജീനോടൈപ്പ്, അത് 2 ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാക്കും. എന്നാൽ ഡൈഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 2 പെയർ ഹെട്രോസൈഗസ് ജീനോടൈപ്പ് എന്നാണ് അർത്ഥം. ഇത് 4 ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാക്കും ബൈ segregation and law of independent assortment. So monohybrid produce 2 types of gametes, dihybrid produce 4 types of gametes. A diploid organism is heterozygous for 4 loci and homozygous for 2 loci. It shall produce. അതായത് ഒരു ജീവിക്ക് ഒരുപാട് ക്യാരക്ടറുണ്ട്, അപ്പോൾ ഒരുപാട് ലോസൈകൾ, ജീൻ സ്ഥാനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പരിഗണിക്കുന്നത് എത്ര ക്യാരക്ടർ, അതാണ് അവിടെ. അപ്പോൾ ഒരു ക്യാരക്ടർ പരിഗണിച്ചാൽ F1 വിൽ ബി മോണോഹൈബ്രിഡ്, 2 ക്യാരക്ടർ പരിഗണിച്ച് ക്രോസ് ചെയ്താൽ F1 വിൽ ബി ഡൈഹൈബ്രിഡ്,
മൂന്ന് ക്യാരക്ടർ പരിഗണിച്ചുകൊണ്ട് ക്രോസ് ചെയ്താൽ F1 വിൽ ബി ട്രൈ ഹൈബ്രിഡ്, ലൈക്ക് ദാറ്റ് ടെട്രാ ഹൈബ്രിഡ്, അങ്ങനെ പോവാം. അപ്പോൾ നമ്മളിലൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് ലോക്കസുകളുണ്ട്. അപ്പോൾ അതിൽ നിരവധി ലോക്കസുകൾ ഹെട്രോസൈഗസ് ആയിട്ടായിരിക്കും നമ്മളുടെയൊക്കെ ഒരു ജീൻ സിറ്റുവേഷൻ. അപ്പോൾ ഏതായാലും ഒരു ജീവിയുടെ ജീനോടൈപ്പിൽ പരിഗണിക്കുന്നത് 6 ലോക്കസുകളാണ്. അതിൽ 4 ലോക്കസുകൾ ഹെട്രോസൈഗസ്, 4 ലോക്കസുകൾ ഹെട്രോസൈഗസും പിന്നീട് 2 ക്യാരക്ടറൂടെ പരിഗണിച്ചു. പക്ഷേ ആ 2 ക്യാരക്ടറിന് ആ ജീവി ഹോമോസൈഗസ് ആണ്. ഹോമോസൈഗസ് ഡോമിനൻ്റോ ഹോമോസൈഗസ് റിസസീവോ ആകാം, അതെന്തോ ആയിക്കോട്ടെ. ഹോമോസൈഗസ് ഡോമിനൻ്റ് ഇരുന്നോട്ടെ. അപ്പോൾ 6 ലോക്കസുകൾ, അതിൽ 4 ലോക്കസുകൾ ഹെട്രോസൈഗസും 2 ലോക്കസുകൾ ഹോമോസൈഗസും ആണെങ്കിൽ ഈ കൺസേൺ ലോക്കസിനെ പരിഗണിക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റുകൾ ഈ ലോക്കസിൽ നിന്നുള്ള അലിലുകൾ വൈസ് എത്ര ടൈപ്പ് ഉണ്ടാകാം. അതിനൊരു നൊട്ടേഷൻ ഉണ്ട്, 2 raised to n, where n denotes the number of heterozygous pairs in the given genotype. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ജീനോടൈപ്പിൽ എത്ര പേരെന്നുള്ളതല്ല, എത്ര പേർ ഹെട്രോസൈഗസ് ഉണ്ട്. അപ്പോൾ 2 raised to n, ദാറ്റ് ഈസ് 2 raised to 4. ഇവിടെ 4 പേർ ഹെട്രോസൈഗസ്. ദാറ്റ് മീൻസ് 2 into 2 into 2 into 2. സോ 16 types of gametes കിട്ടും. The frequency of double heterozygous in F2 dihybrid population is, F2 ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ F2 തലമുറയിൽ 16 കോളങ്ങളിൽ സൈഗോട്ട് ഉണ്ടാകുന്നുണ്ട്. 4 × 4 16, 4 ടൈപ്പ് ഗ്യാമേറ്റിൻ്റെ സെൽഫിങ്. ആ 16 ടൈപ്പ് കോളങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഡബിൾ ഹെട്രോസൈഗസ് ജീനോടൈപ്പുള്ള സൈഗോട്ട് കോളങ്ങൾ എത്രയുണ്ട്? 16-ൽ 4 എണ്ണത്തിൽ കാണും. 4 എണ്ണത്തിൽ ക്യാപിറ്റൽ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ എന്ന് കാണും. സോ 4/16 അതായിരിക്കും ഫ്രീക്വൻസി ഓഫ് ഡബിൾ ഹെട്രോസൈഗസ് ജീനോടൈപ്പിൻ്റെ ഡൈഹൈബ്രിഡ് F2 പോപ്പുലേഷൻ. ഡൈഹൈബ്രിഡ് F2 ചെക്കർ ബോർഡ് റെഫർ ചെയ്യുക. ഇനി ഡൈഹൈബ്രിഡ് F2 ജീനോടൈപ്സ് ആർ ഓഫ് 16 രീതിയിൽ സൈഗോട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 16 ടൈപ്പ് ജീനോടൈപ്പ് ഇല്ല. 9 ഇനം ജീനോടൈപ്പാണ് ഡൈഹൈബ്രിഡ് F2 പോപ്പുലേഷനിൽ വരുന്നത്. 9 ടൈപ്സ്. പക്ഷേ 9 ടൈപ്സ് ഓഫ് ക്യാരക്ടർ ഇല്ല. 4 ടൈപ്സ് ഓഫ് ക്യാരക്ടറേ ഉള്ളൂ. അതായത് 9 ടൈപ്സ് ഓഫ് ജീനോടൈപ്സ് എക്സ്പ്രസ് ഇൻറ്റു 4 ടൈപ്സ് ഓഫ് ഫിനോടൈപ്സ്. സോ 4 ടൈപ്സ് ഓഫ് ഫിനോട്ടിപ്പിക് ക്ലാസസ് ഓഫ് ജീനോടൈപ്സ്. 4 phenotypic classes of genotypes. In eukaryotes, mostly eukaryotic cistron transcription unit, അത് കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോകാരിയോട്ടിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയ്ക്ക് ഒന്നിലധികം സിസ്ട്രോണുകൾ നീളമുള്ള ഒരു സ്ട്രക്ചറൽ ജീൻ ആയിരിക്കും. അതാണ് പോളിസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. എന്നാൽ യുക്കാരിയോട്സിൽ ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയ്ക്ക് ഒരൊറ്റ സിസ്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ, മോണോസിസ്ട്രോണിക്. പക്ഷേ യുക്കാരിയോട്ടിക് സിസ്ട്രോൺ സ്പ്ലിറ്റാണ്. കാരണം കോഡിംഗ് എക്സോണുകൾ ഇൻ്റർവീൻഡ് ബൈ നോൺ കോഡിംഗ് ഇൻട്രോൺസ്. അപ്പോൾ in eukaryotes mostly cistrons are split, exono introno ulla cistron, split cistron, and transcription unit is monocistronic. Oru cistrone oru unitil kaanum. First option is the answer. Choose the option that contain wrong statements only. DNA has 5 methyl uracil and hydrogen bonds which confer more stability than RNA. ശരിയല്ലേ? DNA-യിൽ thymine ഉണ്ട്. Thymine is 5 methyl uracil, മെഥൈലേറ്റഡ് ബേസ് ആയ തൈമിൻ ഉള്ളതുകൊണ്ട് സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ ഹൈഡ്രോജൻ ബോണ്ടുകൾ മൂലം ഡബിൾ സ്ട്രാൻഡ് ആയിരിക്കുന്നതും സ്റ്റെബിലിറ്റി ഫാക്ടറാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് എ സ്റ്റെബിലിറ്റിക്ക് അനുസൃതമാണ്. ബി, DNA വാസ് ഇവോൾഡ് ഫ്രം RNA. ആദ്യ സെല്ലുകൾ RNA സെല്ലുകൾ എന്നാട്ട് അതിൽ നിന്ന് കോപ്പിയായിട്ടാണ് DNA ഉണ്ടായതെന്ന് നമുക്കറിയാം. ശരി. DNA ഹാസ് മെഥൈലേറ്റഡ് സൈറ്റോസിൻ ആൻഡ് തൈമൈൻ. DNA-യിൽ മെഥൈൽ ഗ്രൂപ്പുള്ള തൈമൈനേ ഉള്ളൂ. സൈറ്റോസൈൻ നെവർ മെഥൈലേറ്റഡ് അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് സി തെറ്റാണ്. സോ റോങ് സ്റ്റേറ്റ്മെൻറ്റ് സി ഉള്ളി. N15 DNA and N14 DNA can be separated and identified by Michelson-Stahl experiment. ഹെവി N15 നൈട്രോജൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഹെവി DNA ഉണ്ടാക്കിയിട്ട്
സാധാരണ N14 നൈട്രജനുള്ള ബേസുകളുടെ മീഡിയത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് പരീക്ഷണം നടത്തി ലൈക്കോളയിൽ. N15 എന്നത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ അല്ല, ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ. അപ്പോൾ N15 ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിട്ട് DNA വേർതിരിക്കണമെങ്കിൽ 2 സ്ട്രാൻഡ് N15 ഉള്ളത് ഹെവി DNA, 2 സ്ട്രാൻഡ് N14 ഉള്ളത് ലൈറ്റർ DNA, ഭാരം കുറഞ്ഞ DNA, 1 സ്ട്രാൻഡ് N15 ഒന്ന് N14 ആണെങ്കിൽ ഹൈബ്രിഡ് DNA, മീഡിയം ഭാരം. അപ്പോൾ ഇതൊക്കെ വേർതിരിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡിലൂടെയാണ്. സെൻട്രിഫ്യൂഗ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ ഭാരമനുസരിച്ച് ഡിഫറൻറ്റ് പൊസിഷനിൽ ബാൻഡ് വരും. ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, ഓർ സിംപ്ലി സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ അതാണ് ശരി. അല്ല എക്സ്റേ ഡിഫ്രാക്ഷനോ ഓട്ടോ റേഡിയോഗ്രഫിയോ ഒന്നും N15 DNA ഉള്ള N15 ഭാരമുള്ള ഐസോട്ടോപ്പുള്ള DNA N14 DNAയിൽ നിന്ന് വേർതിരിക്കാൻ പര്യാപ്തമല്ല. അതിന് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ ഓർ സിംപ്ലി സെൻട്രിഫ്യൂഗേഷൻ. cDNA എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി DNA. RNAയുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനിലുണ്ടായ DNA മാത്രമേ കോംപ്ലിമെൻ്ററി DNA cDNA എന്ന് പറയൂ. ഇപ്പോൾ cDNA ഉണ്ടാകാനുള്ള എൻസൈം RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. അതായത് DNA റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എൻസൈം DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് കോൺബർഗ് എൻസൈം. കോൺബർഗാണ്, ആർതർ കോൺബർഗ് ആദ്യം കണ്ടുപിടിച്ചതുകൊണ്ട് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസിനെ കോൺബർഗ് എൻസൈം എന്ന് പറയും. ഇനി DNA-യിൽ നിന്ന് RNA ഉണ്ടാകുക, ട്രാൻസ്ക്രിപ്ഷൻ, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്, ട്രാൻസ്ക്രിപ്റ്റേസ് എന്നും പറയാം. ഇനി RNA-യിൽ നിന്ന് DNA കോപ്പി ചെയ്താൽ അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഇനി RNA-യിൽ നിന്ന് RNA കോപ്പി ചെയ്യാം, അതാണ് RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. അത് RNA ജീനോമുള്ള വൈറസുകളിൽ മാത്രമേ ഉള്ളൂ. RNA വൈറസുകൾ നമ്മളിൽ കയറുമ്പോൾ നമ്മുടെ സെല്ലിൽ വെച്ച് RNAയുടെ കോപ്പിയായിട്ട് RNA ഉണ്ടാക്കാനുള്ള എൻസൈമാണത്. അത് RNA വൈറസുകളിലാണുള്ളത്. RNA ജീനോമുള്ളതും എന്നാൽ റിട്രോ വൈറസ് ആണെങ്കിൽ RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം കാണും. ഓക്കെ. ഇനി ഒരു ടെംപ്ലേറ്റും ഇല്ലാതെ വെറുതെ ന്യൂക്ലിയോട്ടൈഡുകൾ ചേർത്ത് RNA ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ് പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ്, ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻ്റ് RNA പോളിമറേസ്. അത് ചില ബാക്ടീരിയയിലുണ്ട്, എല്ലാ ബാക്ടീരിയയിലും ചില ബാക്ടീരിയയിൽ. അതാണ് ഒച്ചോവ കണ്ടുപിടിച്ച എൻസൈം, ഒച്ചോവ എൻസൈം. പോളിന്യൂക്ലിയോട്ടൈഡ് കോൺബർഗ് എൻസൈം DNA പോളിമറേസ്, പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് ഒച്ചോവ എൻസൈം. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് തന്നെ, കോൺബർഗ് എൻസൈം തന്നെ. RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ കോംപ്ലിമെൻ്ററി DNA ഉണ്ടാകാനുള്ള എൻസൈം ഫോർത്ത് വൺ. The RNA polymerase can initiate transcription. എപ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത്? when it transient the associate raw factor അല്ല, raw factor termination factor. sigma factor ആണ് initiation factor in prokaryotes. when the enzyme modulated by transient association with sigma factor, raw factor is termination factor. One of the property of DNA led Watson and Crick to hypothesize semi-conservative mode of replication. That is complementarity of the two strands. Base pairing rule between two strands. അതാണ് കോംപ്ലിമെൻറ്റാരിറ്റി. ബേസ് പെയറിംഗ് റൂളും രണ്ട് സ്ട്രാൻഡുകൾ തമ്മിലുള്ള കോംപ്ലിമെൻറ്റാരിറ്റി ആദ്യം കണ്ടുപിടിച്ചത് വാട്സൺ ആൻഡ് ക്രിക്ക് തന്നെയാണ്. ആ കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് DNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവർ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. അതാണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് replication. So second option is the answer. tRNA is synthesized by, അതായത് നമ്മുടെ ന്യൂക്ലിയസിൽ എല്ലാ RNAയും നമ്മുടെ ജീനോമിലെ DNA-യുടെ ചില ഭാഗത്തു നിന്ന് കോപ്പി ചെയ്തേ ഉണ്ടാവാൻ പറ്റൂ. അതെപ്പോഴും അടിവരയിട്ട് ഓർത്തിരിക്കണം. mRNA മാത്രമല്ല, tRNA, rRNAയും, ഇനി ചെറിയ ന്യൂക്ലിയർ RNA, snRNA, അതുകൂടാതെ RNA, ഇൻ്റർഫിയറിങ് RNA, ഇങ്ങനെ ഏതുതരം RNA നമ്മുടെ സെല്ലിലുണ്ടെങ്കിലും അത് നമ്മുടെ ജീനോമിൻ്റെ ഏതെങ്കിലും DNA പോർഷനിൻ്റെ കോപ്പിയായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ മേജർ ടൈപ്പ് RNAകൾ ഫങ്ഷണലി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ സിന്തസുമായി ബന്ധപ്പെട്ടത് mRNA, tRNA, rRNA. അപ്പോൾ mRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഭാഗമാണ് സിസ്ട്രോൺ, സോ കോൾഡ് ജീൻ.
TRNA കോപ്പി ചെയ്യാനും DNA ചില ഭാഗങ്ങളുണ്ട്, അതും ജീനാണ്, tRNA ജീൻ എന്നൊക്കെ പറയാം. അതുപോലെ RRNA കോപ്പി ചെയ്യാൻ RRNA ജീൻ ഭാഗം നമ്മുടെ ജീനോമിൻ്റെ ചില ഭാഗത്തുണ്ട്. സോ tRNA is synthesized in nucleus as complementary to DNA. കൺസേൺ DNA പോർഷൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് tRNA ഉണ്ടാകുന്നത്. അത് RRNA ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ്, mRNA ഉണ്ടാകുന്നതും അങ്ങനെ. Polymorphism is considered if one variant at a locus occurs in human population with frequency greater than 0.01. സെക്കൻഡ് ഓപ്ഷൻ. അതായത് ഒരു ലോക്കസിന് ഡോമിനൻ്റ് അലിൽ രൂപം റിസസീവ് അലിൽ രൂപം വന്നാൽ അത് പോളിമോർഫിസമാണ്, രണ്ട് രൂപങ്ങൾ ഒരു DNA സെഗ്മെൻറ്റ്. പിന്നെ റെപ്പറ്റേറ്റീവ് DNA സീക്വൻസുകൾ, അത് കോപ്പി നമ്പർ വ്യത്യാസം വരുന്ന വേരിയൻറ്റുകളെല്ലാം പോളിമോർഫിക് രൂപങ്ങളാണ്. അപ്പോൾ ഏതൊരു ലോക്കസിലും രണ്ടിലധികം രൂപങ്ങൾ കാണുക, ഏതൊരു DNA സെഗ്മെൻറ്റിനും ഹ്യൂമൻ പോപ്പുലേഷനിൽ രണ്ട് തരമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേരിയൻ്റ് രൂപങ്ങൾ ഉണ്ടാകുക, അതാണ് പോളിമോർഫിസം. അതിലേതെങ്കിലും ലീസ്റ്റ് ഫ്രീക്വൻ്റ് മോർഫ്, വളരെ കുറച്ച് ആളുകളിൽ മാത്രം കാണുന്ന രൂപം, അതിൻ്റെ ഫ്രീക്വൻസി 0.01 ഉണ്ടെങ്കിൽ ആ വേരിയൻറ്റിനെ കൺസിഡർ ചെയ്യണം, അതിൽ കുറഞ്ഞാൽ അത് കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്യണമെങ്കിൽ പിന്നെ ഒരു രൂപയേ ഉള്ളൂ, മറ്റൊരു രൂപമില്ല, അപ്പോൾ പോളിമോർഫിസം ഇല്ല. അപ്പോൾ ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ പോളിമോർഫിസമായി. 10,000 ഇൻഡിവിജ്വലിലെങ്കിലും ആ അലിലിൻ്റെ ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ ആ റിസസീവ് അലിലിൻ്റെ ഫ്രീക്വൻസി 0.01 വരും. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ 10,000 ആ ഒരു പർട്ടിക്കുലർ അലിലുണ്ടെങ്കിൽ, ആ അലിൽ അടങ്ങിയ ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ ആ അലിലിൻ്റെ ഫ്രീക്വൻസി ഇത്രയും വരും, 0.01. 0.01 കുറഞ്ഞാൽ പിന്നെ ആ അലിലിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ദ കോമൺലി യൂസ്ഡ് വെക്റ്റർ ഇൻ ജീൻ തെറാപ്പി വിൽ ബി, ജീൻ തെറാപ്പിയിൽ നമ്മൾ ഫോറിൻ അല്ലെങ്കിൽ നല്ല ജീൻ അതിൻ്റെ RNA രൂപത്തിൽ നിർമ്മിച്ച് ഡിസാംഡ് റിട്രോവൈറസിൻ്റെ RNAയുടെ കൂടെ ചേർത്താണ് നമ്മുടെ ലിംഫോസൈറ്റുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ റിട്രോവൈറസാണ്, ഡിസാംഡ് റിട്രോവൈറസ്. YSC BSC ഒന്നുമല്ല, അതൊക്കെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നമ്മളുടെ വലിയ DNA കഷ്ണങ്ങളെ ബാക്ടീരിയയിലും ഈസ്റ്റിലും ഒക്കെ കയറ്റാൻ ഉപയോഗിച്ച വെക്ടറുകളാണ്. കോസ്മിഡ് ബാക്ടീരിയയിലേക്ക് ജീൻ കയറ്റാൻ പറ്റിയ നല്ലൊരു വെക്ടറാണ്. PBR322ഉം കോസ്മിഡും ഒക്കെ ഉപയോഗിച്ച് ബാക്ടീരിയകളിലേക്ക് ജീൻ കയറ്റാം. പക്ഷേ നമ്മുടെ ലിംഫോസൈറ്റുകളിലേക്ക് റെഡിലി എൻ്റർ ചെയ്യുന്നതും ഷുവറായിട്ടും കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കുന്നതും നമ്മുടെ DNA-യിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ റിട്രോവൈറസിനാണുള്ളത്. അപ്പോൾ നമ്മുടെ രക്തത്തിലെ സെല്ലുകളിലേക്ക് നല്ല ജീൻ കൊടുക്കാൻ സ്യൂട്ടബിൾ വെക്റ്റർ ഡിസാംഡ് റിട്രോവൈറസ് തന്നെയാണ്. മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ട്രാൻസ്പോസോൺസ്, ജമ്പിങ് ജീൻസ്, ട്രാൻസ്പോസോൺസ്. നമ്മുടെ ഏതെങ്കിലും ക്രോമസോമിലെ ഏതെങ്കിലും DNA ഭാഗം ഒരു ജമ്പിങ് ജീനാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ DNA ഭാഗത്തിൻ്റെ 2 സ്ട്രാൻഡുകളും ട്രാൻസ്ക്രൈബ് ചെയ്യും. ക്യാരക്ടർ ഉണ്ടാക്കുന്ന ജീനല്ല ജമ്പിങ് ജീൻ, 2 സ്ട്രാൻഡും ട്രാൻസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഡബിൾ സ്ട്രാൻഡ് RNA ഉണ്ടാകും. എന്നിട്ട് ആ ഡബിൾ സ്ട്രാൻഡ് RNA ഇങ്ങനെ സഞ്ചരിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പുതിയൊരു ക്രോമസോം ലൊക്കേഷനിലെത്തുമ്പോൾ, അതിനടുത്തെത്തുമ്പോൾ വീണ്ടും റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനിലൂടെ DNA ആയി പുതിയ സ്ഥലത്ത് കൂടിച്ചേരും. അങ്ങനെ സ്ഥാനം മാറുന്ന ജീനാണ് ജമ്പിങ് ജീൻ. ജമ്പിങ് ജീനുകൾ റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ സ്ഥലത്തെത്തുന്നത് RNA ഇൻ്റർമീഡിയറ്റ് ഡബിൾ സ്ട്രാൻഡ് RNA രൂപത്തിൽ ആണ്, ട്രാൻസ്പോസോൺസ്. Stored food is mannitol and has unequal lateral flagella. These algae belong to brown algae. Pyriform motile cells with 2 unequal flagella, characteristic of Phaeophysi or brown algae. Algae of flagella of a similar length, motile cells of Chlorophysi. അൺഈക്വൽ ലെങ്തിലുള്ള 2 ഫ്ലാജല്ല മാത്രം വരുമ്പോൾ ബ്രൗൺ ആൽഗെ. ഓൾവേസ് ഇമ്മോട്ടൈൽ സെൽസ്, നോ ഫ്ലാജല്ലേറ്റഡ് ഓർ സീലിയേറ്റഡ് സെൽസ് ഇൻ റെഡ് ആൽഗെ. ചൂസ് ദ റോങ് മാച്ച്. സൈറ്റോക്രോം ഓക്സിഡൈസ്, സൈറ്റോക്രോം ഓക്സിഡൈസ് ഓർ സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 1, 2, 3,
4, 5 ഇങ്ങനെ 5 കോംപ്ലക്സ് ഉണ്ടല്ലോ മൈറ്റോകോൺട്രിയൽ ഇന്നർ മെംബ്രെയിനിൽ എറോബിക് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ETSുമായി ബന്ധപ്പെട്ട് സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ് 4 അത് മാച്ചാണ്. സക്സിനൈൽ കോയെ ഈസ് 4 കാർബൺ മോളിക്യൂൾ അത് മാച്ചാണ്, ശരിയാണ്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ഗ്ലൈക്കോളിറ്റിക് എൻസൈം ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആകുന്ന ഗ്ലൈക്കോളിസിൻ്റെ 10 സ്റ്റെപ്പ് അതിലൊരു സ്റ്റെപ്പിലും വരുന്ന എൻസൈമല്ല ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഗ്ലൈക്കോളിസിന് ശേഷം ഈഥൈൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിലേക്ക് പൈറുവിക് ആസിഡ് പോകാനുള്ള ഫെർമെൻറ്റിംഗ് എൻസൈമാണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, ഗ്ലൈക്കോളിറ്റിക് എൻസൈം അല്ല. അതാണ് മിസ്മാച്ച്. വിച്ച് ഈസ് ദ എൻട്രൻറ്റ് മോളിക്യൂൾ ടു TCA സൈക്കിൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഗ്ലൈക്കോളിസിസ് ആസ് സച്ച് എനൈറോബിക് പാത്വേ ആണ്, ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല ഗ്ലൈക്കോളിസിൽ. ഗ്ലൂക്കോസ് ബൈ ഗ്ലൈക്കോളിസിസ് converted into 2 molecules of 3 carbon pyruvic acid. ഇത് എനൈറോബിക് പാത്വേ ആണ്. അതിനുശേഷം പൈറുവിക് ആസിഡ് എയ്റോബിക് പ്രോസസ് ഓർ പാത്വേയിലേക്ക് എൻട്രി ചെയ്യും. പൈറുവിക് ആസിഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ട് ഇൻ ടു അസറ്റൈൽ കോയെ which is a 2 carbon intermediate which enters into the tricarboxylic acid cycle, TCA cycle or Krebs cycle. സിട്രിക് ആസിഡ് ഉണ്ടാകുന്നു ഓക്സാൽ അസറ്റിക് ആസിഡുമായി ചേർന്ന്. 4 കാർബൺ ഓക്സാൽ അസറ്റിക് ആസിഡ്, 2 കാർബൺ അസറ്റൈൽ കോയെ, 6 കാർബൺ സിട്രിക് ആസിഡ് ആൻഡ് ദ സൈക്കിൾ ഇത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രബ്സ് സൈക്കിൾ. ഇതിൽ പൈറുവേറ്റ് അസറ്റൈൽ കോയയാകുന്ന സ്റ്റെപ്പും TCA സൈക്കിളും ഉൾപ്പെടെയാണ് എയ്റോബിക് പ്രോസസ്, റൈറ്റ്? അപ്പോൾ വിച്ച് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ എനൈറോബിക് ആൻഡ് എയ്റോബിക് പ്രോസസ് ഇൻ എയ്റോബിക് റെസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ പൈറുവിക് ആസിഡ്. ലിങ്ക് ബിറ്റ്വീൻ എനൈറോബിക് ആൻഡ് എയ്റോബിക് പ്രോസസ് പൈറുവിക് ആസിഡാണ്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. എന്നാൽ ദ എൻട്രൻറ്റ് മോളിക്യൂൾ ടു TCA സൈക്കിൾ പൈറുവിക് ആസിഡ് അല്ല. കാരണം പൈറുവിക് ആസിഡ് എയ്റോബിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് 2 കാർബൺ അസറ്റൈൽ കോയെ ആകണം. ആ അസറ്റൈൽ കോയെ 2 കാർബൺ ആണ് ഓക്സാലസറ്റിക് ആസിഡുമായിട്ട് ചേർന്ന് TCS ട്രൈകാർബോക്സിലിക് ആസിഡ് സിട്രിക് ആസിഡ് ഉണ്ടാകുന്നത് ഈ സൈക്കിൾ. അപ്പോൾ എൻട്രൻറ്റ് ടു TCA സൈക്കിൾ അസറ്റൈൽ കോയെ. ആൻസർ. Aerobic respiration of glucose yields net gain, total gain as well as net gain of aerobic respiration per glucose is 38 ATP. 38 ATP ൽ നിന്ന് 2 എണ്ണം കുറച്ച് 36 എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു നെറ്റ് ഗെയിൻ. പക്ഷേ ഇപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഗെയിൻ 38 ATP, നെറ്റ് ഗെയിൻ ഈസ് ഓൾസോ 38. കാരണം 2 ATP ഗ്ലൈക്കോളിസിലുണ്ടാകുന്ന NADH2 മൈറ്റോകോൺട്രിയയ്ക്ക് അകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എക്സ്പെൻഡ് ചെയ്യുമെന്ന് പഴയ കൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ഐഡിയ ആ ട്രാൻസ്പോർട്ടിന് എനർജി ഒന്നും എക്സ്പെൻസ് ഇല്ല, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടായിട്ട് അത് നടക്കും, എലോങ് വിത്ത് മാലേറ്റ് ഷട്ടിൽ ത്രൂ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. അതുകൊണ്ട് നോ എക്സ്പെൻസ് ടു ബി കൺസിഡേർഡ് ഇൻ ദാറ്റ് റെസ്പെക്ട്. സോ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ATP per glucose through aerobic respiration is 38 ATP, and that is the net gain of ATP also. Photorespiration will be negligible in C4 plants under conditions of, in any condition because of Kranz anatomy, no photorespiration in C4 plants at present day CO2 concentration of air. അപ്പോൾ CO2 കോൺസെൻട്രേഷൻ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിലായാലും ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. ലൈറ്റിൻ്റെ കണ്ടീഷൻ കൂടുന്നതുകൊണ്ടോ കുറയുന്നതുകൊണ്ടോ ഒന്നും ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. അപ്പോൾ ഇൻ എനി ഓഫ് ദീസ്, ഓൾ ഓഫ് ദീസ് കണ്ടീഷൻസ് ഫോട്ടോ റെസ്പിറേഷൻ വിൽ ബി നെഗ്ലിജിബിൾ ഇൻ C4 plants. No photo respiration at any conditions in C4 plants. നെഗ്ലിജിബിളാണ്. എന്നാൽ C3 പ്ലാന്റിൽ
ഇന്നത്തെ അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാഹചര്യത്തിൽ 360 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ എന്ന അളവിൽ ഇന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഫോട്ടോ റെസ്പിറേഷൻ C3 പ്ലാന്റിലുണ്ട്. എന്നാൽ 450 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ എന്ന രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയാൽ ഹൈ CO2 കോൺസെൻട്രേഷൻ വന്നാൽ C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ വിൽ ബി നെഗ്ലിജിബിൾ. പോളൻ ഗ്രെയിൻ ഈസ് യങ് ആന്ത്രിനകത്ത് പോളൻ മദർ സെൽ, ഡിപ്ലോയിഡ് സെൽ, മിയോസൈറ്റ്, മിയോസിസ് നടന്ന 4 ഹാപ്ലോയിഡ് സെൽ ആണ് മൈക്രോസ്പോർസ്. പോളൻ ടെട്രാഡിലെ 4 മൈക്രോസ്പോർ. ഒരു മൈക്രോസ്പോറിനകത്ത് ഒരു ഹാപ്ലോയിഡ് സെല്ലാണുള്ളത്. പക്ഷേ അത് ഇമ്മീഡിയറ്റ്ലി പോളൻ ഗ്രെയിനായിട്ട് വളരും. മൈക്രോസ്പോർ ഗ്രോ ആസ് പോളൻ ഗ്രെയിൻ. അപ്പോൾ അതിലെ ഹാപ്ലോയിഡ് സെൽ 2ആയിട്ട് വിഭജിക്കും. 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയായി. അതിലൊരു സെല്ല് വലിയ സെൽ, വെജിറ്റേറ്റീവ് സെൽ, ദ അതർ ഈസ് എ സ്മോൾ സെൽ, ദ ജനറേറ്റീവ് സെൽ. അതാണ് 2 സെൽ സ്റ്റേജ്ഡ് പോളൻ ഗ്രെയിൻ. അതിലെ ജനറേറ്റീവ് സെൽ മെയിൽ ഗാമറ്റ് ഓർ സ്പേം, വെജിറ്റേറ്റീവ് സെൽ വെജിറ്റേറ്റീവ്ലി പോളൻറ്റീവായിട്ട് വളരുന്ന സെൽ. അപ്പോൾ പോളൻ ഗ്രെയിൻ ഈസ് മെയിൽ ഗാമറ്റോഫൈറ്റ്. മെയിൽ ഗാമറ്റായ ജനറേറ്റീവ് സെൽ ഓർ സ്പേം സെല്ലിനെ ക്യാരി ചെയ്യുന്ന വെജിറ്റേറ്റീവ് സെൽ ബോഡി. അതാണ് മെയിൽ ഗാമറ്റ് ബെയറിംഗ് സ്ട്രക്ചർ, മെയിൽ ഗാമറ്റോഫൈറ്റ്. പോളൻ മൈക്രോസ്പോർ പോളൻ ഗ്രെയിൻ ആയാൽ 2 സെൽ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ അത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയി. എന്നിട്ട് വെജിറ്റേറ്റീവ് സെൽ പോളൻ ട്യൂബായിട്ട് വളരുമ്പോഴും ഈ ജനറേറ്റീവ് സെൽ ഒന്നുകൂടെ ഉപയോഗിച്ച് 2 സ്പേമായിട്ടുണ്ട്. അപ്പോഴും 2 ഗാമേറ്റിനെ ബെയർ ചെയ്യുന്ന ട്യൂബുലാർ സ്ട്രക്ചർ. പോളൻ ട്യൂബ് ഈസ് ഓൾസോ മെയിൽ ഗാമറ്റോഫൈറ്റ്. വൈൽ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ മുൻ രൂപമായ പോളൻ ഗ്രെയിനും മെയിൽ ഗാമറ്റോഫൈറ്റ് തന്നെയാണ്, നോ ഡൗട്ട്. അതങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എംബ്രിയോ സാക്ക്, അതിനകത്താണ് എഗ്ഗ് ഇരിക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻജിയോസ്പേംസ് ഓൺലി. സീഡ് പ്ലാന്റുകളിൽ ജിംനോസ്പേമും ഉണ്ട്, ആൻജിയോസ്പേമും ഉണ്ട്. എല്ലാ സീഡ് പ്ലാന്റിലും ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇല്ല. ജിംനോസ്പേമിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇല്ല. ഓൺലി ഇൻ ആൻജിയോസ്പേം, ദറ്റ് ഈസ് ഡൈക്കോട്ട്, മോണോക്കോട്ട് ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന ആൻജിയോസ്പേമുകളിലാണ് ഫെർട്ടിലൈസേഷൻ ഡബിൾ ആക്ടിവിറ്റി. അതായത് 2 സ്പേമുകൾ വന്നിട്ട് എംബ്രിയോസാക്കിൽ കയറുമ്പോൾ അതിനകത്ത് ഒരു എഗ്ഗേ ഉള്ളൂ. ഒരു സ്പേം എഗ്ഗുമായി ചേരും, ദറ്റ് ഈസ് സിംഗമി, ഗാമറ്റിക് ഫ്യൂഷൻ. വൈൽ അറ്റ് ദ സെയിം ടൈം ദ അതർ സ്പേം ഫ്യൂസ് വിത്ത് 2 polar nuclei. അങ്ങനെ ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ, ബോത്ത് ആക്ട് ഓഫ് ഫ്യൂഷൻ സൈമൾട്ടേനിയസ്ലി, ദറ്റ് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ട്രിപ്ലോയിഡ് എൻഡോസ്പേം സെൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ആൻജിയോസ്പേം സീഡിൽ. ജിംനോസ്പേമിൻ്റെ സീഡിലെ ഫുഡ് റിസർവ്ഡ് ടിഷ്യൂ ഒരു ഹാപ്ലോയിഡ് ടിഷ്യൂ ആണ്. ഡിപ്ലോയിഡും അല്ല, ട്രിപ്ലോയിഡ് അല്ല, ഹാപ്ലോയിഡ് ടിഷ്യൂ ആണ്. അപ്പോൾ അതിൽ സിംഗിൾ ഫെർട്ടിലൈസേഷൻ, സൈഗോട്ടേ ഉള്ളൂ ഫ്യൂഷൻ പ്രോഡക്റ്റ്. എൻഡോസ്പേം ഉണ്ടാകുന്ന ഫ്യൂഷൻ പ്രോഡക്റ്റ് ആയിട്ടല്ല. ചൂസ് ദ നോൺ ആൽബുമിനസ് സീഡ്. നോൺ ആൽബുമിനസ് സീഡ് മീൻസ് നോൺ എൻഡോസ്പേമസ് സീഡ്. എൻഡോസ്പേം ഉണ്ടെങ്കിലും അത് കോട്ടിൽഡനിലേക്ക് അബ്സോർബ് ചെയ്ത് എൻഡോസ്പേം വാനിഷ്ഡ്, കോട്ടിൽഡൻ ബിക്കം തിക്ക്. വിത്തിനകത്തെ പരിപ്പുകൾ, കോട്ടിൽഡൻസ്, എംബ്രിയോണിക് ലീവ്സ് തടിച്ചതാണെങ്കിൽ അത് നോൺ എൻഡോസ്പേമസ് ഓർ നോൺ ആൽബുമിനസ് സീഡാണ്. ഡൈക്കോട്ട് സീഡുകളിലെ മെജോറിറ്റി നോൺ ആൽബുമിനസ്. പയറിന് 2 തടിച്ച പരിപ്പുകളുണ്ട്, നോൺ ആൽബുമിനസ്. ഡൈക്കോട്ടിൽ കാസ്റ്റർ പോലുള്ള ചില വിത്തുകളിലാണ് കോട്ടിൽഡൻ മെംബ്രേനിയസും എൻഡോസ്പേം ടിഷ്യൂ റീറ്റെയിൻഡ്. മോണോക്കോട്ട്സ് ആസ് എ ഹോൾ എൻഡോസ്പേമസ് ആണ്, ആൽബുമിനസ് ആണ്. കോട്ടിൽഡൻ തിക്കല്ല. നൗ ചൂസ് ദ റൂട്ട് ട്യൂബർ. റൂട്ട് കിഴങ്ങായി തീർന്നേക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോയിലാണ്. സ്വീറ്റ് പൊട്ടറ്റോയുടെ സ്റ്റെം ക്രീപ്പറാണ്. അതിൻ്റെ നോഡിൽ നിന്ന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്, അത് കിഴങ്ങായി തീരും. കൊളക്കേഷ്യ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ട്യൂബറാണ്. പൊട്ടറ്റോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ട്യൂബറാണ്. ജിഞ്ചർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ട്യൂബർ ഓഫ് റൈസോം ടൈപ്പ്. സുപ്പീരിയർ ഓവറി, അതായത് ഹൈപ്പോഗൈനസ് ഫ്ലവർ, പി. നിങ്ങൾ പഠിക്കുന്ന 4 ഫാമിലിയിലും മസ്റ്റാർഡ്, ബ്രാസിക്കേസിയ, പി ഫാമിലി, പൊട്ടറ്റോ ഫാമിലി അഥവാ സൊളനേസിയ, ഒനിയൻ ഫാമിലി ഓർ ലില്ലി ഫാമിലി, ലിലിയസ്, ഇതിലെല്ലാം തന്നെ പൂക്കൾ ഹൈപ്പോഗൈനിയാണ്. ഓവറി തലാമസിന് മുകളിൽ സുപ്പീരിയറാണ്. ഹാഫ് സുപ്പീരിയർ ഓവറി ഉള്ളത് റോസ്, പ്ലം, പീച്ച്, 3 എക്സാമ്പിൾ, NCERT എക്സാമ്പിൾ. ഇൻഫീരിയർ ഓവറി എപ്പിഗൈനി ഉള്ളത് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ, കുക്കർ ബിറ്റ്സ്, ഗുവാവ ഇവയിലാണ്.
അപ്പോൾ ഇതിൽ സൺഫ്ലവർ, റേ ഫ്ലോററ്റും കുക്കുംബറും ഒക്കെ ഇൻഫീരിയർ ഓവറി, റോസ് ഹാഫ് സുപ്പീരിയർ ഓവറി. Chromosome number in myocyte of Drosophila. Myocyte means diploid cell. 8 chromosomes, 4 pairs. 20 chromosomes, diploid number of maize, cholam. 48 chromosomes, diploid number of potato. 24 to a number വരുന്നത് റൈസിനാണ്. ബാസ്റ്റ് ഈസ് അനാറ്റമിക്കലി ബാസ്റ്റ്. സെക്കൻഡറി ഫ്ലോയമാണ് ബാസ്റ്റ്. സെക്കൻഡറി ഗ്രോത്തിന് കാരണമായ വാസ്കുലാർ കേമ്പിയൻ റിംഗ് ഉണ്ടായാൽ അതിൽ നിന്ന് അകത്തോട്ട് ആഡ് ചെയ്യുന്നത് സെക്കൻഡറി സൈലം, പുറത്തോട്ട് ആഡ് ചെയ്യുന്നത് സെക്കൻഡറി ഫ്ലോയം. അപ്പോൾ വാസ്കുലാർ കേമ്പിയൻ റിംഗ് ഒരു ടെൻഡർ ലെയറായിട്ട് വുഡ് അഥവാ സെക്കൻഡറി സൈലത്തിന് പുറത്തുണ്ട്. ആ വുഡിന് പുറത്തുള്ള ടെൻഡർ ലെയറായ വാസ്കുലാർ കേമ്പിയത്തിന് ഔട്ട്സൈഡിലേക്കുള്ളത് സെക്കൻഡറി ഫ്ലോയം അഥവാ ബാസ്റ്റ്. അത് ബാർക്കിൻ്റെ ഇന്നർമോസ്റ്റ് സോണായിട്ട് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ആക്ടിനോമോർഫിക് ഫ്ലവർ? റേഡിയൽ സിമെട്രി. ഏത് റേഡിയൽ പ്ലെയിനിലൂടെയും 2 ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റണം. ഓൾ ഓഫ് ദീസ്, എല്ലാത്തിലും നിങ്ങൾ പഠിക്കുന്ന 4 ഫാമിലിയിലും സിമെട്രി ഓഫ് ഫ്ലവർ ആക്ടിനോമോർഫിക് തന്നെയാണ്. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ലാറ്ററൽ മെരിസ്റ്റം. ഇപ്പോൾ സ്റ്റെമ്മിൻ്റെയൊക്കെ ലാറ്ററൽ, അപ്പിക്കൽ മെരിസ്റ്റം അറിയാമല്ലോ, ലാറ്ററൽ സൈഡിലിരിക്കുന്ന മെരിസ്റ്റത്തെ ഇങ്ങനെ എളുപ്പം ഓർക്കാം. കേമ്പിയം എന്ന് പറഞ്ഞാൽ ലാറ്ററൽ മെരിസ്റ്റമാണ്. അപ്പോൾ ഇൻട്രാഫാസിക്കുലാർ കേമ്പിയം, ഇൻ്റർഫാസിക്കുലാർ കേമ്പിയം, കോർക്ക് കേമ്പിയം എല്ലാം ലാറ്ററൽ സൈഡിലാണ്. ലാറ്ററൽ മെരിസ്റ്റം, ഓൾ കേമ്പിയ ആർ ലാറ്ററൽ മെരിസ്റ്റംസ്, ലാറ്ററൽ പൊസിഷൻ. സോ ഓൾ ഓഫ് ദിസ് വിച്ച് ഈസ് ഡീഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ. അതായത് അൺഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രൈമറി മെരിസ്റ്റം, അത് മെരിസ്റ്റമാണ്. അൺഡിഫറൻഷിയേറ്റഡ് പ്രൈമറി മെരിസ്റ്റം. അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ, അതാണ് ഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ. ഈ പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ ചില പാരൻറ്റ് ഗൈമയൊക്കെ വീണ്ടും മെരിസ്റ്റമാകുമല്ലോ, സെക്കൻഡറി മെരിസ്റ്റം. അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് സെല്ലുകൾ വീണ്ടും മെരിസ്റ്റമാകുമ്പോഴാണ് ഡീഡിഫറൻസിയേഷൻ. സോ ഡീഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ മീൻസ് secondary meristem. Remember, dedifferentiated tissue is secondary meristem. അപ്പോൾ വാസ്കുലാർ കേമ്പിയം, കോർക്ക് കേമ്പിയമായ ഫെല്ലോജനൊക്കെ സെക്കൻഡറി മെരിസ്റ്റം ഓർ ഡീഡിഫറൻഷിയേറ്റഡ് ആണ്. സോ ഫെല്ലോജൻ ഹിയർ. നൗ ഫൈൻഡ് ദ കറക്റ്റ് മാച്ച്. ട്രാൻസ്പോർട്ട് സാച്ചുറേറ്റ്സ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അത് മാച്ചാണ്. കാരണം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻസ് ഉണ്ട്. എല്ലാ പ്രോട്ടീൻ ട്രാൻസ്പോർട്ടേഴ്സും ഫെസിലിറ്റേറ്റിംഗ് കാരിയർ പ്രോട്ടീൻസും അയോണുകൾ കൊണ്ട് ഒക്യുപ്പൈ ചെയ്ത് കഴിയുമ്പം പിന്നെ എക്സസ് അയോൺ ഉണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റില്ല. ഒരു സാച്ചുറേഷൻ അവിടെ വരാം. ബാക്കിയെല്ലാം മാച്ചാണല്ലോ. PEP കേസ് മീസോഫിൽ സെൽസ് ഓഫ് C3 പ്ലാന്റ്സിലുണ്ട്. സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ. എന്താണ് സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ? കാൽവിൻ സൈക്കിളിൽ അതുണ്ട്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ കാൽവിൻ സൈക്കിളിൽ ഇല്ല, മിസ്മാച്ചാണ്. PEP കേസ് മീസോഫിൽ സെൽ ഓഫ് C3 പ്ലാന്റ്സിലല്ല, C4 പ്ലാന്റ്സിലാണ്. ഇതൊക്കെ മിസ്മാച്ചാണ്. ഫസ്റ്റ് വൺ ഈസ് മാച്ച്, സെക്കൻഡ് ഈസ് മിസ്മാച്ച്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറേഷൻ ഗ്ലൈക്കോളിസിസ് ഓഫ് റെസ്പിറേഷനിലും ക്രബ് സൈക്കിൾ ഓഫ് റെസ്പിറേഷനിലുമാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഫോട്ടോസിന്തസിൻ്റെ കാൽവിൻ സൈക്കിളിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഒന്നുമില്ല. അതായത് ഒരു റിയാക്ഷനിൽ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറുന്നു. ആ കെമിക്കൽ സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന സബ്സ്ട്രേറ്റ് കൺവേർഷനിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് ATP ഉണ്ടാകുന്നതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഗ്ലൈക്കോളിസിൽ അങ്ങനെ ഒരു സ്റ്റെപ്പുണ്ട്. അതുപോലെ ക്രബ് സൈക്കിളിൽ സക്സിനൈൽ കോയെ സക്സിനിക് ആസിഡ് ആകുമ്പോഴും GTP ഉണ്ടാകുന്നു സബ്സ്ട്രേറ്റ് ഊർജ്ജം കൊണ്ട്. അത് പിന്നെ ATP ആയിക്കോളും. അപ്പോൾ സബ്സ്ട്രേറ്റ് ലെവൽ ATP ഫോർമേഷനാണ് അതൊക്കെ. കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷൻ കാൽഷ്യത്തിൻ്റെ ഫങ്ഷൻ അല്ല. കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷനുമായി ബന്ധപ്പെട്ടത് ബോറോണാണ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കണ്ടിന്യൂസ് സെൽഫിങ് നടത്തുമ്പോൾ കന്നുകാലികളിലും മറ്റും ഇൻബ്രീഡിംഗ് എന്ന് പറയും. അപ്പോൾ പ്യുവർ ലൈൻ ഹോമോസൈഗസ് ലൈൻ പ്രോജനികളുണ്ടാകും. അങ്ങനെ 4-5 തലമുറ കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് ഓർ സെൽഫിങ് നടത്തിയാൽ സെയിം ബ്രീഡിലെ റിലേറ്റഡ് മെമ്പേഴ്സിനെ മെയ്റ്റ് ചെയ്ത് പ്രോജനി ഉണ്ടാക്കി പോയാൽ ഇൻബ്രഡ് ലൈൻ വരും. അത് ഹോമോസൈഗസ് ലോക്കസുകളുള്ള ഒരു ബ്രീഡാണ്. ഇൻബ്രഡ് ലൈൻ, പ്യുവർ ലൈൻ. അതിലെ ചില മെമ്പേഴ്സ് അവർ നല്ലതാണെങ്കിലും ചിലർ സ്റ്റെറിലിറ്റി കാണിക്കാറുണ്ട്. അതാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അങ്ങനെ ഒരു ഇൻബ്രഡ് ലൈൻ പോപ്പുലേഷനിലെ ഏതെങ്കിലും അംഗങ്ങൾ സ്റ്റെറൈലായാൽ ഡിപ്രഷൻ്റെ സൂചനയാണ്. ഉടനെ അതിലെ സ്റ്റെറിലിറ്റി ഇല്ലാത്ത മെമ്പേഴ്സിനെ ഔട്ട് ക്രോസ് ചെയ്യണം ഒരു സ്റ്റെപ്പ്.
അൺറിലേറ്റഡ് മെമ്പർ ഓഫ് സെയിം ബ്രീഡുമായിട്ട് മേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാകുന്ന പ്രോജനികൾ ഇൻബ്രെഡ് ലൈൻ്റെ ഗുണങ്ങൾ സൂക്ഷിക്കുകയും ആ സ്റ്റെറിലിറ്റി പോലുള്ള ഡിപ്രഷൻ ഓവർകം ചെയ്യുകയും ചെയ്യും. സോ ഔട്ട് ക്രോസിംഗ് ഈസ് ദ മെത്തേഡ് ഫോർ ഓവർകമ്മിങ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. Which PGR, plant growth regulating substance, is useful in brewing industry? Brewing industry means beverage industry, alcohol industry. അപ്പോൾ ഗ്ലൂക്കോസിനെ ഫെർമെൻറ്റ് ചെയ്താണ് ആൽക്കഹോൾ ഇൻഡസ്ട്രിയിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ചോളം പോലുള്ള മെയ്സ് പോലുള്ള ധാരാളം സ്റ്റാർച്ചുള്ള സീഡുകളിൽ ആണ് ഇതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ. അപ്പോൾ സീഡിലെ സ്റ്റാർച്ച് ആദ്യം മാൾട്ടോസായി ഡൈജസ്റ്റ് ചെയ്യണം, പിന്നെ അത് ഗ്ലൂക്കോസായിട്ട് വേണം ഫെർമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഗിബർലിൻ എന്ന ഹോർമോൺ സ്റ്റാർച്ചിനെ മാൾട്ടോസാക്കി മാറ്റാനുള്ള എൻസൈം ഉണ്ടാക്കും. അതാണ് മാൾട്ടിങ് പ്രോസസ്സ്. അപ്പോൾ ബെവറേജ് ഇൻഡസ്ട്രിയിൽ വിത്തുകളെ ഗോതമ്പ്, ചോളം പോലുള്ള സ്റ്റാർച്ചി സീഡുകളിൽ ഗിബർലിൻ സ്പ്രേ ചെയ്യും. അപ്പോൾ അതിൽ ആ സീഡുകളിലെല്ലാം മാൾട്ടിങ് ഹോർമോൺ ഗിബർലിൻ മാൾട്ടിങ് ഹോർമോണാണ്. അതപ്പം അതായത് മാൾട്ടിങ് എന്ന റിയാക്ഷൻ നടക്കും, സ്റ്റാർച്ച് മാൾട്ടോസ് ആകും ഗിബർലിൻ്റെ സഹായത്താൽ. എന്നിട്ട് ഫെർമെൻറ്റേഷൻ ഈസിയാകും. സോ ബെവറേജ് ഇൻഡസ്ട്രി ഓർ ബ്രീവിങ് ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന പ്ലാന്റ് ഹോർമോണാണ് മാൾട്ടിങ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗിബർലിൻ. ദ അവീന കർവേച്ചർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ബയോ ആസേ ഓഫ് ബയോളജിക്കൽ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ ഫങ്ഷൻ ഓഫ് ഹോർമോൺ. അതാണ് ബയോ ആസേ ഓഫ് ഹോർമോൺ. അപ്പോൾ ഓക്സിൻ, ഇൻഡോൾ അസറ്റിക് ആസിഡ് അഥവാ ഓക്സിൻ എന്ന ഹോർമോൺ പ്രകാശം വരുന്ന സൈഡിലേക്ക് സ്റ്റെം വളഞ്ഞു വളരാൻ സഹായിക്കുന്നു. അതാണ് അവീന കോളിയോപ്റ്റൈൽ കർവേച്ചർ ടെസ്റ്റ്. അത് ഓക്സിൻ അഥവാ IAയുടെ എഫക്റ്റിനെ പ്രൂവ് ചെയ്യാനുള്ള പരീക്ഷണമാണ്. അത് FW വെൻ്റ് 1928 നടത്തി. FW വെൻ്റാണ് 1928 അവീന എന്ന ധാന്യത്തിൻ്റെ വിത്തിൻ്റെ മുളയ്ക്കുമ്പോഴുള്ള കോളിയോപ്റ്റൈൽ സെല്ലുകളിൽ നിന്ന് ഓക്സിൻ IA എക്സ്ട്രാക്ട് ചെയ്തത്. അത് വളഞ്ഞ പ്രകാശത്തിലേക്ക് വളരാൻ സഹായിക്കുമെന്നൊക്കെ പ്രൂവ് ചെയ്തതും വെൻ്റാണ്. അവീന കർവേച്ചർ ടെസ്റ്റ് ബയോ ആസേ എക്സ്പെരിമെൻറ്റ് ഓഫ് ഓക്സിൻ ഓർ ഇൻഡോൾ അസറ്റിക് ആസിഡ് കണ്ടക്റ്റഡ് ബൈ FW വെൻ്റ്. ചൂസ് ദ എലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ നൈട്രോജൻ മെറ്റബോളിസം. മോളിബ്ഡിനം. നൈട്രോജൻ മെറ്റബോളിസത്തിന് ആവശ്യമായ എൻസൈം നൈട്രോജനേസ് ആയാലും നൈട്രേറ്റ് റിഡക്റ്റേസ് ആയാലും ഇതിൻ്റെയൊക്കെ കോഫാക്ടറാണ് മോളിബ്ഡിനം. And specialized epidermal cells that are adjacent to the guard cells of stomata, subsidiary cells. Everybody know it. And last, tyloses often develop in secondary xylem. വലിയ സ്റ്റെമ്മിൻ്റെ വുഡുണ്ടല്ലോ, സെക്കൻഡറി സൈലം. ഓൾഡ് സെക്കൻഡറി സൈലത്തിൽ സൈലം പാരൻകൈമ സെല്ലുകൾ ചിലപ്പോൾ സൈലത്തിൻ്റെ ഭിത്തിയിലുള്ള പിറ്റുകൾ വഴി സൈലത്തിൻ്റെ ഡെഡ് ലൂമനിലേക്ക് ഇങ്ങനെ ബലൂൺ വീർക്കുന്ന പോലെ വളരും. അപ്പോൾ സൈലത്തിൻ്റെ ലൂമനിലേക്ക് ബൾജ് ചെയ്ത് വളരുന്ന സൈലം പാരൻകൈമ സെല്ലുകൾ സൈലത്തിൻ്റെ ലൂമനെ ഒപ്പേക്ക് ബ്ലോക്കാക്കി ടൈലോസസ് എന്നാണ് ആ ഫിനോമിനെ പറയുക, ആ ഗ്രോത്തിനെ പറയുക. അപ്പോൾ സെക്കൻഡറി സൈലം ഓർ വുഡിൽ വളരുന്ന ബലൂൺ പോലെ വളരുന്ന കുഴലിനകത്തേക്ക് ബലൂൺ പോലെ വളരുന്ന സൈലം പാരൻകൈമയാണ് ടൈലോസസ്. ടൈലോസസ് ആർ ബൾജ്ഡ് സൈലം പാരൻകൈമ which fill the dead lumen of xylem vessel of secondary xylem or wood. And lastly, choose the correct match. Taichung native on rice. ശരിയാണ്. തൈവാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇവിടെ ക്രോസ് ബ്രീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഡ്വാർഫ് കുള്ളനിനം നെൽച്ചെടിയാണ് തൈച്ചുങ് നേറ്റീവ് വൺ. അത് ഇന്ത്യയിലുള്ളതല്ല, തൈവാനിൽ നിന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് റൈസാണ്, ദറ്റ് ഈസ് മാച്ചിങ്. ഇൻട്രൊഡ്യൂസ്ഡ് റൈസ് എന്നും പറയാം. അറ്റ്ലസ് 66 മെയ്സ് അല്ല, വീറ്റാണ്, ഗോതമ്പിൻ്റെ ഒരു ഇനം, പ്രോട്ടീൻ റിച്ച് ഗോതമ്പിനമാണ് അറ്റ്ലസ് 66. അതൊരു വൈൽഡ് ഇനവുമാണ്. ഹിസാർഡൈൽ സ്റ്റിറൈൽ അല്ല, ഹൈലി ഫെർട്ടൈൽ സ്റ്റേബിൾ ഹൈബ്രിഡ് ഓഫ് ഷീപ്പാണ് ഹിസാർഡൈൽ. സൊമാറ്റിക് ഹൈബ്രിഡും സോമാക്ലൗണുമായിട്ട് ബന്ധമില്ല. സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈബ്രിഡൈസേഷനിൽ രണ്ട് ചെടികളുടെ ഗ്യാമേറ്റല്ലേ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നത്. അതിന് പകരം രണ്ട് ചെടികളുടെ ഇലകളിൽ നിന്നെടുത്ത സൊമാറ്റിക് സെല്ലുകളെ പോളി എഥിലിൻ ഗ്ലൈക്കോൾ PEG എന്ന സ്റ്റിമുലൻറ്റിൻ്റെ സഹായത്താൽ രണ്ട് സൊമാറ്റിക് സെല്ലുകളുടെ നേക്കഡ് പ്രോട്ടോപ്ലാസത്തെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹൈബ്രിഡ് സെൽ ഉണ്ടാക്കാം. അതാണ് സൊമാറ്റിക് സെൽ ഫ്യൂഷൻ പ്രോഡക്റ്റ് ഓർ സൊമാറ്റിക് ഹൈബ്രിഡ്.
അതിന് സഹായിക്കുന്ന ഏജൻറ്റാണ് പോളിയെഥിലിൻ ഗ്ലൈക്കോൾ. അപ്പോൾ സൊമാറ്റിക് ഹൈബ്രിഡും സോമാക്ലോൺ എന്ന് പറയുന്നത് സാധാരണ ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടാകുന്ന ഐഡൻറ്റിക്കൽ പ്രോജനികളാണ്. സൊമാറ്റിക് ക്ലോൺ പോപ്പുലേഷൻ. അപ്പോൾ സൊമാറ്റിക് ഹൈബ്രിഡും സോമാക്ലോണുമായിട്ട് റിലേഷനില്ല. സോ ദ മാച്ച് ഈസ് ഫസ്റ്റ് വൺ, റൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. യു മസ്റ്റ് ബി തറോ വിത്ത് ദ NCERT, ദെൻ എവരി ക്വസ്റ്റ്യൻ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ആൻസർ. അപ്പോൾ കെയർഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ വായിച്ച് മനസ്സിലാക്കി ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് നോക്കി ഏറ്റവും കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. അതിന് തറോ നോളജ് വേണം. റീഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ദ NCERT ആൻഡ് മേക്ക് ഇറ്റ് തറോ. ഓക്കെ. ഗുഡ് ഡേ എവരിബഡി. സെപ്റ്റംബർ 1 നടന്ന ഹോൾ ടോപ്പിക് ZEOTS-ൻ്റെ ഡിസ്കഷനാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ 12-ാം തീയതി എഴുതാൻ പോകുന്ന നീറ്റിന് ഇതിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ചും ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 1. റേഡിയലി സിമെട്രിക്കൽ ആനിമൽസ് വിത്ത് കോംപ്ലേറ്റ്സ് ഫോർ ലോക്കമോഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം. ലോക്കമോഷന് കോംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്ന ആരാണ്? ടീനോഫോർസ് ആണ്. ടീനോഫോറ എന്ന് പറഞ്ഞാൽ കോം ജെല്ലീസ് ആണ്. കോം ജെല്ലീസ് ഓർ ടീനോഫോർസ് ആർ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് ഇൻ വിച്ച് ലോക്കമോഷൻ ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലേറ്റ്സ്. ഇങ്ങനെ 8 കോംപ്ലേറ്റ്സ് ഉണ്ട്. ഓരോ കോംപ്ലേറ്റ്സിലും ട്രാൻസ്വേഴ്സ് റോസ് ഓഫ് സീലിയയുണ്ട്. സോ ദ ആൻസർ ഈസ് ടീനോഫോറ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ക്രോക്കഡൈൽ 4 ചേമ്പേർഡ് ഹാർട്ട്, അത് കറക്റ്റാണ്. സീ അർച്ചിൻ പാരപ്പോഡിയ തെറ്റാണ്. പാരപ്പോഡിയ ആർക്കാണുള്ളത്? നീറീസിനാണുള്ളത്. നീറീസ്. ഒബേലിയ മെറ്റാജെനിസിസ് ഉണ്ട്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. കാനിസ് ഡോഗിന് മാമലാണ്, തീക്കോഡോൺ ഡെന്റീഷനുണ്ട്. അപ്പോൾ എയും സിയും ഡിയുമാണ്. സോ ദി ആൻസർ ഈസ് ദിസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. Prior to ejaculation, which part of the male accessory duct stores sperms? ടെസ്റ്റിസിന് വെളിയിൽ കാണുന്ന ഒരു ഹൈലി കോൺവല്യൂട്ടഡ് ഡക്റ്റാണ് എപ്പിഡിഡിമിസ്. എപ്പിഡിഡിമിസിൻ്റെ ഫങ്ഷൻ എന്താണ്? എപ്പിഡിഡിമിസ് ഇസ് കൺസേൺഡ് വിത്ത് ദി സ്റ്റോറേജ് ഓഫ് സ്പേംസ് ആൻഡ് ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ഓഫ് സ്പേംസ്. 6 മീറ്റർ നീളമുള്ള എപ്പിഡിഡിമിസ് ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സർഫസിൽ ഔട്ട്സൈഡ് ദ ടെസ്റ്റിസ് ആണ് കാണുന്നത്. മില്യൺസ് ഓഫ് സ്പേംസ് എപ്പിഡിഡിമിസിന് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് എപ്പിഡിഡിമിസിൽ നിന്നാണ് സ്പേംസ് വാസ് ഡെഫറൻസ് വഴി, ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി, യുറേത്ര വഴി പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് എപ്പിഡിഡിമിസ്. Spreading of prickly pear cactus introduced into Australia in the early 1920s rapidly into millions of hectares of rangeland is due to. Prickly pear cactus എന്ന് പറയുന്നത് കള്ളിച്ചെടി ഓസ്ട്രേലിയയിൽ ഒരു ഏലിയൻ സ്പീഷീസാണ്. ഒരു കാലത്ത് 1920-കൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ പ്രിക്ലി പെയർ കാക്ടസ് ഇല്ലായിരുന്നു. ആരോ ആളുകൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പ്രിക്ലി പെയർ കാക്ടസ് അവിടെ അങ്ങോട്ട് റീപ്രൊഡക്റ്റീവ് സ്പ്രെഡിങ് നടത്തി. ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് പ്രിക്ലി പെയർ കാക്ടസ് ആക്രമിച്ചു. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരുപാട് ഡോളർ ചിലവാക്കിയിട്ടും ഈ പ്രിക്ലി പെയർ കാക്ടസിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവസാനം എന്ത് ചെയ്തു? അതിൻ്റെ പ്രിഡേറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ആ പ്രിഡേറ്റർ? അതിൻ്റെ പ്രിഡേറ്റർ ഒരു കാക്ടസ് ഈറ്റിംഗ് മോത്താണ്. കാക്ടസ് ഈറ്റിംഗ് മോത്ത്. സോ പ്രിക്ലി പെയർ കാക്ടസ് in Australia was controlled after the introduction of its natural predator cactus eating moth. അങ്ങനെ ഒരു നാച്ചുറൽ പ്രിഡേറ്ററിനെ ഉപയോഗിച്ച് ഒരു പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പേരാണ് ബയോളജിക്കൽ കൺട്രോൾ. ദെർഫോർ എന്തുകൊണ്ടാണ് അവിടെ സ്പ്രെഡ് ചെയ്തത്? ആബ്സൻസ് ഓഫ് നാച്ചുറൽ പ്രിഡേറ്റേഴ്സ്. അതിൻ്റെ നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ അതങ്ങനെ സ്പ്രെഡ് ചെയ്യത്തില്ലായിരുന്നു. The diaphragm's effectiveness appears to be due to its ability to
കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബാരിയർ മെത്തേഡ്സ് ആണ്. ബാരിയേഴ്സ്, മെയിൽ ബാരിയേഴ്സും ഉണ്ട്, ഫീമെയിൽ ബാരിയേഴ്സും ഉണ്ട്. കോണ്ടംസ് എന്ന് പറയുന്നത് മെയിൽസും ഫീമെയിൽസും ഉപയോഗിക്കുന്ന ബാരിയറാണ്. എന്നാൽ ഫീമെയിൽ ഓറിയൻറ്റഡ് ബാരിയേഴ്സ് മാത്രമുണ്ട്. ഡയഫ്രം എന്ന് പറയുന്ന ബാരിയർ സെർവിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സ്പേംസിന് ഒരു കാരണവശാലും യൂട്രസിനകത്തേക്ക് പ്രവേശിക്കാൻ ഒക്കത്തില്ല. സോ ഡയഫ്രം പ്രിവെൻറ്റ്സ് the entry of sperms into uterus. Therefore, it suppresses or it impairs with the block the cervical opening. Cervical opening in a block diaphragm so that the sperms cannot enter the uterine cavity. What is incorrect about progesterone? പ്രൊജസ്ട്രോണിൻ്റെ ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊജസ്ട്രോൺ ഈസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ initially secreted by the corpus luteum of the ovary and later secreted by the placenta. ജസ്റ്റേഷൻ്റെ ആദ്യത്തെ 10 ആഴ്ച കോർപ്പസ് ലൂട്ടിയവും പിന്നീടുള്ള ആഴ്ചകൾ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാസൻ്റയാണ്. പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻസിൽ ഇൻകറക്റ്റ് ആണ്. ഇറ്റ് സപ്രസസ് യൂട്രൈൻ കൺട്രാക്ഷൻ. ശരിയാണ്, പ്രൊജസ്ട്രോൺ യൂട്രൈൻ കൺട്രാക്ഷൻസിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സപ്രസസ് ഗൊണാഡോട്രോപ്പിൻ സെക്രീഷൻ. ബ്ലഡിൽ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുമ്പോൾ FSH LH സെക്രീഷൻ കുറയും, അതും ശരിയാണ്. ഇറ്റ് സപ്രസസ് എൻഡോമെട്രിയൽ മ്യൂക്കസ് സെക്രീഷൻ, അതാണ് തെറ്റ്. പ്രൊജസ്ട്രോൺ മ്യൂക്കസ് സെക്രീഷനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ ഇൻക്രീസസ് സെക്രീഷൻ ഓഫ് മ്യൂക്കസ്. കാരണം ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ലൂട്ടിയൽ ഫേസിലാണ് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നത്. ലൂട്ടിയൽ ഫേസിനെ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂറിങ് ദ ലൂട്ടിയൽ ഫേസ് പ്രൊജസ്ട്രോൺ സ്റ്റിമുലേറ്റ്സ് ദ എൻഡോമെട്രിയം ടു സെക്രീറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് മ്യൂക്കസ്. അതുകൊണ്ട് പ്രൊജസ്ട്രോൺ മ്യൂക്കസ് സെക്രീഷനെ സപ്രസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ഓവറി ആൻഡ് പ്ലാസൻ്റ. Elements at the center of the thick filament of the sarcomere cross-linking constitute the. അപ്പോൾ സാർക്കോമിയർ എടുത്തു കഴിഞ്ഞാൽ അതിന് തിക്ക് ഫിലമെൻ്റ് ഉണ്ട്. ഇതാണ് തിക്ക് ഫിലമെൻറ്റ് മയോസിൻ. ഇതാണ് തിൻ ഫിലമെൻറ്റ്സ്. തിക്ക് ഫിലമെൻറ്റ്സിലേക്ക് ഓവർലാപ്പ് ചെയ്യും. ഇതാണ് ഇസഡ് ലൈൻ. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് എന്താണ്? ഇതൊരു സാർക്കോമിയർ ആണ്. ഇതാണ് എ ബാൻഡ്. ഇതാണ് എ ബാൻഡ്. എ ബാൻഡിൻ്റെ നടുക്ക് ഒരു ലൈൻ ഇങ്ങനെ കാണാം. എ ബാൻഡിൻ്റെ നടുക്ക് കാണുന്ന ലൈൻ എന്താണ്? മയോസിൻ ഫിലമെൻറ്റുകളെ പരസ്പരം ഇൻ്റർകണക്റ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എ ബാൻഡിനെ ബൈസെക്റ്റ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ പേരാണ് എം ലൈൻ. എം ലൈൻ ബൈസെക്ട്സ് ദ എ ബാൻഡ്. എം ലൈൻ ഈസ് സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എച്ച് സോൺ. ഈ കാണുന്ന സോണാണ് എച്ച് സോൺ. എ ബാൻഡിൻ്റെ നടുക്ക് കാണുന്ന ലൈറ്റ് സോൺ ആണ് എച്ച് സോൺ. സോ എലിമെൻറ്റ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ തിക്ക് ഫിലമെൻറ്റ്സ് ഓഫ് എ സാർക്കോമിയർ ക്രോസ് ലിങ്കിങ് ദം കോൺസ്റ്റിറ്റ്യൂട്ട് എം ലൈൻ. To ensure to enter the small intestine, partially digested food must pass through. Small intestine, അതായത് സ്റ്റൊമക്ക്, സ്പൈലോറിക് ഇതാണ്. സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിയോഡിനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ ഒരു വാൽവ് ഓപ്പൺ ചെയ്യണം. ആ വാൽവിൻ്റെ പേരാണ് പൈലോറിക് സ്ഫിങ്ക്ടർ. സോ ദി ആൻസർ ഈസ് പൈലോറിക് സ്ഫിങ്ക്ടർ. പൈലോറിക് സ്ഫിങ്ക്ടർ റെഗുലേറ്റ്സ് the passage of semi-digested chyme from stomach to small intestine അല്ലെങ്കിൽ duodenum. അപ്പോൾ pyloric sphincter. Injury localized to the cerebellum would most likely disturb. Cerebellum എന്ന് പറയുന്നത് എന്താണ്? സെറിബെല്ലമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഹൈൻ ബ്രെയിനിൽ കാണുന്ന ഭാഗമാണ്. ഹൈൻ ബ്രെയിനിൽ സെറിബെല്ലം ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ ഉണ്ട്. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? സെറിബെല്ലം കോഓർഡിനേറ്റ് സ്കെലിറ്റൽ മസിൽ മൂവ്മെൻറ്റ്സ്. സ്കെലിറ്റൽ മസിൽസിൻ്റെ കൺട്രാക്ഷനെ കോഓർഡിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ കോഓർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ബാലൻസും ഇക്വിലിബ്രിയവും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ സെറിബെല്ലം ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം ത്രൂ ദ കോഓർഡിനേഷൻ ഓഫ് മസ്കുലർ കൺട്രാക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ സെറിബെല്ലത്തിന് ഇഞ്ചുറി സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഫൈൻ മൂവ്മെൻറ്റ്സ്, ഇക്വിലിബ്രിയം, പോസ്ചർ.
എൻ്റെ സെറിബെല്ലത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ നിന്ന് പഠിപ്പിക്കാനൊക്കത്തില്ല, ഞാൻ അപ്പോഴവിടെ വീഴും. മദ്യപിച്ചു മതോന്മത്തനായ ഒരാൾക്ക് നേരെ നടക്കാനൊക്കത്തില്ല, അയാൾ കുഴഞ്ഞു വീഴുന്നു. കാരണം മദ്യം, ആൽക്കഹോൾ അയാളുടെ സെറിബെല്ലത്തിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ലോസ് ഓഫ് ബാലൻസിനെ വിളിക്കുന്ന പേരാണ് അറ്റാക്സിയ, സെറിബെല്ലാർ അറ്റാക്സിയ. സെറിബെല്ലാർ അറ്റാക്സിയ. സെറിബെല്ലത്തിന് ഇഞ്ചുറി പറ്റുമ്പോൾ അല്ലെങ്കിൽ സെറിബെല്ലത്തിൻ്റെ മദ്യം സെറിബെല്ലത്തിനെ ദോഷകരമായി ബാധിക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്നു. അറ്റാക്സിയ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ബാലൻസ്. സെറിബെല്ലാർ അറ്റാക്സിയ. The population of an insect species shows an explosive increase in numbers during rainy season, followed by its disappearance at the end of the season. What does this show? ഒരു മഴക്കാലം വന്നപ്പോൾ പെട്ടെന്നൊരു ഇൻസെക്ട് പോപ്പുലേഷൻ അങ്ങ് പെറ്റുപെരുകി. എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ശരി എന്താണ്? അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്നത് എപ്പോഴാണ്? അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ. റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കണം. അവിടെ നോ ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തുന്നില്ല. ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തുന്നില്ല. ജെ ഷേപ്ഡ് കർവാണ് കാണിക്കുന്നത്. ദാ ജെ ഷേപ്ഡ് കർവ്. Therefore, an explosive population showing exponential growth when resources are unlimited shows J-shaped growth curve. This population growth J-shaped ആണ്. The population showed logistic തെറ്റ്. ലോജിസ്റ്റിക് പോപ്പുലേഷൻ എപ്പോഴും ഇക്വിലിബ്രിയത്തിലെത്തും. അവർ ജെ ഷേപ്ഡ് അല്ല കാണിക്കുന്നത്, എസ് ഷേപ്ഡ് കർവാണ് കാണിക്കുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ് ബൈ കോമ്പറ്റീഷൻ. റിസോഴ്സസ് ധാരാളം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് കോമ്പറ്റീഷൻ? ആവശ്യമില്ല. അൺലിമിറ്റഡ് റിസോഴ്സ് ആണെങ്കിൽ ദർ ഇസ് നോ കോമ്പറ്റീഷൻ. പോപ്പുലേഷൻ റീച്ചസ് ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി ലെവലിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയത്തിലെത്തുക. അതും തെറ്റ്. ഇതാണ് അതിൻ്റെ ആൻസർ. ലാസ്റ്റ് വൺ. എ ഫ്രീ ലിവിങ് ഫംഗസ് ട്രൈക്കോഡെർമ ക്യാൻ ബി യൂസ്ഡ്. ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് സോയിലിൽ കാണുന്ന ഒരു ഫ്രീ ലിവിങ് ഫംഗസ് ആണ്. ഇറ്റ് ഈസ് സീൻ അസോസിയേറ്റഡ് വിത്ത് ദ റൂട്ട് സിസ്റ്റം ഓഫ് മെനി പ്ലാന്റ്സ്. പ്ലാന്റ്സിന് പാത്തോജൻസിൽ നിന്ന്, ഡിസീസസിൽ നിന്ന് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ബയോ കൺട്രോൾ ഏജൻ്റാണ് ട്രൈക്കോഡെർമ. അപ്പോൾ ട്രൈക്കോഡെർമ ഈസ് എ ബയോ കൺട്രോൾ ഓഫ് പ്ലാന്റ് ഡിസീസസ്. Trichoderma is used as a biological control agent that gives protection to plants from many fungal pathogens. What is incorrect with respect to the circulatory system of cockroach? കോക്രോച്ചിൻ്റെ ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കോക്രോച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാം, എന്താണെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോക്രോച്ചിൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷനെ കുറിച്ചാണ്. സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് എൻറ്റേഴ്സ് ദ ചേംബേഴ്സ് ഓഫ് ദ ഹാർട്ട് ത്രൂ ലാറ്ററൽ ഓസ്റ്റിയ. അത് ശരിയാണ്. ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലഡ് ഈസ് കളർലെസ്. ശരിയാണ്. കോക്രോച്ചിൻ്റെ ബ്ലഡിനെ ഹീമോലിംഫ് എന്ന് വിളിക്കും. അതിൽ ഹീമോഗ്ലോബിൻ ഇല്ല, അതുകൊണ്ട് അത് കളർലെസ് ആണ്. അത് ശരിയാണ്. ബ്ലഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് പ്ലാസ്മ ആൻഡ് ഹീമോസൈറ്റ്സ്. അതും കറക്റ്റാണ്. ഹാർട്ട് ഈസ് പ്ലേസ് ഇൻ ദ മിഡ് വെൻട്രൽ ലൈനൽ. തെറ്റ്. ഇത് തെറ്റിപ്പോയി. വെൻട്രൽ അല്ല, ഡോർസലാണ് ശരി. ഹാർട്ട് എന്ന് പറയുന്നത് ഡോർസൽ സൈഡിൽ. ഇൻവെർട്ടിബ്രേറ്റ്സും കോർഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോർഡേറ്റ്സിന് വെൻട്രൽ ഹാർട്ടും ഇൻവെർട്ടിബ്രേറ്റ്സിന് ഡോർസൽ ഹാർട്ടുമാണ്. കോർഡേറ്റ്സിന് വെൻട്രൽ ഹാർട്ട്, നോൺ കോർഡേറ്റ്സിന് ഡോർസൽ ഹാർട്ട്. അപ്പോൾ ഇവിടെ വെൻട്രൽ ആണ് തെറ്റ്. അതുകൊണ്ട് ആൻസർ ഇതാണ് ആൻസർ. Which of the choices below determines the direction of respiratory gas movement? Direction ഇതാണ് ചോദ്യം. ശരിക്കും വായിച്ചു നോക്കണം. ഗ്യാസ് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനെ നിയന്ത്രിക്കുന്ന ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. സോളിബിലിറ്റി ഓഫ് വാട്ടർ ഡയറക്ഷനെ അല്ല, എന്താണ്? റേറ്റ് ഓഫ് ഡിഫ്യൂഷനാണ്. ഇത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ കൂടും. സോളിബിലിറ്റി കൂടുമ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് കൂടും. മോളിക്കുലാർ വെയിറ്റ് കുറയുമ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് കൂടും. പക്ഷേ ഡയറക്ഷൻ എന്താണ്? പാർഷ്യൽ പ്രഷർ. എപ്പോഴും ഹൈ പാർഷ്യൽ പ്രഷറിൽ നിന്ന് ലോ പാർഷ്യൽ പ്രഷറിലേക്കാണ്. ഉദാഹരണമായിട്ട് ഹൈ PO2 നിന്ന് ലോ PO2 ലേക്കാണ്
ഓക്സിജൻ നീങ്ങുന്നത്. സോ ദ മൂവ്മെൻറ്റ് ഓഫ് ഓക്സിജൻ ഈസ് ഫ്രം ഹൈ PO2. ഉദാഹരണമായിട്ട് ആൽവിയോളയിൽ 104 PO2. അതേസമയം ബ്ലഡിൽ ഡീഓക്സിനേറ്റഡ് ബ്ലഡിൽ 40. അപ്പോൾ 104 നിന്ന് ഓക്സിജൻ 40 പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. ഡയറക്ഷൻ ഇത് വായിക്കുന്നതൊന്ന് മിസ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും വായിക്കണം. പലരും ചിലപ്പോൾ ഈ ഡയറക്ഷൻ എന്നുള്ളത് നോക്കത്തില്ല. ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് നോക്കണമെങ്കിൽ പാർഷ്യൽ പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. റേറ്റ് ഓഫ് മൂവ്മെൻ്റ് ആണെങ്കിൽ 1, 2, 4 ശരിയാണ്. റേറ്റ് ഓഫ് മൂവ്മെൻ്റ് ആണെങ്കിൽ when breastfeeding is replaced by less nutritive food low in proteins and calories. ഒരു ന്യൂ ബോൺ ബേബിക്ക് അതിൻ്റെ ഇൻഫൻറ്റ് സ്റ്റേജിൽ പ്രോട്ടീൻസും കിട്ടുന്നില്ല, കലോറീസും കിട്ടാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ്റെ പേരാണ് മരാസ്മസ്. ക്വാഷിയോർക്കറിലാണെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാത്രമേ ഉള്ളൂ, കലോറി ഡെഫിഷ്യൻസി ഇല്ല. റിക്കറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. പെല്ലാഗ്ര വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. An organ transplant is likely to be rejected if the recipient, നമ്മൾ മറ്റൊരാളിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ആരാണ്? സെൽ T ലിംഫോസൈറ്റ്സ്. T ലിംഫോസൈറ്റ്സും അവർ മൂലമുണ്ടാകുന്ന സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുമാണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ CMI. So T lymphocytes and cell mediated immunity are responsible for the rejection of graft. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് റിജക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്താണ്? T ലിംഫോസൈറ്റ്സിൻ്റെ അളവ് കുറഞ്ഞാൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ റിജക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണെങ്കിൽ സ്വീകരിക്കുന്ന ഓർഗനെ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം റിസീവ് ചെയ്ത ഓർഗനെ റിജക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ T ലിംഫോസൈറ്റ്സിൻ്റെ അളവ് കുറയ്ക്കണം, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ഒന്ന് തണുപ്പിച്ച് നിർത്തണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് സൈക്ലോസ്പോറിൻ. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ രോഗിക്ക് സൈക്ലോസ്പോറിൻ കൊടുക്കുമ്പോൾ സൈക്ലോസ്പോറിൻ എന്താണ് ചെയ്യുന്നത്? T ലിംഫോസൈറ്റ്സിൻ്റെ അളവ് കുറയ്ക്കും, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ വീക്കായിട്ട് നിർത്തും, ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യത്തില്ല. Therefore, he is not having enough T lymphocytes in the body. Less likely, റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് T ലിംഫോസൈറ്റ്സ് ആവശ്യത്തിനില്ലെങ്കിൽ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കണം, അതൊക്കെ തെറ്റാണ്. Which is not reabsorbed actively in the nephron. ഗ്ലൂക്കോസിനെ ആക്റ്റീവ് റീഅബ്സോർപ്ഷനാണ്. സോഡിയം അയോൺസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. അമിനോ ആസിഡ്സ് മാപ്റ്റോം, നൈട്രോജീനസ് വേസ്റ്റ് ലൈക്ക് യൂറിയ. നമ്മൾ ബ്ലഡിൽ നിന്ന് കിഡ്നി ഫിൽറ്റർ ചെയ്യുന്ന യൂറിയ മുഴുവനും എക്സ്ക്രീറ്റ് ചെയ്യത്തില്ല. PCTയിൽ വെച്ച് തന്നെ 50% യൂറിയ തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ റീഅബ്സോർപ്ഷൻ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ലൈക്ക് യൂറിയ ഫ്രം ദ ഫിൽട്രേറ്റ് ഈസ് ബൈ പാസീവ് ട്രാൻസ്പോർട്ട്, അത് ആക്റ്റീവ് അല്ല. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇസ് മിസ്മാച്ച്? ബോംബിക്സ് മോറി സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ശരിയാണ്. ഏപ്പിസ് എന്ന് പറയുന്നതാണ് ഹണി ബി, ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ഹണി. പക്ഷേ ഇത് തെറ്റാണ്. പൈലയല്ല പേള് തരുന്നത്. പേള് തരുന്ന ആരാണ്? പിങ്ടാഡയാണ്. പിങ്ടാഡ എന്ന് പറഞ്ഞാൽ പേൾ ഓയിസ്റ്റർ. ലാക്കിഫറിൽ നിന്നാണ് ലാക്ക് കിട്ടുന്നത്. അപ്പോൾ ആൻസർ 3 ആണ്, മിസ്മാച്ച് ചെയ്തിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ എക്സ്ക്രീഷൻ ഓഫ് നൈട്രജൻ ഇൻ ഫിഷ്? ബോണി ഫിഷസ് അമണോട്ടീലിക്കാണ്. ബോണി ഫിഷസ് അമണോട്ടീലിക്കാണെങ്കിലും ബോണി ഫിഷസിൻ്റെ കിഡ്നി അല്ല അമോണിയ അല്ലെങ്കിൽ അമോണിയ അയോൺസ്. അമോണിയ ഇസ് എക്സിറ്റഡ് ബൈ ദ ഗിൽസ്. So bony fishes excrete ammonia in the form of ammonium ions through their gills. Kidneys do not play any significant role in the excretion of ammonia. Ammonia fishes excrete ചെയ്യുന്നത് ഗിൽസിൽ കൂടെയാണ്, അമോണിയം അയോൺസിൻ്റെ രൂപത്തിൽ NH
4+. അമോണിയം അയോൺസിൻ്റെ രൂപത്തിലാണ് അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റ ആൻഡ് മാക്കുല ആർ അസോസിയേറ്റഡ് വിത്ത്, നിങ്ങൾ ഇൻറ്റേർണൽ ഇയർ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ ഇയറിൽ ഹിയറിംഗ് ഓർഗനും ഉണ്ട്, ബാലൻസിങ് ഓർഗനും ഉണ്ട്. ഇൻറ്റേർണൽ ഇയറിലെ ബാലൻസിങ് ഓർഗൻ്റെ പേരാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ആ വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ ഭാഗമാണ് ഓട്ടോലിത്ത് ഓർഗൻസ്. ഓട്ടോലിത്ത് ഓർഗൻസ്. ഓട്ടോലിത്ത് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ യൂട്രിക്കിളുണ്ട്, സാക്യൂളുണ്ട്. യൂട്രിക്കിളുണ്ട്, സാക്യൂളുണ്ട്. ഇതൊക്കെ ഓട്ടോലിത്ത് ഓർഗൻസ് ആണ്. ഇതുകൂടാതെ സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. സെമി സർക്കുലർ കനാൽസും ആംബ്യുള്ളയും ഉണ്ട്. അപ്പോൾ യൂട്രിക്കിളിൻ്റെയും സാക്യൂളിൻ്റെയും വാളിൽ കാണുന്ന എ റിഡ്ജ് ഓഫ് സെൻസറി ഹെയർ സെൽസിൻ്റെ പേരാണ് എന്ത്? മാക്യുല. മാക്യുല ആർ പ്രസൻറ്റ് ഇൻ യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ. ക്രിസ്റ്റ ആർ പ്രസൻറ്റ് ഇൻ ആംബ്യുള. അപ്പോൾ മാക്യുല എന്നും ക്രിസ്റ്റ എന്നും പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെൻസറി ഹെയർ സെൽസ് ആണ്. അപ്പോൾ ക്രിസ്റ്റ ആൻഡ് മാക്യുല ആർ അസോസിയേറ്റഡ് വിത്ത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിലാണ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ ഭാഗമാണ് യൂട്രിക്കിള്, സാക്യൂള്, സെമി സർക്കുലർ കനാൽസ്, ആംബ്യുള. ഇത്രയും വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ ഭാഗമാണ്. കൊക്ലിയാണ് ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. Which of the following has the least possibility to function as a medium for HIV transmission? ബ്ലഡ് വഴിയും സെമൻ വഴിയും വെജൈനൽ ഫ്ലൂയിഡ് വഴിയും HIV പകരും. സലൈവ വഴി HIV പകരുന്നതായിട്ട് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. സലൈവ, സ്വെറ്റ്, യൂറിൻ ഇവ വഴി ഒന്നും HIV പകരത്തില്ല. ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? നോ റിസ്ക് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കും. റിസ്ക് ഒട്ടുമില്ല. HIV പകരുന്നത് ബ്ലഡ് വഴി, അതും ഡയറക്റ്റ് കോണ്ടാക്ട്. ബോഡി ഫ്ലൂയിഡ്സ് വഴി മാത്രം, അത് ഡയറക്റ്റ് കോണ്ടാക്ട്. ബ്ലഡ് വഴി, സെമിനൽ ഫ്ലൂയിഡ് വഴി, വെജൈനൽ ഫ്ലൂയിഡ് വഴി, മദേഴ്സ് മിൽക്ക് വഴി. അപ്പോൾ സലൈവ ഒരു നോ റിസ്ക് ഫ്ലൂയിഡാണ്. വാട്ട് മേക്സ് ബ്ലഡ് ടു പാസ് ത്രൂ ദി അയോർട്ട ഫോർ സിസ്റ്റമിക് സർക്കുലേഷൻ? നമ്മുടെ ശരീരത്തിലുള്ള ശുദ്ധരക്തം അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പമ്പ് ചെയ്യുന്നത് ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ട വഴി സിസ്റ്റമിക് സർക്കുലേഷൻ മുഴുവൻ വ്യാപിക്കുന്നു. ദെർഫോർ സിസ്റ്റോളി ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ പൾമനറി സർക്കുലേഷനും ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ സിസ്റ്റമിക് സർക്കുലേഷനുമാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെ നമുക്ക് സിസ്റ്റമിക് ഹാർട്ടെന്നും റൈറ്റ് വെൻട്രിക്കിളിനെ നമുക്ക് പൾമനറി ഹാർട്ടെന്നും വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് ശരിക്കും ഡബിൾ സർക്കുലേഷൻ ഉള്ളതുപോലെ ഡബിൾ ഹാർട്ടുണ്ട്. രണ്ട് ഹാർട്ട് ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. സിസ്റ്റമിക് സർക്കുലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഹാർട്ട്, അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. പൾമനറി സർക്കുലേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഹാർട്ട്, അത് റൈറ്റ് വെൻട്രിക്കിൾ. സോ ദി ആൻസർ ഈസ് സിസ്റ്റോളി ഓഫ് ദി എ സബ്സ്റ്റൻസ് ദാറ്റ് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ and has exactly the opposite function of aldosterone in regards to its effect on sodium in the kidney. ഏതാണെന്നാണ്. അതായത് ആൽഡോസ്റ്റിറോണിൻ്റെ ജോലി എന്താണ്? ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് അബ്സോർപ്ഷൻ, റീഅബ്സോർപ്ഷൻ, റീനൽ അബ്സോർപ്ഷൻ ഓഫ് സോഡിയം and renal excretion of potassium. യൂറിൻ വഴി പൊട്ടാസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യാനും യൂറിനിൽ നിന്ന് സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്യാനും സഹായിക്കുന്നവനാണ് ആൽഡോസ്റ്ററോൺ. എന്നാൽ എ എൻ എഫ് നേരെ ഓപ്പോസിറ്റാണ്. ഇവൻ എന്താ ചെയ്യുന്നത്? റീനൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം. റീനൽ എക്സ്ക്രീഷൻ, സോഡിയത്തെ എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. റീനൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ആൻഡ് റീനൽ അബ്സോർപ്ഷൻ ഓഫ് പൊട്ടാസ്യം. നേരെ തിരിച്ച്, ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നതിൻ്റെ നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ ആൽഡോസ്റ്റിറോൺ ആൻറ്റഗോണിസ്റ്റിക് ആണ് എ എൻ എഫ്.
ആൽഡോസ്റ്റിറോൺ ആൻറ്റി ഡയൂററ്റിക് ആണെങ്കിൽ ഇത് ഡയൂററ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ തന്നെയാണ്. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. കാരണം ഇത് സബ്സ്റ്റൻസ്, ഇതിന് വേറൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ANF എന്താണ്? ഇറ്റ് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ. ANF causes vasodilation and decrease in blood pressure. അപ്പോൾ ആൻസർ ഏട്രിയൽ നാട്രിയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്രിയൂറസിസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ത്രൂ ദ യൂറിൻ എന്നാണ് ആ വാക്കിനർത്ഥം. നാട്രിയൂറസിസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ത്രൂ ദ യൂറിൻ. നാട്രിയൂറസിസ് നോക്കട്ടെ, റീനൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം, ഇതാണ് നാട്രിയൂറസിസ്. നാട്രിയൂറസിസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഫാക്ടർ ആയതുകൊണ്ടാണ് അതിനെ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഏട്രിയൽ എന്ന് വിളിക്കുന്നത് എന്താണ്? ഹാർട്ടിൻ്റെ ഏട്രിയമാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ ഏട്രിയൽ മസിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ANF എന്നും വിളിക്കുന്നത്. 4 characters are given below. Which 2 are correct with respect to hemichordate? Hemichordates എന്ന് പറയുന്നത് മറൈൻ വേംസ് ആണ്. Hemichordates are marine worms. They are halfway between non-chordata and chordata. അവർക്ക് ട്രൂ കോർഡേറ്റ്സ് അല്ല. ട്രൂ കോർഡേറ്റ് ആയിരിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? നോട്ടോ കോഡ് വേണം. പക്ഷേ ഹെമികോർഡേറ്റ്സിന് നോട്ടോ കോഡ് ഇല്ല. പക്ഷേ കോർഡേറ്റ്സിൻ്റെ വേറൊരു സ്വഭാവം അവർക്കൊന്നുണ്ട്, ഫാരിഞ്ചൽ ഗിൽസിഡ്സ് ഉണ്ട്. അപ്പോൾ ഫാരിഞ്ചൽ ഗിൽസിഡ്സ് ഉണ്ട്, അതൊരു കോർഡേറ്റ് ക്യാരക്ടറാണ്. പക്ഷേ കോർഡേറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ക്യാരക്ടർ എന്താണ്? പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, അതവർക്കില്ല. എന്നാൽ ഇവിടെ നോക്കിക്കാട്ടെ, എക്സ്ക്ലൂസീവ്ലി മറൈൻ ശരിയാണ്, ഇത് കറക്റ്റാണ്. റേഡിയൽ സിമെട്രി തെറ്റ്, ഇവർ ബൈലാറ്ററൽ സിമെട്രിക്കലാണ്. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻടു പ്രൊബോസിസ് കോളർ ട്രങ്ക്, ഇത് കറക്റ്റാണ്. ക്ലോസ് സർക്കുലേഷൻ അല്ല, ഓപ്പൺ സർക്കുലേഷനാണ്. അപ്പോൾ ഇവർക്ക് ഓപ്പൺ സർക്കുലേഷനാണ്, റേഡിയൽ സിമെട്രി അല്ല, ബൈലാറ്ററൽ സിമെട്രി ആണ്. അപ്പോൾ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയും സിയും കറക്റ്റാണ്, A and C. Which of the following are correctly matched with respect to their taxonomic classification? ഓരോ ഓപ്ഷനിലും കുറേ ആനിമൽസിനെ തന്നിട്ടുണ്ട്, അതിലെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്നത്. നോക്കട്ടെ, ഹൗസ് ഫ്ലൈ ഇൻസെക്റ്റ് ആണ്, ബട്ടർഫ്ലൈ ഇൻസെക്റ്റ് ആണ്, ലോക്കസ്റ്റ് ഇൻസെക്റ്റ് ആണ്, സിൽക്ക് വേം ഇൻസെക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇതിൽ ഫ്ലൈയിങ് ഫിഷ് ഇൻസെക്റ്റ് ആണ്. ജെല്ലി ഫിഷ് ഒരു ഫിഷ് അല്ല. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ സീലൻഡ്രേറ്റ് അല്ല പറയുന്നത്. സെൻറ്റിപ്പീഡ്സ്, മില്ലിപ്പീഡ്സ് ഇതെല്ലാം ഇൻസെക്റ്റേ വരുന്നതല്ല, ഇൻസെക്റ്റേ വരത്തില്ല. സീ ഹെയർ മൊളസ്കേലാണ് വരുന്നത്. ഇതൊക്കെ എക്കൈനോഡെർമേറ്റ് വരും, സീ ഹെയർ മൊളസ്കേലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. ശ്രദ്ധിച്ച് വേണം ബബിൾ ചെയ്യാൻ. ബബിൾ ചെയ്യുമ്പോൾ സംശയം തോന്നിയാൽ വേണമെങ്കിൽ വിട്ടേക്കുക, കുഴപ്പമില്ല. അമൻസാലിസം ഈസ് എ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. അമൻസാലിസത്തിൻ്റെ സിമ്പിൾ എന്താണ്? -0. ഇതാണ് എൻ്റെ സിമ്പിൾ. 1 member ഈസ് ന്യൂട്രൽ, ദി അതർ മെമ്പർ ഈസ് ഹാം. ഒരാൾ ഹാമായി. ആരാണ് ഇവിടെ ഹാമാകുന്നത്? ഉദാഹരണം പറഞ്ഞാൽ സ്റ്റെഫൈലോകോക്കസ്. സ്റ്റെഫൈലോകോക്കസ് എന്നുള്ള ബാക്ടീരിയയും പെനിസീലിയം എന്ന് പറയുന്ന ഈസ്റ്റും ഒന്നിച്ചൊരു പെട്രി ഡിഷിൽ വളർത്തുകയാണെങ്കിൽ പെനിസീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് സ്റ്റെഫൈലോകോക്കസിനെ നശിപ്പിക്കും. പെനിസിലിൻ എന്ന് പറഞ്ഞ ഈസ്റ്റിന് സ്റ്റെഫൈലോകോക്കസിനെ നശിപ്പിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. സ്റ്റെഫൈലോകോക്കസ് ആ മീഡിയത്തിൽ വന്നതുകൊണ്ട് ആയിപ്പോയതാണ്. സ്റ്റെഫൈലോകോക്കസ് ജീവിച്ചിരുന്നാലും ചത്തു കഴിഞ്ഞാലും പെനിസീലിയത്തിനൊരു ഗുണം വരുമില്ല. കാരണം എന്താണ്? പെനിസീലിയത്തിൻ്റെ ഫുഡും സ്റ്റെഫൈലോകോക്കസിൻ്റെ ഫുഡും സെയിം അല്ല. അതുകൊണ്ട് ഇത് അമൻസാലിസമാണ്. 1 സ്പീഷീസ് ഹാംഡ് ആൻഡ് ദി അതർ ഈസ് അൺഅഫക്റ്റഡ്. 1 ഈസ് ഹാംഡ്, ദി അതർ ഈസ് അൺഅഫക്റ്റഡ്. അൺഅഫക്റ്റഡ് ആണെങ്കിൽ 0 കാണിക്കാം, ഹാംഡ് ആണെങ്കിൽ മൈനസും കാണിക്കാം. അമൻസാലിസം ഇതൊരു ഒന്നാന്തര എക്സാമ്പിളാണ്. In a standard ECG, which one of the following alphabet is correct representation of the respectively activity of the human heart? P, depolarization of atria, correct ആണ്. R, repolarization of ventricles, തെറ്റാണ്. S, start of ventricular systole,
തെറ്റാണ്. വെൻട്രിക്കുലർ സിസ്റ്റോളി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ആർ വേവിൻ്റെ തുടക്കത്തിലാണ്. ടി ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ല, റീപോളറൈസേഷൻ ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ്. അപ്പോൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന പി ആണ്. പി റെപ്രസെൻറ്റ്സ് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, QRS represents depolarization of ventricles, T wave represents repolarization of ventricles. അപ്പോൾ അത് ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്, വളരെ സിമ്പിളാണ് അതൊക്കെ ആൻസർ ചെയ്യാൻ. Which of the following is not under the direct control of pituitary gland with respect to regulation of its secretory function? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പണ്ട് കാലത്ത് ഒരു മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ വിളിച്ചിരുന്നു. കാരണം മിക്കവാറും എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയാണ്. പിറ്റ്യൂട്ടറി അഡ്രിനൽ കോർട്ടക്സിനെ നമുക്കറിയാം. അഡ്രിനൽ കോർട്ടക്സ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ്, ഇതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് 2 ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ പേരാണ് അഡ്രിനൽ കോർട്ടക്സ്, ഇതിൻ്റെ പേരാണ് അഡ്രിനൽ മെഡുല്ല. അഡ്രിനൽ കോർട്ടക്സിനെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. എന്താണ് പിറ്റ്യൂട്ടറി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ACTH എന്ന് പറയുന്ന ഹോർമോണാണ് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഹോർമോൺ സെക്രീഷനെ സ്റ്റിമുലേറ്റ്. പക്ഷേ പിറ്റ്യൂട്ടറിക്ക് അഡ്രിനൽ മെഡുല്ലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിറ്റ്യൂട്ടറി ഹാസ് നോ കൺട്രോൾ ഓവർ അഡ്രിനൽ മെഡുല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ അഡ്രിനൽ മെഡുല്ലയാണ്. ടെസ്റ്റിസിൽ കൺട്രോൾ ഉണ്ട്, തൈറോയിഡ് കൺട്രോൾ ഉണ്ട്. തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന TSH, ഇതിന് ACTH, ഇതിൻ്റെ പേരാണ് GTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഗൊണാഡോട്രോപിക് അഡ്രിനൽ മെഡുല്ല. ശരിക്കും അഡ്രിനൽ മെഡുല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രിനൽ മെഡുല്ല ഈസ് എ മോഡിഫൈഡ് സിമ്പത്തറ്റിക് ഗാംഗ്ലിയോൺ ആണ്. ശ്രദ്ധിച്ചോണം, അഡ്രിനൽ മെഡുല്ല എന്ന് പറയുന്നത് എ മോഡിഫൈഡ് സിമ്പത്തറ്റിക് ഗാംഗ്ലിയോൺ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് അഡ്രിനൽ കോർട്ടക്സ് മീസോഡേമിൽ നിന്നാണെങ്കിൽ അഡ്രിനൽ മെഡുല്ല എക്ടോഡേമിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടിൻ്റെ ഡെറിവേഷനും വ്യത്യാസമുണ്ട്. ഇൻ ഹ്യൂമൻ ബോഡി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അനാട്ടമിക്കലി കറക്റ്റ്? ക്രേനിയൽ നെർവ്സ് 12 പേരുണ്ട്, തെറ്റാണിത്. കോളർ ബോൺസ് 3 പേരില്ല, 1 പേരേ ഉള്ളൂ. ഫ്ലോട്ടിംഗ് റിബ്സ് 2 പേരുണ്ട്. ഫ്ലോട്ടിംഗ് റിബ്സ് ഏതാണ്? 11ാമത്തെ പേരും 12ാമത്തെ പേരും. ഇത് ശരിയാണ്. സലൈവറി ഗ്ലാൻഡ്സ് 3 പേരേ ഉള്ളൂ. അപ്പോൾ ഫ്ലോട്ടിംഗ് റിബ്സ്, ഇതാണ് അതിൻ്റെ ആൻസർ. കറക്റ്റായിട്ടുള്ളത് ഫ്ലോട്ടിംഗ് റിബ്സ്. ദ ഡിഫറൻസ് ഓഫ് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV. എല്ലാ പൾമണറി വോളിയംസും കൂടെ ചേരുമ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി ആയി. അങ്ങനെയാണെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് TV പ്ലസ് IRV പ്ലസ് ERV. RV ഇല്ല. അങ്ങനെയാണെങ്കിൽ ദ ഡിഫറൻസ് ഓഫ് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി ഏതാണ്? RV ആണ്. സോ ദാറ്റ്സ് റെസിഡുവൽ വോളിയം. റെസിഡുവൽ വോളിയമാണ് അതിൻ്റെ ഡിഫറൻസ്. എന്നുവെച്ചാൽ TLC മൈനസ് VC ഈസ് ഈക്വൽ ടു റെസിഡുവൽ വോളിയം. TLC മൈനസ് VC ഈക്വൽ ടു റെസിഡുവൽ വോളിയം. Contraceptive that makes the uterus unsuitable for implantation and cervix hostile to the sperms. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഹോർമോണൽ IUDs. ഹോർമോണൽ IUD എന്ന് പറയുമ്പോൾ ഹോർമോണൽ IUD ആണ്. ഹോർമോണൽ IUDസിൻ്റെ എക്സാമ്പിളാണ് LNG-20. ഹോർമോണൽ IUDസിനകത്ത് എന്തുണ്ട്? സിന്തറ്റിക് പ്രൊജസ്ട്രോൺ ഉണ്ട്. LNG-20യിൽ കാണുന്ന സിന്തറ്റിക് പ്രൊജസ്ട്രോണിൻ്റെ പേരാണ് ലെവോനോഗെസ്ട്രൽ. LNGയുടെ ഫുൾ ഫോം ലെവനോർഗെസ്ട്രോൾ. ലെവനോർഗെസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് പ്രൊജസ്ട്രോൺ ആണ്. അത് ഈ LNG-20കകത്തുണ്ട്. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊജസ്ട്രോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതാണ് യൂട്രസ്, ഇതാണ് സെർവിക്സ്, ഇത് വജൈന. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തെ കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യിക്കുക,
ആ മ്യൂക്കസ് ഈ സെർവിക്സിൽ വന്നങ്ങ് നിറഞ്ഞ് സെർവിക്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സെർവിക്കൽ പ്ലഗ് ഉണ്ടാവും, സെർവിക്കൽ പ്ലഗ്. അപ്പോൾ സ്പേമിന് കയറാനൊക്കത്തില്ല. രണ്ടാമത്, പ്രൊജസ്റ്ററോൺ എൻഡോമെട്രിയൽ തിക്നെസ്സിനെ അങ്ങ് കുറയ്ക്കും. കാരണം പ്രൊജസ്ട്രോൺ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ്സിനെ കൂട്ടുന്നത് ആരാണ്? ഈസ്ട്രോജനാണ്. പക്ഷേ പ്രൊജസ്ട്രോണിൻ്റെ സാന്നിധ്യത്തിൽ ഈസ്ട്രോജൻ വീക്കായി പോകും. അപ്പോൾ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ലെവനോർഗസ്ട്രോൾ കഴിഞ്ഞ പിൽസ് പതിവായി കഴിക്കുമ്പോൾ ഈസ്ട്രോജൻ സപ്രസ്ഡ് ആവും. ഈസ്ട്രോജൻ സപ്രസ്ഡ് ആകുമ്പോൾ എൻഡോമെട്രിയം തിന്നാവും. തിന്നായിട്ടുള്ള എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. അപ്പോൾ LNG20. സോ ദ യൂട്രസ് ഈസ് മേഡ് ഹോസ്റ്റൈൽ ടു സ്പേംസ്. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അടുക്കാൻ പറ്റാത്തതാക്കുക. അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. LNG കഴിക്കുമ്പോൾ എൻഡോമെട്രിയം തിന്നായിരിക്കും. തിന്നായിട്ടുള്ള ഒരു എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാനൊക്കത്തില്ല. എ ഹെൽത്ത് ഡിസോർഡർ ദാറ്റ് റിസൾട്ട്സ് ഫ്രം ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്ന തൈറോക്സിൻ്റെ അളവ് കൂടുന്നു. തൈറോയിഡ് ഗ്ലാൻഡ് ആവശ്യത്തിൽ കൂടുതൽ തൈറോയിഡ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്? മെറ്റബോളിക് റേറ്റ് കൂടും. ഇൻക്രീസ് ഇൻ മെറ്റബോളിക് റേറ്റ്, increase in heart rate, increase in breathing rate, then bulging of eyeballs, ഭയങ്കരമായ ക്ഷീണമുണ്ടാവും. ആ അവസ്ഥയുടെ പേരാണ് ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസിൻ്റെ ലക്ഷണങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്, പ്രൊട്രൂഷൻ ഓഫ് ദി ഐബാൾസ്, എക്സോഫ്താൽമോസ് വെച്ചാൽ ഒഫ്താൽമ, കണ്ണുകൾ പുറത്തോട്ട് തള്ളി വരിക. ഇൻക്രീസ്ഡ് BMR, മെറ്റബോളിക് റേറ്റ് ഗണ്യമായിട്ട് വർദ്ധിക്കും. വെയിറ്റ് ലോസ് ഉണ്ടാകും. കാരണം എന്താണ്? ബോഡിയിലുള്ള ഫാറ്റൊക്കെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ബോഡി പെട്ടെന്ന് തിന്നാവും. വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇതെല്ലാം ഗ്രേവ്സ് ഡിസീസ്. അതുകൊണ്ട് ഗ്രേവ്സ് ഡിസീസിനെ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നും വിളിക്കാം. എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഗ്രേവ്സ് ഡിസീസ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. കാരണം നമ്മുടെ തന്നെ ആൻറ്റിബോഡീസ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്ന ഈ ഗ്രേവ്സ് ഡിസീസിൽ. അടുത്ത്, ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ത്രൂ എ നെർവ് ഫൈബർ, ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇന്നർ സൈഡ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഹാസ് വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ചാർജ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഞാൻ വരയ്ക്കാം. ഒരു പ്ലാസ്മ മെംബ്രെയിൻ റെസ്റ്റിംഗ് സ്റ്റേജ്, ന്യൂറോണൽ മെംബ്രെയിൻ. ഇതാ ന്യൂറോണൽ മെംബ്രെയിൻ്റെ ആദ്യത്തെ അവസ്ഥ ഇങ്ങനെയാണ്. വെളിയിൽ പോസിറ്റീവ് ചാർജ്, അകത്ത് നെഗറ്റീവ് ചാർജ്. ഇതിനെന്ത് വിളിക്കും നമ്മൾ? ഇതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഇത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലാണ്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? -70 mV. സ്റ്റിമുലസ് വരുമ്പോൾ എന്തുണ്ടാവും? അടുത്ത സ്റ്റേജ് എന്താണ്? പൊളാരിറ്റി നേരെ തിരിയും. വെളിയിൽ നെഗറ്റീവ് ചാർജ് ആവും, അകത്ത് പോസിറ്റീവ് ചാർജ് ആവും. പൊളാരിറ്റി. ഇതിൻ്റെ പേരെന്താണ്? ഡീപോളറൈസേഷൻ. ഇതിൻ്റെ പേരാണ് ഡീപോളറൈസേഷൻ. അങ്ങനെ ഡീപോളറൈസേഷൻ വോൾട്ടേജ് എത്രയായി? വോൾട്ടേജ് +30 mV ആയി. അത് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും? റീപോളറൈസേഷൻ നടക്കുമ്പോൾ വോൾട്ടേജ് വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തി. ഇതിനെ നമുക്ക് റീപോളറൈസേഷൻ എന്ന് പറയാം. ആ റീപോളറൈസേഷൻ നടക്കുമ്പോൾ വോൾട്ടേജ് വീണ്ടും പഴയ പോലെയായി -70 mV ആയി. അപ്പോൾ ഇൻസൈഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നർ സൈഡ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ആദ്യം ഇന്നർ സൈഡ് നെഗറ്റീവായിരുന്നു, പിന്നെ പോസിറ്റീവായി, പിന്നെ വീണ്ടും നെഗറ്റീവായി. ഫസ്റ്റ് പോസിറ്റീവ് തെറ്റാണ്. ആദ്യം എന്താണ്? ഫസ്റ്റ് നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, ദെൻ ബാക്ക് ടു നെഗറ്റീവ്. ഫസ്റ്റ് നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, ബാക്ക് ടു നെഗറ്റീവ്. ഇൻസൈഡ്. ഇതാണ് ഇൻസൈഡ്, ഔട്ട്സൈഡ്. ഇൻസൈഡ് ഫസ്റ്റ് നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, ബാക്ക് ടു നെഗറ്റീവ്. സിമ്പിളാണ് ഇതൊക്കെ. ഈ ചോദ്യം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടി വരും. കാരണം വലിയ കടിച്ചാപ്പെട്ടാന്ന് തോന്നും. പക്ഷേ വെറും ശാന്തസ്വരൂപനായ ചോദ്യമായിരിക്കും അത്. വളരെ സിമ്പിളായിരിക്കും. When a person loses his ability to discriminate self cells from non-self cells, he develops. നമ്മുടെ അക്വേർഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? സ്വന്തക്കാരെയും ശത്രുക്കളെയും തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്വന്തം സെല്ലുകൾ ഏതാണ്, ഫോറിൻ സെല്ലുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാം. സ്വന്തം സെല്ലുകളോട് ഒരിക്കലും ഒരു പ്രതികരണവും കാണിക്കത്തില്ല.
സോ ലാക്ക് ഓഫ് റെസ്പോൺസ് ടു സെൽഫ് സെൽസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ്. അപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ് ഉള്ളതുകൊണ്ട് സ്വന്തം സെല്ലുകളോട് ഒരു പ്രതികരണവും കാണിക്കത്തില്ല. ഫോറിൻ സെൽസ് വന്നാൽ അവരെ അറ്റാക്ക് ചെയ്യും. എന്നാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ പവർ നഷ്ടപ്പെട്ടു. സ്വന്തക്കാരെയും ശത്രുക്കളെയും തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ വന്നാൽ സ്വന്തം ശത്രുക്കളാണെന്ന് പറഞ്ഞ് സ്വന്തം സെല്ലുകളെ കയറി അറ്റാക്ക് ചെയ്യും. ദെർഫോർ ഇഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് അഗൻസ്റ്റ് അവർ ഓൺ സെൽസ്, അതിൻ്റെ പേരാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. സോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരാൾക്കുണ്ടാകുന്നെങ്കിൽ ഹിസ് ഇമ്മ്യൂൺ സിസ്റ്റം കനോട്ട് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ്. സെൽഫ് ആൻറ്റിജൻസും നോൺ സെൽഫ് ആൻറ്റിജൻസും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, മയാസ്തീനിയ ഗ്രേവിസ്, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, ടൈപ്പ് 1 ഡയബറ്റീസ്, ഗ്രേവ്സ് ഡിസീസ്, ഹഷിമോട്ടോസ് ഡിസീസ്, സോറിയാസിസ്, ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്? അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് തളർത്തി വെക്കുക. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മരുന്ന് എന്താ? സ്റ്റിറോയിഡ്സ് ആണ്. സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി വീക്കാവും. സ്റ്റിറോയിഡ്സ് ആർ ഇമ്മ്യൂണോ സപ്രസൻസ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റിറോയിഡ്സ് ആണ്. സ്റ്റിറോയിഡ്സ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ക്ലേറിയസ് ഗാരിപൈനസ്, നമ്മുടെ നദികളിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ക്യാറ്റ് ഫിഷസ് ഉണ്ട്. ഈ ലോക്കൽ ഇൻഡിജീനസ് ക്യാറ്റ് ഫിഷസിനൊരു ഭീഷണിയായിട്ട് ആഫ്രിക്കയിൽ നിന്നൊരു വരുത്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത ഏലിയൻ സ്പീഷീസാണ് ക്ലേറിയസ് ഗാരി സ്പീഷീസ്. അവൻ ഏലിയനാണ്. ഇവൻ നമ്മുടെ ലോക്കൽ ക്യാറ്റ് ഫിഷസിനൊരു ത്രെട്ടാണ്. കാരണം ഏലിയൻ സ്പീഷീസുകളെല്ലാം അതിഭയങ്കരമായ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളവരാണ്, ഭയങ്കരമായ റെസിസ്റ്റൻസ് ഉള്ളവരാണ്, റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. നമ്മുടെ പാവം പിടിച്ച ലോക്കൽ ക്യാറ്റ് ഫിഷസ് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷസുമായിട്ട് കമ്പീറ്റ് ചെയ്താൽ ഈ ലോക്കൽ ക്യാറ്റ് ഫിഷസിൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഇവൻ ഏലിയൻ സ്പീഷീസാണ്, ആഫ്രിക്കക്കാരനാണ്. ഏലിയൻ എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വന്നവൻ. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ. നിങ്ങൾ ബയോഡൈവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അനുദിനം കുറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, there are 20,000 different species of ants ഉണ്ട്, 28,000 different species of fishes ഉണ്ട്. അതിൽ 1-2 ഫിഷസോ 5-6 ഡിഫറൻറ്റ് സ്പീഷീസ് ഓഫ് എറുമ്പുകളോ ഇല്ലാതായാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പോൾ എർലിക്സ് എന്ന് പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞൻ പറഞ്ഞെന്താണ്? അദ്ദേഹം കൊണ്ടുവന്ന റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. എക്കോസിസ്റ്റത്തെ ഒരു എയറോപ്ലെയിനായിട്ട് സങ്കല്പിച്ചു. ആ എയറോപ്ലെയിനിലെ സ്ക്രൂ അല്ലെങ്കിൽ റിവറ്റുകളെ സ്പീഷീസുകളായിട്ട്, സീറ്റിൻ്റെ അടിയിലൊക്കെ ഉള്ള ഏതാനും സ്ക്രൂ ഒക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. കൂടുതൽ റിവറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ എയറോപ്ലെയിനിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, അത് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ 1-2 ഇൻസിഗ്നിഫിക്കൻറ്റ് സ്പീഷീസുകൾ അപ്രത്യക്ഷമായതുകൊണ്ട് എക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടമാകുന്നില്ല. കൂടുതൽ ഇൻസിഗ്നിഫിക്കൻറ്റ് സ്പീഷീസുകൾ അപ്രത്യക്ഷമാകുമ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അത് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഹൗ the quality of life is affected by a few species are lost from the community. ഇതാണ്, ഇത് കാണിക്കാനാണ്. ഏതാനും സ്പീഷീസുകൾ നഷ്ടപ്പെട്ടാൽ എക്കോസിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി അതെങ്ങനെ ബാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് അദ്ദേഹം കൊണ്ടുവന്നത്. അടുത്തത്, ദ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ ഈൽസ് വിച്ച് ആർ ദ ഫോളോയിങ് കൺക്ലൂഷൻസ്. ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇൻ എ റാൻഡംലി മേറ്റിംഗ് പോപ്പുലേഷൻ ദ ഫ്രീക്വൻസീസ് ഓഫ് അലീൽസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് generation after generation if the population is free from mutation, natural selection, genetic drift, recombination, gene flow. ഈ 5 എക്സ്റ്റേണൽ ഫോഴ്സസ് ഇല്ലാത്ത ഒരു പോപ്പുലേഷൻ സങ്കല്പിക്കുകയാണെങ്കിൽ, അതൊരു റാൻഡംലി മേറ്റിംഗ് പോപ്പുലേഷൻ ആണെങ്കിൽ, ആ പോപ്പുലേഷനിലെ അലീൽസിൻ്റെ ഫ്രീക്വൻസി എത്ര ജനറേഷൻ കഴിഞ്ഞാലും മാറ്റമില്ലാതെ തുടരും. എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനിൽ എവല്യൂഷൻ നടക്കുന്നില്ല. എന്നാൽ അലീൽസിൻ്റെ ഫ്രീക്വൻസിക്ക് ചെറുതോ വലുതോ ആയ ഒരു മാറ്റം സംഭവിച്ചാൽ
that population is said to be evolving. So what is the modern definition of evolution? Evolution is a change in gene frequency. അതാണ് modern synthetic theory പറയുന്നത്. അപ്പോൾ if the allele frequencies of a population are given by P and Q, the genotype frequencies govern P. ഇത് ശരിയാണ്. ചോദിച്ചിരിക്കുന്നത് ഹാർഡി-വീൻഗോ പ്രിൻസിപ്പിൾ ഈസ് വിച്ച് ആർ ദ ഫോളോയിങ് കൺക്ലൂഷൻസ്. ഇത് ശരിയാണ്. അലീൽ ഫ്രീക്വൻസി പിയും ക്യൂ ആണെങ്കിൽ ജീനോടൈപ്പ് ഫ്രീക്വൻസി പി സ്ക്വയർഡ് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനൻറ്റ്, 2pq is the frequency of heterozygotes, q squared is the frequency of homozygous recessive. Correct. The allele frequencies in a population will not change over time. അതാണ് പറയുന്നത്. Allele frequencies in a population will not change over time if the following forces are there. A deviation from genetic equilibrium occurs if mating is random and unrestricted. തെറ്റാണ്. A deviation from genetic equilibrium if it is non-random എന്നാണ് വിളിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് എന്നാണ് വേണ്ടത്, അൺറെസ്ട്രിക്റ്റഡ്. ഇതാണ് തെറ്റ്, ഇത് തെറ്റാണ്. അപ്പോൾ എയും ശരിയാണ്, ബിയും ശരിയാണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. സി തെറ്റാണ്. സി എങ്ങനെയാണ് ശരിയാക്കുന്നത്? എ ഡീവിയേഷൻ ഫ്രം ജനറ്റിക് ഇക്വിലിബ്രിയം ഒക്കേഴ്സ് ഇഫ് മേറ്റിംഗ് ഈസ് റാൻഡം. ഇഫ് എ ഡീവിയേഷൻ ഫ്രം ജനറ്റിക് ഒക്കേഴ്സ് ഇഫ് മേറ്റിംഗ് ഈസ് നോൺ റാൻഡം ആൻഡ് റെസ്ട്രിക്റ്റഡ് എന്ന് വേണം. ഇവിടെ റാൻഡം അല്ല കൊടുക്കേണ്ടത്, നോൺ റാൻഡം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യും. അൺറെസ്ട്രിക്റ്റഡ് എന്നല്ല, റെസ്ട്രിക്റ്റഡ് എന്നാണെങ്കിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ആ സിയിലാണ് തെറ്റ് വന്നത്. വിച്ച് ഹോർമോൺസ് ഡു സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈകാർബണേറ്റ്? നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺസ്. ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺസിലെ ഒന്നാണ് കോളിസിസ്റ്റോകൈനിൻ. കോളിസിസ്റ്റോകൈനിൻ, ഇതിനെ CCK എന്ന് വിളിക്കാം. കോളിസിസ്റ്റോകൈനിൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ്. പാൻക്രിയാറ്റിക് എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് എന്താ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? റിലീസ് ഓഫ് ബൈൽ ഫ്രം ഗോൾ ബ്ലാഡർ. റിലീസ് ഓഫ് ബൈൽ ഫ്രം ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്താലേ ബൈൽ റിലീസ് ചെയ്യത്തുള്ളൂ. ഗോൾ ബ്ലാഡറിൻ്റെ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗോൾ ബ്ലാഡറിനെ കൊണ്ട് ബൈൽ റിലീസ് ചെയ്യുന്നു. സിസ്റ്റോ എന്ന് പറഞ്ഞാൽ വാർക്കിൻ്റെ അർത്ഥം പറയാം. സിസ്റ്റോ എന്ന് വെച്ചാൽ ഗോൾ ബ്ലാഡർ എന്നാണ്. സിസ്റ്റിക് ഡക്റ്റ് ഉള്ളത് സിസ്റ്റോ. അതേസമയം ബൈകാർബണേറ്റ്സ്, സെക്രീറ്റിൻ എന്ന് പറഞ്ഞ വേറൊരു ഹോർമോണുണ്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ. സെക്രീറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ പാൻക്രിയാസ്. സ്റ്റിമുലേറ്റ്സ് ദ പാൻക്രിയാസ് ടു സെക്രീറ്റ് എന്താണ്? വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ്. അപ്പോൾ സെക്രീറ്റിൻ ബൈകാർബണേറ്റ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. കോളിസിസ്റ്റോകൈനിൻ പാൻക്രിയാറ്റിക് എൻസൈംസ്. അപ്പോൾ കോളിസിസ്റ്റോകൈനിനും സെക്രീറ്റിനുമാണ്. കോളിസിസ്റ്റോകൈനിൻ പാൻക്രിയാറ്റിക് എൻസൈം പ്രൊഡക്ഷനെയും സെക്രീറ്റിൻ പാൻക്രിയാസിനെ കൊണ്ട് ബൈകാർബണേറ്റ് അയോൺസും പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഡസ്ട്രിയൽ മെലാനിസം ആസ് ഒബ്സർവ്ഡ് ഇൻ പെപ്പേർഡ് മോത്ത് പ്രൂവ്സ് ദാറ്റ്. നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം ഓഫ് പെപ്പേർഡ് മോത്ത് എന്ന് പറയുന്നത്. കാരണം പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി, ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നതിന് മുമ്പ് അൺപൊല്യൂട്ടഡ് എൻവയോൺമെൻറ്റിൽ നോൺ മെലാനിക്സിൻ്റെ പോപ്പുലേഷൻ കൂടുതലായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ, പൊല്യൂഷൻ വന്നപ്പോൾ മെലാനിക് മോസിൻ്റെ ഫ്രീക്വൻസി കൂടി. ഇവിടെ ഒറിജിനൽ പോപ്പുലേഷനിൽ 100% മോസും നോൺ മെലാനിക് ആയിരുന്നു. ആ നോൺ മെലാനിക് പോപ്പുലേഷൻ്റെ ഇടയിൽ മെലാനിക് മോത്ത് ഉണ്ടായത് എങ്ങനെയാണ്? മ്യൂട്ടേഷൻ വഴി. സോ മെലാനിക് മോസ് അപ്പിയർഡ് ഇൻ ദ ഒറിജിനൽ പോപ്പുലേഷൻ ബൈ മ്യൂട്ടേഷൻ. പക്ഷേ ആ മെലാനിക് മോസിൻ്റെ ഫ്രീക്വൻസി കൂട്ടിയത് എപ്പോഴാണ്? അതിന് പറ്റിയ ഒരു എൻവയോൺമെൻറ്റ് വരുമ്പോൾ. ഒരു പറ്റിയ എൻവയോൺമെൻറ്റ് വരുമ്പോൾ നാച്ചുറൽ സെലക്ഷൻ മനസ്സിലായി ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയാസിൽ ഫിറ്റ്നസ് കൂടുതലുള്ളത് മെലാനിക് മോസിനാണ്. അതുകൊണ്ട് ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചേക്കാം. അപ്പോൾ ഒരു പോപ്പുലേഷൻ ഓഫ് മെലാനിക് മോസ് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രീസ് വന്നതുകൊണ്ടാണ്. മ്യൂട്ടേഷൻ വഴിയാണ് അത് ഉണ്ടായതെങ്കിലും അവരുടെ ഫ്രീക്വൻസി കൂട്ടാൻ സഹായിച്ചത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷനാണ്. ദെർഫോർ പോപ്പുലേഷൻ ഓഫ് മെലാനിക് മോസ് ഇവോൾവ് ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. Population of melanic moths evolved due to industrial pollution, but the first melanic moth appeared in the population by mutation. തിരിച്ചറിയണം,
ആദ്യത്തെ മെലാനിക് മോത്ത് ഉണ്ടായത് മ്യൂട്ടേഷൻ വഴി. പക്ഷേ പോപ്പുലേഷൻ ഓഫ് മെലാനിക് മോത്ത് ഉണ്ടായത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കാരണമാണ്. ചിപ്കോ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ആദ്യത്തെ ഫോറസ്റ്റുകളും വൃക്ഷങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ ഒരു സമരമാണ് ചിപ്കോ മൂവ്മെൻറ്റ്. അങ്ങനെ സ്ത്രീകൾ എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീകൾ മുന്നോട്ടിറങ്ങി. ഇറ്റ്സ് എ ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് എക്കോ ഫെമിനിസം. എക്കോ ഫെമിനിസം, സ്ത്രീകൾ ഫോറസ്റ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടി വൃക്ഷങ്ങൾക്ക് ചുറ്റും അവർ കൈകോർത്ത് കെട്ടിപ്പിടിച്ച് നിന്നു. അതുകൊണ്ട് ആ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കാൻ വന്ന കോൺട്രാക്ടർമാർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടി. ഇതൊരു വലിയ സമരമാണ് ചിപ്കോ മൂവ്മെൻറ്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സുന്ദർലാൽ ബഹുഗുണ. എക്കോസിസ്റ്റം ദാറ്റ് ക്യാൻ സപ്പോർട്ട് ഹൈ ഡെൻസിറ്റീസ് ഓഫ് ഗ്രേസിംഗ് ആനിമൽസ്. ഗ്രേസിംഗ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസിംഗ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ പുല്ല് തിന്ന് വളരുന്ന ആനിമൽസിനാണ് ഗ്രേസിംഗ് ആനിമൽസ്. ഇല തിന്ന് വരുന്നവരെ ബ്രൗസിങ് ആനിമൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഗ്രേസിംഗ് ആനിമൽസ്, പുല്ല് തിന്നുന്ന വളരുന്ന ആനിമൽസ് എവിടെയാണ് കാണുന്നത്? ഗ്രാസ് ലാൻഡിൽ. ഗ്രാസ് ലാൻഡ്, ഈ ഗ്രാസ് ലാൻഡുകളെ, ആഫ്രിക്കയിലേക്കുള്ള ഗ്രാസ് ലാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സവന്ന. സവന്ന എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡാണ്. ഗ്രാസ് ലാൻഡ്. ഈ ഗ്രാസ് ലാൻഡുകളിലാണ് എന്ത് കാണുന്നത്? ഹെർബിവോറസ് ആനിമൽസ്. ഏതൊക്കെ? സീബ്ര, ആൻറ്റിലോപ്പ്, വിൽഡ് ബീസ്റ്റ്, ഡിയർ, ഇങ്ങനെയുള്ള ഹെർബിവോറസ് ആനിമൽസ് എല്ലാം കാണുന്നത് സവന്നാസിലാണ്. അപ്പോൾ നാച്ചുറലി അവരെ തിന്നാൻ പ്രിഡേറ്റേഴ്സ് കാണും. ലയൺ കാണും, ചീറ്റ കാണും, ടൈഗർ കാണും. അല്ലാതെ ലയണും ചീറ്റയും ടൈഗറും ഒക്കെ ഈ സൈലൻറ്റ് വാലി പോലുള്ള കാടുകളിലല്ല. അവർക്ക് കിലോമീറ്ററുകളോളം ഓടി വേണം ഇതുങ്ങളെ പിടിക്കാൻ. കണ്ടിട്ടില്ലേ ഈ നാഷണൽ ജിയോഗ്രാഫിയിലൊക്കെ? സവന്നാസിലാണ്. സോ ഗ്രാസ് ലാൻഡ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഗ്രേസിംഗ് ആനിമൽസ് ആൻഡ് ദെയർ പ്രിഡേറ്റേഴ്സ്. അങ്ങനെ പറയാം. Ecosystem that can support high densities of grazing animals and their predators. അതും ഗ്രാസ് ലാൻഡ് തന്നെയാണ്. Which one of the following types of organisms occupy more than one trophic level? Fish. Fishes, small fishes എന്ന് പറയുന്നത് സൂംപ്ലാങ്ക്ടൺസിനെ തിന്നുന്നവരാണ്. അപ്പോൾ അവരെന്തിൽ വരും? അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. സ്മോൾ ഫിഷസിന് നിന്ന് ലാർജ് ഫിഷ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ട്രോഫിക് ലെവൽ, ഇത് രണ്ടാമത്തെ ട്രോഫിക് ലെവൽ, ഇത് മൂന്നാമത്തെ ട്രോഫിക് ലെവൽ, നാലാമത്തെ ട്രോഫിക് ലെവൽ. അപ്പോൾ ഇത് പ്രൈമറി പ്രൊഡ്യൂസർ, ഇത് പ്രൈമറി കൺസ്യൂമർ, ഇതാണ് പ്രൈമറി കൺസ്യൂമർ. ഇത് സെക്കൻഡറി കൺസ്യൂമർ, ടെർഷറി കൺസ്യൂമർ. സ്മോൾ ഫിഷസ് സെക്കൻഡറി കൺസ്യൂമറായിട്ട് വരും, ലാർജ് ഫിഷസ് ടെർഷറി കൺസ്യൂമറായിട്ട് വരും. അപ്പോൾ ഫിഷസിന് രണ്ട് ട്രോഫിക് ലെവലാണ്. ഫിഷ് വിച്ച് ഈസ് കോമൺ ടു വെയിൽ, സീൽ ആൻഡ് ഷാർക്ക്. വെയിൽസും സീൽസും ഷാർക്കും കണ്ടാൽ ഏകദേശം ഒരേപോലെ ഇരിക്കും. പക്ഷേ വെയിലെന്ന് പറയുന്നത് മാമലാണ്, സീലെന്ന് പറയുന്നത് മാമലാണ്, ഷാർക്ക് എന്ന് പറയുന്ന ഫിഷാണ്. വ്യത്യസ്തങ്ങളായ ടാക്സോണമിക് ഗ്രൂപ്പിലുള്ളവർ ഒരേ സിമിലർ ഹാബിറ്ററ്റ് ജീവിക്കുമ്പോൾ അവരുടെ സ്വഭാവങ്ങളും മോർഫോളജിയും ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് കൺവെർജൻ്റ് എവല്യൂഷൻ. കൺവെർജൻ്റ് എവല്യൂഷൻ. The coal-fired power plant electrostatic precipitate. In coal-fired power plants, electrostatic precipitates are involved. Electrostatic precipitates എന്തിനാണ് ഉപയോഗിക്കുന്നത്? Electrostatic precipitates are used to remove suspended particulate matter, SPM. Suspended particulate matter. Suspended particulate matter ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ കരിയും പുകയും. ഉദാഹരണമായിട്ട് ഈ പുകക്കുഴലിൽ കൂടെ, ഫാക്ടറികളുടെ പുകക്കുഴലിൽ കൂടെ ഒരുപാട് കരി വരും, കരിയും പുകയും. അത് മൈക്രോസ്കോപ്പിക് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആണ്. അതിനെ പുറത്തോട്ട് തള്ളുന്നതിന് മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററി കൂടെ കൊടുക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ അതിനെ ആനയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാറ്റയോൺസ് അതിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആൻസർ സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ തന്നെയാണ്. Question number 44. Which ecological factors are the strongest determinants of various biomes? Biomes. Organisms and population ബയോംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് ബയോം എന്ന് പറഞ്ഞാൽ? എ ബയോം ഈസ് എ ക്ലൈമാറ്റിക്കലി ആൻഡ് ജിയോഗ്രാഫിക്കലി വെൽ ഡിഫൈൻഡ് ഏരിയ characterized by
യുണീക്ക് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്രത്യേകതരം ക്ലൈമറ്റും പ്രത്യേകതരം ടോപ്പോഗ്രാഫിയും ജിയോഗ്രാഫിയും ഉള്ള ഒരു പ്രദേശം. അവിടെ പ്രത്യേകതരം സ്പീഷീസ് ഓഫ് ആനിമൽസും പ്ലാന്റ്സും മാത്രം കാണപ്പെടുന്നു. അപ്പോൾ ഒരു ബയോമിനെ മറ്റൊരു ബയോമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ എന്താണ്? ടെമ്പറേച്ചറും റെയിൻഫാളുമാണ്. മീൻ ആനുവൽ ടെമ്പറേച്ചർ ബയോം ടു ബയോം വേരി ചെയ്തിരിക്കും. മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റെയിൻഫാളും വരും, സ്നോഫാളും വരും. അപ്പോൾ ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനുമാണ് ഒരു ബയോമിനെ മറ്റൊരു ബയോമിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത്. ഡെസർട്ടിൽ പ്രസിപ്പിറ്റേഷൻ തീരെ കുറവാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ പ്രസിപ്പിറ്റേഷൻ വളരെ കൂടുതലാണ്. ഡെസർട്ടിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ആർട്ടിക് തുന്ദ്രയിൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഇൻ എ പോപ്പുലേഷൻ വിത്ത് 2 alleles ക്യാപിറ്റൽ എ ആൻഡ് എ, ദ ഫ്രീക്വൻസി ഓഫ് എ ഈസ് 0.6. അപ്പോൾ ഇവിടെ എന്താണ്? വാട്ട് വുഡ് ബി ദ ഫ്രീക്വൻസി ഓഫ് ഹെറ്ററോസൈഗോട്സ്? നമുക്കറിയാം p² + 2pq + q² = 1. p² എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഹോമോസൈഗസ് ഡോമിനൻസിൻ്റെ. ഇത് ഹോമോസൈഗസ്, ഇത് ഹെറ്ററോസൈഗോട്സ്. അപ്പോൾ ഇതാണ് ഹെറ്ററോസൈഗോട്സിൻ്റെ ഫ്രീക്വൻസി. ഹെറ്ററോസൈഗോട്സ്. ഡോമിനൻ്റ് അലിൻ്റെ ഫ്രീക്വൻസി p ആണ്. റെസസീവ് അലിൻ്റെ ഫ്രീക്വൻസി q ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ദ ഫ്രീക്വൻസി ഓഫ് റെസസീവ് അലിൽ 0.6. അപ്പോൾ q 0.6 ആണ്. q 0.6 ആണെങ്കിൽ എന്താണ്? p + q 1 വരണം. അപ്പോൾ സ്മോൾ എ ആണെങ്കിൽ ഇത് എത്രയായാലും ഇത് 0.4 ആയിരിക്കും. അപ്പോൾ നമുക്ക് റെസസീവ് അലിൻ്റെ ഫ്രീക്വൻസി 0.6 ആണെങ്കിൽ നാച്ചുറലി ഡോമിനൻ്റ് ഫ്രീക്വൻസി 0.4 ആയിരിക്കും. ചോദിച്ചിരിക്കുന്നത് 2pq കാണാനാണ്. എന്ന് പറഞ്ഞാൽ 2 × 0.6 × 0.4 ദാറ്റ് ഈസ് 0.48. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹെറ്ററോസൈഗോട്സിൻ്റെ ഫ്രീക്വൻസി. ഹെറ്ററോസൈഗോട്ട് 2pq. അപ്പോൾ q തന്നിട്ടുണ്ട്, p കണ്ടുപിടിക്കാം. അപ്പോൾ പിയും കണ്ടുപിടിച്ചു, ക്യൂവും കണ്ടുപിടിച്ചു. ഇനി 2pq കണ്ടുപിടിച്ചാൽ 2 × 0.6 × 0.4. 2 different species cannot occupy the same niche for long. രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസുകൾ ഒരേ റിസോഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ദീർഘകാലം ഒന്നിച്ച് കഴിയാനൊക്കത്തില്ല. ആ റിസോഴ്സിന് വേണ്ടി അവർ കമ്പീറ്റ് ചെയ്യും. അങ്ങനെ കമ്പീറ്റ് ചെയ്താൽ ബലവാൻ ബലഹീനനെ പുറന്തള്ളും. ഇതിൻ്റെ പേരാണ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഗോസെ. അപ്പോൾ ഗോസെ പറഞ്ഞെന്താണ്? സ്ട്രോങ്ലി കമ്പീറ്റിംഗ് സ്പീഷീസ് കനോട്ട് കോഎക്സിസ്റ്റ് ടുഗദർ. ഇവഞ്ച്വലി ദ competitively superior species will eliminate or exclude the competitively inferior species. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനെയാണ് ഇത് പറയുന്നത്. ഫോളോയിങ് ആർ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ്. സൈക്കോ ആക്റ്റീവ് ഡ്രഗുകളെ കുറിച്ചാണ്. ആൻഡ് എക്സ്ട്രാക്ട് ഫ്രം പോപ്പി പ്ലാന്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ഇൻറ്റൻസ് പെയിൻ. പോപ്പി പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന എന്താണ്? മോർഫിൻ. അത് പെയിൻ റിലീവ് ചെയ്യാൻ സഹായിക്കും. അത് ശരിയാണ്. കൊക്ക ആൽക്കലോയിഡ്സ് ആർ CNS ഡിപ്രസൻസ്. കൊക്ക ആൽക്കലോയിഡ്സ് പറഞ്ഞാൽ കൊക്കൈൻ ഡിപ്രസൻ്റ് അല്ല. ഇത് തെറ്റാണ്. സ്റ്റിമുലൻ്റ് ആണ്. CNS സ്റ്റിമുലൻ്റ് ആണത്. അത് തെറ്റാണ്. ബെൻസോഡയാസിപ്പിൻസ് ആർ യൂസ്ഡ് ക്ലിനിക്കലി ടു ട്രീറ്റ് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ, ലാക്ക് ഓഫ് സ്ലീപ്പ്. ഉറക്കമില്ലാത്തവർക്ക് ഡോക്ടർമാർ കൊടുക്കുന്ന എന്താണ്? ഉറക്ക ഗുളിക. ആ സ്ലീപ്പിംഗ് പിൽസിനകത്ത് എന്തുണ്ട്? ബെൻസോഡയാസെപ്പിനുണ്ട്. അപ്പോൾ ഇൻസോംനിയ, ലാക്ക് ഓഫ് സ്ലീപ്പ് ട്രീറ്റ് ചെയ്യാൻ ഡോക്ടർമാർ ഇത് കറക്റ്റാണ്. നിക്കോട്ടിൻ ഈസ് യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് ടു ട്രീറ്റ് ഹൈപ്പർ ടെൻഷൻ. ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ നിക്കോട്ടിൻ അല്ല കൊടുക്കേണ്ടത്. നിക്കോട്ടിൻ ബ്ലഡ് പ്രഷർ കൂട്ടുക ചെയ്യുന്നത്. നിക്കോട്ടിൻ തെറ്റാണ്. നിക്കോട്ടിൻ കൊടുത്താൽ ബ്ലഡ് പ്രഷർ കൂടും. അതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടുതലുള്ള രോഗികൾക്ക് ഡോക്ടർമാർ കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്? മേലാൽ സിഗരറ്റ് വലിക്കരുത്. സിഗരറ്റ് സ്മോക്കിനകത്ത് നിക്കോട്ടിനുണ്ട്. നിക്കോട്ടിൻ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടും. അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഒരിക്കലും നിക്കോട്ടിൻ ഒരു ചികിത്സയല്ല. ഹൈപ്പർ ടെൻഷൻ നമ്മൾ കൊടുക്കുന്ന മറ്റു മരുന്നുകളാണ്, ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കറക്റ്റാണ്. ദാറ്റ് ഈസ് വിച്ച് ആർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാറ്റിപ്പോകരുത്. ഇൻകറക്റ്റ് 2 and 4 ആണ്. ഇതാണ് ഇൻകറക്റ്റ്. 2ഉം 4ഉം ഇൻകറക്റ്റാണ്. മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് എവിടെയാണ് കാണുന്നത്? മോൺസ് പ്യൂബിസ് കാണുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ,
ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റയുടെ ഭാഗമാണ് മോൺസ് പീബിസ്. ആൻഡ്രം എന്ന് പറയുന്നത് എവിടെയാണ്? ആൻഡ്രം ഗ്രാഫിയൻ ഫോളിക്കിളിനകത്ത് കാണുന്ന ക്യാവിറ്റിയാണ് ആൻഡ്രം. ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് സെൽസിനെയാണ്. വാസ എഫറൻഷ്യ ടെസ്റ്റിസിനകത്താണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ എ ദാറ്റ് ഈസ് ഇവിടെ 3 ആണ്, ബി 4 ആണ്, സി 1 ആണ്, ഡി 2 ആണ്. 3 4 1 2 3 4 1 2 ഇത്. If plus sign is assigned to a beneficial interaction, minus sign to detrimental and 0 to neutral interaction, then the population interaction represented by ഇതെന്താണ്? ഇറ്റ്സ് ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ്. പാരസിറ്റിസം പാരസൈറ്റിന് ബെനിഫിറ്റ് കിട്ടുന്നു, പാരസൈറ്റിന് അവിടെ ബെനിഫിറ്റ് കിട്ടുന്നു, ഹോസ്റ്റിന് അവിടെ ദോഷം കിട്ടുന്നു. So parasitism is an interaction between two species in which one called the parasite is benefited, the other one that the host is harmed. അപ്പോൾ പാരസിറ്റത്തിൽ പാരസൈറ്റ് പ്ലസ് കിട്ടുന്നു, ഹോസ്റ്റിന് മൈനസ് കിട്ടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹയസ്റ്റ് DDT കോൺസെൻട്രേഷൻ ഇൻ ദ അക്വാട്ടിക് ഫുഡ് ചെയിൻ ഷാൽ ഒക്കർ ഇൻ. DDT എന്ന് പറയുന്നത് ഒരു പെസ്റ്റിസൈഡാണ്. DDT എന്നുള്ള പെസ്റ്റിസൈഡിൻ്റെ പ്രത്യേകത എന്താണ്? ആ DDT നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ശരീരം അതിനെ ഒരിക്കലും മെറ്റബോളൈസ് ചെയ്യത്തില്ല. DDT മെറ്റബോളൈസ് ചെയ്യാതെ നമ്മുടെ ആഡിപ്പോസ് ടിഷ്യൂവിലൊക്കെ അത് അടിഞ്ഞുകൂടും. അതുകൊണ്ട് ഫൈറ്റോ പ്ലാങ്ക്ടൺസിന് ഇപ്പം നമ്മൾ DDT പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് മഴയെ തൊലിച്ച് ഫ്രഷ് വാട്ടർ ബോഡീസിലൊക്കെ വരും, സമുദ്രത്തിലും വരും. അപ്പോൾ അക്വാട്ടിക് എൻവയൺമെൻറ്റിൽ DDT വന്നാൽ ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ ശരീരത്തിൽ DDT കടന്നുകൂടും. ഫൈറ്റോ പ്ലാങ്ക്ടനിൽ നിന്ന് സൂപ്ലാങ്ക്ടനിലേക്ക് അത് മാറും, സൂപ്ലാങ്ക്ടനിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവൽ. അപ്പോൾ ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്തോറും DDTയുടെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരും. നിങ്ങൾക്കറിയാം, പിരമിഡ് ഓഫ് ബയോമാസ് പഠിച്ചപ്പോൾ ഹയർ ട്രോഫിക്കിലേക്ക് പോകുമ്പോൾ ബയോമാസ് കുറയും, ബയോമാസ് കുറയുമ്പോൾ DDTയുടെ കോൺസെൻട്രേഷൻ കൂടും. ഈ പ്രോഗ്രസീവ് ഇൻക്രീസ് in the concentration of DDT from the lower to higher trophic level ne vilikkunna perana biomagnification. ഈ ബയോമാഗ്നിഫിക്കേഷൻ ഏറ്റവും മാക്സിമത്തിൽ എത്തുന്ന എവിടെയാണ്? ഹയസ്റ്റ് ട്രോഫിക് ലെവൽ. ഇവിടുത്തെ ഹയസ്റ്റ് ട്രോഫിക് ലെവൽ ഏതാണ്? സീഗൾസ് ആണ്. ഇവർ സീ ബേർഡ്സ് ആണ്. സീഗൾസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫുഡ് ചെയിനിലെ ഏറ്റവും ഹയസ്റ്റ് ട്രോഫിക് ലെവൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബയോമാസ് ഏറ്റവും കുറവുള്ളത് സീകൾക്കാണ്, ഏറ്റവും ടോട്ടൽ പോപ്പുലേഷൻ കുറവ്. അപ്പോൾ അവിടെ DDT കോൺസെൻട്രേറ്റ് ചെയ്യും. ഓരോ കൈമറിഞ്ഞ് വരുമ്പോഴും DDTക്ക് മാറ്റമില്ല, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരും. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ. ഈ DDT എന്ന് പറയുന്നത് സിന്തറ്റിക്കായിട്ട് കണ്ടുപിടിച്ചാണ്. ഈ DDTയുടെ അന്റാർട്ടിക്ക വരെ DDT എത്തിയിട്ടുണ്ട്. അപ്പോൾ DDT ഇന്ന് ലോകത്തെല്ലാം നിരോധിച്ച ഒരു പെസ്റ്റിസൈഡാണ്. ഈ DDTയുടെ ദോഷവശങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്നറിയാമോ? ദ സൈലന്റ് സ്പ്രിംഗ് എന്നൊരു പുസ്തകമുണ്ട്. ദ സൈലന്റ് സ്പ്രിംഗ്. ഈ പുസ്തകം DDTയുടെ ആ ഒരു ഭീകരതയെ വിളിച്ചോതുന്ന ഒരു പുസ്തകമാണ് ദ സൈലന്റ് സ്പ്രിംഗ്. റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്ന ആളാണ്, റേച്ചൽ കാഴ്സൺ. ഈ പുസ്തകം DDTയുടെ ദോഷവശങ്ങളെ, ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് അമേരിക്കയിലൊക്കെ DDT നിരോധിച്ചത്. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസുമായി. അപ്പോൾ നല്ലവണ്ണം പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് സംശയങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ശരിയോ തെറ്റോ നോക്കാനല്ല, സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ റെക്ടിഫൈ. ഇപ്പോൾ ഇതിനകത്തുനിന്നൊരു 10 ചോദ്യങ്ങൾ ഈ വരുന്ന നീറ്റിന് ഷുവറായിട്ട് കിട്ടും. ഇതിനകത്തുനിന്നൊരു 10 ചോദ്യം ഷുവറായിട്ട് കിട്ടിയിരിക്കും. താങ്ക് യു വെരി മച്ച്.